Please welcome to Easy Learning 21, and in today's video we are going to cover control and coordination. And ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ലൈൻ ബൈ ലൈൻ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഈ ഫസ്റ്റ് ലൈനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നതിനാ ദാറ്റ് നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ട് 10th തന്നെ നിങ്ങളുടെ ബുക്കിൽ ദാറ്റ് ലൈഫ് പ്രോസസ്സസ്. അതിൻ്റെ പേര് എന്തുവാ? ലൈഫ് പ്രോസസ്സ് എന്നാണ്. ആ ഒരു ചാപ്റ്ററിൽ നിങ്ങളോട് പറഞ്ഞതായിരുന്നു ദാറ്റ് ഏതെങ്കിലും ഒരു ഓർഗാനിസം അതിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ എന്തുവാ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് അതെന്തോ ഒരു ലിവിങ് ഓർഗാനിസമാണ്, റൈറ്റ്? എന്തെങ്കിലും ഒരു പാർട്ടിനെ നിങ്ങൾ കൊന്നു അതിൽ ഇപ്പോഴും അതിങ്ങനെ അനങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കറിയാം അതിൽ ഇപ്പോഴും ജീവനുണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. ഏതെങ്കിലും ഒരു ഓർഗാനിസമിൽ മൂവ്മെന്റ് ഉണ്ടെന്ന് വെച്ചാൽ അതിലെന്തുവാ ജീവനുണ്ട്, റൈറ്റ്? സോ ഈ മൂവ്മെന്റിനെ കുറിച്ച് തന്നെയാണ് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. സോ ദിസ് മൂവ്മെന്റ് രണ്ട് ടൈപ്പിലുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇസ് ഗ്രോത്ത് റിലേറ്റഡ് മൂവ്മെന്റ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു കൊച്ചുണ്ട് ഉണ്ടെന്ന് ഓർത്ത് 2 വയസ്സാകുമ്പോൾ ഇത്രയും ഹൈറ്റ് ഉണ്ട്, 10 വയസ്സാകുമ്പോൾ ഇത്രയും ഹൈറ്റ് കൂടി, എന്നിട്ട് 15 വയസ്സാകുമ്പോൾ ഇത്രയും ഹൈറ്റ് കൂടി. സോ ദിസ് ഇസ് വാട്ട് ഇത് ഗ്രോത്ത്, ആ ഹ്യൂമൻ ബോഡിയിൽ ഗ്രോത്ത് ആകുക, അതുകൊണ്ട് ആ ഹ്യൂമൻ ബോഡിയിൽ ഒരു മൂവ്മെന്റ് ഉണ്ട്. സോ ദാറ്റ് ഇസ് വാട്ട് എ ഗ്രോത്ത് റിലേറ്റഡ് മൂവ്മെന്റ്. ഓക്കെ, ദെൻ അടുത്തതാണ് റെസ്പോൺസ് ടു എൻവയറമെന്റൽ ചേഞ്ചസ്. ഇതൊരു ഗ്രോത്ത് റിലേറ്റഡ് മൂവ്മെന്റ് അല്ല, ദിസ് ഇസ് അനദർ ടൈപ്പ് ഓഫ് മൂവ്മെന്റ്, റെസ്പോൺസ് ടു എൻവയറമെന്റൽ ചേഞ്ചസ്. ഇതിന് നമ്മൾ സ്റ്റിമുലി എന്നും പറയും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ ഓർത്തോ, ഇപ്പം എൻ്റെ സ്കിന്നിലോട്ട് ഒരു ചൂടുവെള്ളം എൻ്റെ സ്കിന്നിലോട്ട് വീണാൽ ഞാൻ പെട്ടെന്ന് മൂവ് ചെയ്യും, എൻ്റെ കൈ പെട്ടെന്ന് മൂവ് ആകും, റൈറ്റ്? സോ അതെന്തുവാ, ആ ചൂടുവെള്ളം ഒരു സ്റ്റിമുലി ആയിരുന്നു. ഈ ഒരു ടേം നിങ്ങൾ പഠിക്കണം. What is it? Stimuli. Okay, stimuli. This is very important in exam point of view. Stimuli എന്തുവാന്ന് ചോദിക്കാറുണ്ട്. സോ സ്റ്റിമുലി എന്തുവാ? ഇപ്പം ഞാൻ എക്സാമ്പിൾ തന്നില്ല, ചൂടുവെള്ളം എന്തുവാ? ഒരു സ്റ്റിമുലിയാ. ഓക്കെ, ഇറ്റ് വർക്ക്ഡ് ആസ് എ സ്റ്റിമുലി. ആ സ്റ്റിമുലി എൻ്റെ പുറത്തോട്ട് വീണപ്പം ഞാൻ എന്തുവാ ഒരു മൂവ്മെന്റ് കാണിച്ചു. സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ് റെസ്പോൺസ് ടു എൻവയറമെന്റൽ ചേഞ്ചസ്. എൻവയറമെന്റിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് നടക്കുമ്പം ഓർഗാനിസംസ് മൂവ് ചെയ്യും. സോ ദാറ്റ് ഇസ് വാട്ട് റെസ്പോൺസ് ടു എൻവയറമെന്റൽ ചേഞ്ചസ്. ഓക്കെ, സോ ആ ഒരു എൻവയറമെന്റൽ ചേഞ്ചിനെ ഏത് ചേഞ്ച് നടന്നു, ബിക്കോസ് ഓഫ് വിച്ച് നമ്മുടെ ഓർഗാനിസമിൽ എന്തെങ്കിലും മൂവ്മെന്റ് വന്നെങ്കിൽ ആ ഒരു ചേഞ്ചിനാണ് നമ്മൾ സ്റ്റിമുലി എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഗ്രോത്ത് ഈസ് ഓഫ് 2 types. 2 ടൈപ്പിൽ ഗ്രോത്ത് ഉണ്ട്, മൂവ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് ഇസ് ഗ്രോത്ത് റിലേറ്റഡ് മൂവ്മെന്റ് ആൻഡ് സെക്കൻഡ് ഇസ് റെസ്പോൺസ് ടു എൻവയറമെന്റൽ ചേഞ്ചസ് ഓർ സ്റ്റിമുലി മൂവ്മെന്റ്. ബുക്കിലും ഈ സ്റ്റിമുലി മൂവ്മെന്റിനെ കുറിച്ച് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ക്യാറ്റ് റണ്ണ് ചെയ്യുക, ഓടുകയെന്ന് ഓർത്തോ. മേ ബി ഒരു പട്ടി അതിൻ്റെ പുറകെ ഓടുക, ദാറ്റ്സ് വൈ ആ ക്യാറ്റ് റണ്ണ് ചെയ്യുക, അങ്ങനെയും ചാൻസസ് ഉണ്ട്, റൈറ്റ്? ഇതൊക്കെ ഒരു ഗ്രോത്ത് റിലേറ്റഡ് ചേഞ്ചസും മൂവ്മെന്റും അല്ല, ബട്ട് ഇറ്റ് ഇസ് സ്റ്റിമുലസ്. എന്തെങ്കിലും ഒരു കാര്യം ഹാപ്പൻ ആയി, എന്തെങ്കിലും ഒരു കാര്യം നടന്നു, അപ്പോഴാണ് ആ ഒരു റെസ്പോൺസ് വരുന്നത്. സോ ദാറ്റ് ഇസ് എ റെസ്പോൺസ് ടു എൻവയറമെന്റൽ ചേഞ്ച് കൈൻഡ് ഓഫ് മൂവ്മെന്റ്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ റെസ്പോൺസ് ടു എൻവയറമെന്റൽ ചേഞ്ചസ്, സ്റ്റിമുലിൻ്റെ ഈ ഒരു മൂവ്മെന്റിൽ ഇത് നമ്മുടെ കൺട്രോളിലാണ്. ഓക്കെ, നമ്മുടെ എൻവയറമെന്റിൽ എന്തെങ്കിലും നടന്നു, അതിന് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എങ്ങനെ മൂവ് ചെയ്യുന്നു, അത് നമ്മുടെ കൺട്രോളിലാണ്. സോ ദിസ് ഇസ് എ കൺട്രോൾഡ് മൂവ്മെന്റ്. ഓക്കെ, കൺട്രോൾഡ് ആൻഡ് ഓൾസോ കോർഡിനേറ്റഡ് മൂവ്മെന്റ്. വാട്ട്? കോർഡിനേറ്റഡ് മൂവ്മെന്റ്. ഇതൊരു കൺട്രോൾ മൂവ്മെന്റുവാ, കോർഡിനേറ്റഡ് മൂവ്മെന്റുവാ. സോ ഈ ഒരു കൺട്രോൾഡ് ആൻഡ് കോർഡിനേറ്റഡ് മൂവ്മെന്റിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. സോ ഇവിടെ ഈ ചാപ്റ്ററിന്റെ പേരും അത് തന്നെയാണ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, റൈറ്റ്? In other words, it becomes apparent that all this movement in response to the environment is carefully controlled. It is all carefully controlled. Now, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഡൗട്ട് ഉണ്ടായിരിക്കും, ദാറ്റ് നമ്മുടെ ബോഡി, ഒരു ഓർഗാനിസത്തിന്റെ ബോഡി എങ്ങനെ അറിയുന്നത്, ദാറ്റ് അതിന് എപ്പോഴും എങ്ങനെ മൂവ് ചെയ്യേണ്ടത്? സോ ഇറ്റ്സ് ആൻസർ ഇസ് ദാറ്റ് നമ്മുടെ ബോഡിക്ക് അത് ആ ഒരു കാര്യം കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഇത് ചെയ്യാൻ വേണ്ടി എന്തോ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഉണ്ട്. എന്തുള്ളത്? സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഉണ്ട് വിച്ച് ഹെൽപ്പ് അസ്. ഓക്കെ, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും ടു കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ആർ ആക്ടിവിറ്റീസ്. നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അത് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, പറഞ്ഞു തരും ആസ് ഇൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ബോഡിയിൽ അങ്ങനെ ഫംഗ്ഷൻ ആകത്തുള്ളൂ. സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ മുമ്പോട്ട് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ആനിമൽസിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ആൻഡ് ദെൻ ഹ്യൂമൻസിൽ എങ്ങനെ ഏത് ഓർഗൻസ് ഇതിനെ വർക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആനിമൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആനിമൽസിൻ്റെ എന്തോ നെർവസ് സിസ്റ്റം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആനിമൽസിലെ ഈ കൺട്രോളും കോർഡിനേഷന്റെ വർക്ക് ആരാ ചെയ്യുന്നത്? നെർവസ് ആൻഡ് മസ്കുലർ ടിഷ്യൂസ്. ഓക്കെ, ആനിമൽസിന്റെ നെർവസും മസ്കുലർ ടിഷ്യൂസും ആണ് ഈ കൺട്രോൾ ആൻഡ് കോർഡിനേഷന്റെ വർക്ക് ചെയ്യുന്നത് ആനിമൽസിന്റെ ബോഡി. സോ ഹിയർ ഈസ് എൻ എക്സാമ്പിൾ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഹോട്ട് സാധനത്തിനെ ടച്ച് ചെയ്തു, നമ്മുടെ ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കിയാൽ നമ്മുടെ അടുത്തെല്ലാം 100 കൂട്ടം സാധനങ്ങൾ കാണും. അതിന് എന്തുവാ ചൂട്, എന്തുവാ തണുപ്പെന്ന് നമ്മൾ എങ്ങനെ അറിയും? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബോഡിക്ക് ആ ചൂട് സാധനത്തിനെ ഡിറ്റക്ട് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത്, റൈറ്റ്? സോ ഈ ഹോട്ട് ഒബ്ജക്ട് നമ്മുടെ എന്തായിരുന്നു? സ്റ്റിമുലസ് ആയിരുന്നു. ഓക്കെ, സ്റ്റിമുലസ് ആയിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് എന്തുവാ നമുക്ക് പഠിക്കേണ്ടത്? ഡിറ്റക്ട്. എങ്ങനെ ആ ബോഡി അതിനെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത്. എന്നിട്ട് നമ്മൾ പഠിക്കുക എങ്ങനെ അത് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഡിറ്റക്ഷൻ. How do we detect that we are touching a hot object? All information from our environment is detected by the specialized tips of some nerve cells. So first of all, നമ്മുടെ എൻവയറമെന്റിൽ നടക്കുന്ന എല്ലാ ഇൻഫർമേഷനും ആരാ ഡിറ്റക്ട് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ സ്പെഷ്യലൈസ്ഡ് ടിപ്സ് ഉണ്ട്. ഓക്കെ, ടിപ്സ് ഉണ്ട് ഓഫ് സം നെർവ് സെൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അതെന്താ വെച്ചാൽ നമ്മുടെ എൻവയറമെന്റിൽ നടക്കുന്ന എല്ലാ ഇൻഫർമേഷനെയും അത് ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, സോ ഈ പിക്ചറിൽ കൊടുത്തിട്ടില്ല, ഇതെന്തുവാ? ഒരു നെർവ് സെല്ലാണ്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ നെർവ് സെൽസിനെ നമുക്ക് ന്യൂറോൺസ് എന്നും പറയാം. ഓക്കെ, ഇത് ഓർമ്മ വെക്കണം. നൗ ഇവിടെ നെർവ് സെല്ലിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്. ഓക്കെ, സോ ഈ നെർവ് സെൽസിൽ സ്പെഷ്യലൈസ്ഡ് ടിപ്സ് ഉണ്ട്. ടിപ്സ് എന്ന് വെച്ചാൽ ഈ ടിപ്സ് ഇല്ലേ, ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ടിപ്സാണ്. ഓക്കെ, ഇതിൻ്റെ വർക്ക് എന്തുവാന്ന് വെച്ചാൽ ഇതിൻ്റെ വർക്കാണ് ഇൻഫർമേഷൻ ഡിറ്റക്ട് ചെയ്യുക. വാട്ട് ഇസ് ഇറ്റ്സ് വർക്ക്? ഡിറ്റക്ട് ഇൻഫർമേഷൻ. ഓക്കെ, ഇതിൻ്റെ വർക്കാണ് ഇൻഫർമേഷൻ ഡിറ്റക്ട് ചെയ്യുക. ഓക്കെ, ദീസ് ആർ സ്പെഷ്യലൈസ്ഡ് ടിപ്പ്.
സോ ഈ നെർവ് സെൽസിലെ ഈ നെർവ് സെൽസിനെ തന്നെയാണ് നമ്മൾ പറയുന്നത് റിസെപ്റ്റേഴ്സ് എന്ന്. ഓക്കെ, റിസെപ്റ്റർ ദീസ് നെർവ് സെൽസ് ആർ യൂഷ്വലി ലൊക്കേറ്റഡ് ഇൻ ആ സെൻസ് ഓർഗൻസ്. ഓക്കെ, ഇതെന്തുവാ ഈ ടിപ്സ് ഇൻഫർമേഷൻ ഡിറ്റക്ട് ചെയ്യുക. സോ ഇതുങ്ങളെ എന്തുവാ നമ്മൾ പറയുന്നത് റിസെപ്റ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആൻഡ് ദീസ് റിസെപ്റ്റേഴ്സ് ഈ റിസെപ്റ്റർ എവിടെയാണ് ലൊക്കേറ്റഡ് നമ്മുടെ സെൻസ് ഓർഗൻസിൽ. ഓക്കെ, സെൻസ് ഓർഗൻസിൽ. സോ ആർ സെൻസ് ഓർഗൻസ് ലൈക്ക് ഐസ്, ഇയേഴ്സ് ആൻഡ് നോസ് ആൻഡ് ടങ് ആൻഡ് ആ സ്കിൻ. ഓക്കെ, ഇൻ ദീസ് പ്ലേസസ് ഈ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ നെർവ് സെൽ റിസെപ്റ്റേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബിക്കോസ് നമ്മൾ ഐസിന്ന് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് നമ്മൾ ഓരോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്, ഇയേഴ്സും കൊണ്ട് കേട്ടിട്ട് ഓരോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. സോ ഈ സെൻസ് ഓർഗൻസ് എല്ലാം ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ റിസെപ്റ്റേഴ്സ്, ഈ നെർവ് സെൽ റിസെപ്റ്റേഴ്സ് എവിടെ ലൊക്കേറ്റഡ്? ഈ സെൻസ് ഓർഗൻസിലാണ് അത് ലൊക്കേറ്റഡ്. ഓക്കെ, നൗ ഇവിടെ ഒരു ഒത്തിരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന നമ്മുടെ നെർവ് റിസെപ്റ്റേഴ്സിന് നമ്മൾ എന്തോ പറയുന്നത് ഗസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ് ആണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ സ്മെല്ലിനെ ഡിറ്റക്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സിന് എന്താ നമ്മൾ പറയുന്നത്? ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റൻസിൽ MCQ ഫോമിൽ വരാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. ഓക്കെ, സോ റിമെമ്പർ ദിസ്. ടേസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സിന് ഗസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ് ആണ് പറയുന്നത്. സ്മെല്ലിനെ ഡിറ്റക്ട് ചെയ്യുന്ന റിസെപ്റ്റേഴ്സിന് നമ്മൾ ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, നൗ ഇൻ ദി സെയിം വേ വേറൊരു റിസെപ്റ്ററും ഉണ്ട്, അതിൻ്റെ പേരാണ് ഫോട്ടോ റിസെപ്റ്റർ. ഫോട്ടോ റിസെപ്റ്റർ ഇതെന്തുമായിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്? ഫോട്ടോ എന്ന് വെച്ചാൽ ലൈറ്റ്, റൈറ്റ്? അപ്പോൾ ഇതാണ് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന റിസെപ്റ്ററാണ് ഫോട്ടോ റിസെപ്റ്റർ സെൽസ്. ഓക്കെ, ആൻഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് നമ്മൾ ലൈറ്റ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ത്രൂ ആർ ഐസ്. സോ ഇതെവിടെ കിട്ടുന്നത്? നമുക്ക് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ആർ ഐസ്. ഓക്കെ, ലൈക്ക് വൈസ് ടേസ്റ്റ്, ഇപ്പം ഗസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ് നമുക്ക് എവിടെ ആയിരിക്കും കിട്ടുന്നത്? അതെന്തോ ഡിറ്റക്ട് ചെയ്യുന്ന ടേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നത്? ത്രൂ ആർ ടങ്. അപ്പോൾ ഇതെവിടെ ആയിരിക്കും ഫൗണ്ട്? ഇൻ ആർ ടങ്, ഇൻ ആർ മൗത്ത്. ഓക്കെ, മൗത്ത് ടങ്ങിലാണ് ഗസ്റ്റേറ്ററി റിസെപ്റ്റേഴ്സ്. ഓക്കെ, ലൈക്ക് വൈസ് സ്മെല്ല് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ത്രൂ ആർ നോസ്, റൈറ്റ്? നമ്മുടെ മൂക്കിൽ നിന്നാണ് നമ്മൾ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഓൾ ഫാക്ടറി റിസെപ്റ്റേഴ്സ് എവിടെ ആയിരിക്കും ലൊക്കേറ്റഡ്? ഇൻ ആർ നോസ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? സോ ഇങ്ങനെ നമ്മൾ ഡിറ്റക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, സോ ലെറ്റ് us recap it. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്തായിരുന്നു ചെയ്യുന്നത്? നമുക്ക് ഡിറ്റക്ട് ചെയ്യണമായിരുന്നു. ഓക്കെ, നമ്മുടെ സറൗണ്ടിങ്ങിൽ നടക്കുന്ന ഏതെങ്കിലും സ്റ്റിമുലി നമുക്ക് ഡിറ്റക്ട് ചെയ്യണമായിരുന്നു. അത് എവിടെ നിന്നാണ്? ഓക്കെ, സോ അതിനുവേണ്ടി നമ്മുടെ ബോഡിക്കകത്ത് എന്തോ ഉള്ളത്? നെർവ് സെൽസ് ഉണ്ട്. നെർവ് സെല്ലിൻ്റെ ഈ സ്പെഷ്യലൈസ്ഡ് ടിപ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ആ സ്പെഷ്യലൈസ്ഡ് ടിപ്സും കൊണ്ട് എന്തോ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും അവിടെ റിസെപ്റ്റേഴ്സ്, അതിന് റിസെപ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ അതാണ് കളക്ട് ചെയ്യുന്നത്, നമുക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡിയിൽ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ ടേസ്റ്റും സ്മെല്ലും ഡിറ്റക്ട് ചെയ്യാൻ 2 റിസെപ്റ്റേഴ്സ് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇസ് ഗസ്റ്റേറ്ററി റിസെപ്റ്റർ, സെക്കൻഡ് ഇസ് ഓൾ ഫാക്ടറി റിസെപ്റ്റർ. ഓക്കെ, ഓൾ ഫാക്ടറി റിസെപ്റ്റർ സ്മെല്ലിനെ ഡിറ്റക്ട് ചെയ്യും, ഗസ്റ്റേറ്ററി റിസെപ്റ്റർ ടേസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യും. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പം ഇതുവരെ പഠിച്ചത്. ഓക്കെ, ആൻഡ് ദെൻ ഈ റിസെപ്റ്റേഴ്സ് എവിടെയായിരിക്കും പ്രസൻറ്റ് ആയിരിക്കുന്നത്? നമ്മുടെ സെൻസ് ഓർഗൻസിൽ. ഓക്കെ, സോ നോർമലി ഈ റിസെപ്റ്റേഴ്സ് നമ്മുടെ ഫുൾ ബോഡിയിൽ പ്രസൻറ്റ് ആണ്, പക്ഷെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗൻസ് ആണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമ്മുടെ സെൻസ് ഓർഗൻസിൽ ഇത് ഇച്ചിരി ലാർജ് എമൗണ്ടിൽ പ്രസൻറ്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ സെൻസ് ഓർഗൻസ് ലൈക്ക് ഐസ്, ഇയേഴ്സ്, നോസ്, ടങ് ആൻഡ് സ്കിൻ. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടെ വരെ മനസ്സിലായത്. This information acquired at the end of the dendritic tip of a nerve cell sets off a chemical reaction that creates an electrical impulse. Okay, it's very easy and also very important too. Okay, so first of all I'll just rub this one. ഓക്കെ, സോ നമ്മുടെ ഈ ഫുള്ള് ഇതെന്തുവാ? ഒരു നെർവ് സെല്ല, റൈറ്റ്? ഇത് ഹോൾ എന്തുവാ? ഒരു നെർവ് സെല്ല. ഇതിൽ ഈ കാണുന്നില്ല ഈ ത്രെഡ് പോലത്തെ സ്ട്രക്ചർ, ദിസ് ആർ ഡെൻഡ്രൈറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് ദർ ഇസ് സെൽ ബോഡി, സെക്കൻഡ് പാർട്ട്, ആൻഡ് ദെൻ ദർ ഇസ് ആക്സിൻസ് വിച്ച് ഇസ് ദ തേർഡ് പാർട്ട്, റൈറ്റ്? നൗ വെളി നടക്കുന്ന ഇൻഫർമേഷൻസ് ആരെ കളക്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇവിടെ സ്പെഷ്യലൈസ് ടിപ്സ് ഉണ്ട്, അതാണ് വെളി നടക്കുന്ന ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. സോ ഇതെന്തുവാ? ഈ ഡെൻഡ്രൈറ്റ് ടിപ്പ്. ഓക്കെ, ഡെൻഡ്രൈറ്റ് ദിസ് ഇൻഫർമേഷൻ അക്വയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡെൻഡ്രിറ്റിക് ടിപ്പ്. ഓക്കെ, ഡെൻഡ്രിറ്റിക് ടിപ്പിൽ നമ്മുടെ വെളി നടക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ആവും. സോ നമ്മുടെ ഈ ഫസ്റ്റ് സാധനത്തിൻ്റെ നമുക്ക് ഫംഗ്ഷൻ മനസ്സിലായി. ഡെൻഡ്രൈറ്റിൻ്റെ ഫംഗ്ഷൻ എന്തോ? വെളി നടക്കുന്ന ഇൻഫർമേഷൻ അക്വയർ ചെയ്യുക. നൗ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളിപ്പം ആ ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ഇപ്പോൾ അത് വെളിയിൽ നിന്നൊരു ലൈറ്റ് അടിക്കാമെന്ന് അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ ആണെങ്കിൽ നമുക്ക് ആ ഡെൻഡ്രിറ്റിക് ടിപ്പിൽ നിന്ന് കിട്ടും. ഇപ്പോൾ നമുക്ക് ഒരു ഹോട്ട് സാധനം നമ്മുടെ സ്കിന്നിനെ ടച്ച് ചെയ്യുക, അപ്പോഴും നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. തണുപ്പാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. സോ ഓൾ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് ആ ഡെൻഡ്രിറ്റിക് ടിപ്പിൽ നിന്ന് കിട്ടും. ഓക്കെ, ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ഒരു നെർവ് സെല്ല് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് അത് ആ ഇൻഫർമേഷനെ ഒരു കെമിക്കൽ റിയാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് ഇസ് റിട്ടൻ ഹിയർ, സെറ്റ്സ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഇപ്പോൾ എന്തോ നമുക്ക് വെളിയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി, അത് നമ്മുടെ ബോഡിക്കകത്ത് കയറിയിട്ട് അതൊരു കെമിക്കൽ റിയാക്ഷനിലോട്ട് കൺവേർട്ട് ആയി. ആ കെമിക്കൽ റിയാക്ഷൻ എന്താ? ആ ഒരു ഇൻഫർമേഷനെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോലെ കൺവേർട്ട് ചെയ്യും. ആൻഡ് ദെൻ അത് നമ്മുടെ ഹോൾ ബോഡിയിൽ എന്തുവാ? ട്രാൻസ്ഫർ ആവും. മനസ്സിലായോ? സോ ലെറ്റ് മീ ടെൽ യു അഗൈൻ. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് കത്തുവാന്ന് ഓർത്തോ, അപ്പോഴത്തേക്ക് നമ്മുടെ ഐസിലുള്ള റിസെപ്റ്റേഴ്സ് അതെന്താ? അതിനെ ആ ഇൻഫർമേഷനെ ക്യാച്ച് ചെയ്യും. ആൻഡ് ദെൻ നമ്മുടെ ഫുൾ നെർവസ് സിസ്റ്റമിലോട്ട് അതിനെ അയക്കും. ഓക്കെ, അയച്ചു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ അതൊരു കെമിക്കൽ റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്യും. എല്ലാം ഒത്തിരി സ്പീഡിലാണ്. ഓക്കെ, നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റത്തില്ല, അത്രയും സ്പീഡിലാണ് ഇതൊക്കെ നടക്കുന്നത്. സോ അതൊരു കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യും. ആ കെമിക്കൽ റിയാക്ഷൻ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഇസ് വൈ വി റിയാക്ട്. ഓക്കെ, ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് നടക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ഫീൽ ആകുന്നതും അപ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതും. ഓക്കെ, ദിസ് ഇമ്പൾസ് ട്രാവൽസ് ഫ്രം ദ ഡെൻഡ്രൈറ്റ് ടു ദ സെൽ ബോഡി. അത് കഴിഞ്ഞിട്ട് ഈ ഇൻഫർമേഷൻ ഇല്ലേ, ഈ ഡെൻഡ്രൈറ്റ് എന്തുവാ? ഇതാണ് ഡെൻഡ്രൈറ്റ്. ഓക്കെ, ഈ കാണുന്ന ഡെൻഡ്രൈറ്റ് ഇവിടുന്ന് ട്രാവൽ ചെയ്ത് എവിടെത്തും? ഈ സെൽ ബോഡിയിലെത്തും. സെക്കൻഡ് എന്തുവായിരുന്നു ഞാൻ പറഞ്ഞത്? സെൽ ബോഡി. അപ്പം ഫസ്റ്റ് ഡെൻഡ്രൈറ്റിലെത്തും, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് അവിടുന്ന് ട്രാവൽ ചെയ്തത് സെൽ ബോഡിയിലോട്ട് എത്തും. ഓക്കെ, ഗോട്ട് ഇറ്റ്?
ആൻഡ് ദെൻ അലോങ് ദി ആക്സിൻ ടു ഇറ്റ്സ് എൻഡ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്തുവാ ഇവിടെ എത്തി, ഇവിടെ വരെ എത്തി, സെൽ ബോഡി വരെ. അത് കഴിഞ്ഞിട്ട് ഇത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെ എന്തുവാ എക്സോൺ. ഓക്കെ, എക്സോൺ ആണ് ഇവിടെ. സോ എക്സോണിൻ്റെ സൈറ്റിലോട്ട് ഇത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. സോ എക്സോൺ ഇസ് ദ തേർഡ് ലൊക്കേഷൻ. ഓക്കെ, അത് കഴിഞ്ഞ് എക്സോണിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് അത് സ്ട്രേറ്റ് നെർവ് എൻഡിങ്ങിലോട്ട് എത്തും. നെർവ് എൻഡിങ്ങിൽ എത്തുമ്പം ഇവിടെയും ഇങ്ങനെ തന്നെ ഒരു നെർവ് സെല്ല് കാണും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ഡ്രോ ഇറ്റ്. So in this way one more one more nerve cell will be present. ഇങ്ങനെ ഒരു nerve cell കൊണ്ട് ഇവിടെ പ്രസന്റ് ആയിരിക്കും. സോ ഈ nerve cell എന്താ ചെയ്യുന്നത്, ഇതിൻ്റെ ഈ ഡെൻഡ്രൈറ്റ്സ് ഇല്ലേ, ഈ ഡെൻഡ്രൈറ്റ്സ് ഇതിൻ്റെ കൂടെ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഫുള്ളി കണക്റ്റഡ് അല്ല, ബട്ട് ഇച്ചിരി സ്പേസ് കാണാനായിരിക്കും, ലിറ്റിൽ ബിറ്റ് കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഇങ്ങോട്ടും ഈ ഇൻഫർമേഷൻ പാസ് ആകും. ഓക്കെ, നൗ at the end of axon, the electrical impulse sets off the release of some chemicals. These chemicals cross the gap or synapse and starts a similar electrical impulse in a dendrite of the next neuron. So what this means is at the end of axon the end. Okay, so let us understand this first. It will be better if I rub it, right? Okay, now what happens is ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഈ ഡെൻഡ്രൈറ്റ്സിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഈ വഴിയെ പോയി ത്രൂ ദി ആക്സിൻ ഈ എൻഡ് വരെ എത്തിയിട്ട് യു ക്യാൻ സീ അനദർ നെർവ് സെൽ ഹിയർ. ഇവിടെ വേറൊരു നെർവ് സെല്ലും കൂടെ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ഈ രണ്ട് നെർവ് സെൽസിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും ഫുള്ളി അറ്റാച്ച്ഡ് അല്ല, ഇടയ്ക്ക് ഇച്ചിരി ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിനെ നമ്മൾ എന്താ പറയുന്നത്, സൈനാപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ പറയുന്നത് എന്തോ സൈനാപ്സ്. ഇവിടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, സൈനാപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ടു നെർവ് സെൽസ് ആർ നോൺ ആസ് വേർഡ് സൈനാപ്സ്. ഓക്കെ, ഗോട്ട് ഇറ്റ്. സോ നൗ ഈ കെമിക്കൽ റിയാക്ഷൻ വിച്ച് മീൻസ് ഈ ഹോൾ വെയിറ്റ് എ സെക്കൻഡ്, ഈ ഹോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസ് എങ്ങനെ ട്രാവൽ ചെയ്തു നമുക്ക് മനസ്സിലായി. ബട്ട് ഇവിടെ ഈ ഗ്യാപ്പിൽ എങ്ങനെ അത് ട്രാവൽ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഇതുവഴി പോയി ഈ ഗ്യാപ്പ് സൈനാപ്സിൽ എത്തത്തില്ലേ, അപ്പം അത് എങ്ങനെ ക്രോസ് ചെയ്തെന്ന് ചോദിച്ചാൽ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് അപ്പം ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിലോട്ട് എന്തുവാ കൺവേർട്ട് ആവും. ഓക്കെ, കൺവേർട്ട് ആയി കഴിഞ്ഞിട്ട് അത് ഈ ഡെൻഡ്രൈറ്റ്സിൽ എത്തത്തില്ലേ, അപ്പോഴത്തേക്ക് അത് പിന്നെയും ഇങ്ങനെ ഇലക്ട്രിക്കൽ ഇമ്പൾസിലോട്ട് തന്നെ ചേഞ്ച് ആവും. എന്നിട്ട് ഫുൾ ഇൻഫർമേഷൻ ഇവിടെ നിന്ന് ഗ്യാദർ ചെയ്ത് പിന്നെയും ഒരു സൈനാപ്സ് വരുമ്പോൾ അവിടെ അത് പിന്നെയും ന്യൂറോ ട്രാൻസ്മിറ്ററിലോട്ട് കൺവേർട്ട് ആകും. ഓക്കെ, സോ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് ഇതുവരെ ഇതിൽ കൊടുത്തിട്ടില്ല, ബട്ട് ദെൻ ഈ ഒരു ടേം ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ബിക്കോസ് ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് ഈ സൈനാപ്സിൽ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് വേറൊരു നെർവ് സെല്ലിലോട്ട് അതിന് ജമ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. വൺസ് അഗൈൻ ഞാൻ മനസ്സിലാക്കാം. ഇതെന്തുവാ, ഇതൊരു ഹോൾ നെർവ്സ് അല്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇൻഫർമേഷൻ ഈ ഡെൻഡ്രൈറ്റ്സിൽ കൂടെ കയറിയിട്ട് ഈ ആക്സോണിൽ കൂടെ പോയിട്ട് ഈ നെർവ് എൻഡിങ്ങിലോട്ട് എത്തും. ഓക്കെ, നെർവ് എൻഡിങ്ങിലോട്ട് എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു നെർവ് സെല്ലും പ്രസൻറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ നെർവ് സെല്ലിലോട്ടും ആ ഇൻഫർമേഷൻ പോകണം, ഇലക്ട്രിക്കൽ ഇമ്പൾസ് കയറണം. പക്ഷെങ്കിൽ ഈ ഇടയ്ക്ക് ഈ രണ്ട് നെർവ് സെല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൻ്റെ പേരാണ് എന്തുവാ, സൈനാപ്സ്. ഓക്കെ, ആ സൈനാപ്സ് ക്രോസ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഈ വഴിയെ പോകുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ ചെയ്യും. ആ കെമിക്കൽ റിയാക്ഷൻ ചെയ്തിട്ട് ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിലോട്ട് കൺവേർട്ട് ആകും. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ അപ്പോൾ എന്തുവാ അതിനെ ഹെൽപ്പ് ചെയ്യും to jump from this nerve cell to this nerve cell. Got it? So അങ്ങനെ ആ ഇൻഫർമേഷൻ ഓർ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഈ നെർവ് സെല്ലിലും കയറിയിട്ട് അങ്ങനെ തന്നെ എൻഡ് വരെ എത്തിയിട്ട് അടുത്ത നെർവ് സെല്ലിലോട്ട് കയറേണ്ടി, അപ്പോൾ അത് പിന്നെയും ന്യൂറോ ട്രാൻസ്മിറ്ററിലോട്ട് കൺവേർട്ട് ആവും. ഓക്കെ, സോ ഇതുവരെ ഇതിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് കൊടുത്തിട്ടില്ല. സോ യു ഓൾ ക്യാൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇവിടെ ഈ സൈനാപ്സിലൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. ഓക്കെ, നൗ ദിസ് ഇസ് എ ജനറൽ സ്കീം ഓഫ് ഹൗ നെർവസ് ഇമ്പൾസസ് ട്രാവൽ ഇൻ ദ ബോഡി. സോ ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അതെന്തോ ഒരു ജനറൽ വേ ആണ് നമ്മുടെ ബോഡിയിൽ, അത് ജനറലി അങ്ങനെയാണ് നെർവസ് ഇമ്പൾസസ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് സിമ്പിൾ റൈറ്റ്. ഒരു നെർവ് സെൽ ഉണ്ട്, ഇടയ്ക്ക് ഒരു എന്തുവാ സൈനാപ്സ് ഉണ്ട്, ഗ്യാപ്പ് ഉണ്ട്, അതിലത് ന്യൂറോ ട്രാൻസ്മിറ്ററിലോട്ട് കൺവേർട്ട് ആവും. എന്നിട്ട് അത് അടുത്ത നെർവ് സെല്ലിലോട്ട് വരും. എന്നിട്ട് അങ്ങനെ തന്നെ സൈനാപ്സ്, ദെൻ ന്യൂറോ ട്രാൻസ്മിറ്റർ, ദെൻ അടുത്ത നെർവ് സെൽ. സോ ഇറ്റ്സ് ഈസി, ഇറ്റ്സ് എ സൈക്കിൾ, റൈറ്റ്. A similar synapse finally allows delivery of such impulses from neurons to other cells, such as muscle cells or glands. Okay, സോ നമ്മളിവിടെ പഠിച്ചായിരുന്നു നമ്മുടെ വെളിയിൽ നിന്ന് നമ്മുടെ ബ്രെയിനിലോട്ട് ഒരു ഇൻഫർമേഷൻ പോകുക. അപ്പോൾ എന്തുവാ ഇങ്ങനെ നടക്കും. ഓക്കെ, ബട്ട് വാട്ട് ഇഫ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ നമ്മുടെ ബോഡിക്ക് കിട്ടുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ ബ്രെയിനിൽ ഞാൻ ഓർത്തു എൻ്റെ കൈ ഒന്ന് എനിക്ക് പൊക്കണമെന്ന്. ഓക്കെ, സോ ആ ഒരു ഇൻഫർമേഷൻ എങ്ങനെയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്, സെയിം ഇങ്ങനെ തന്നെ ഇങ്ങനെ ന്യൂറോൺസ് കാണും. ഓക്കെ, ഇത് നമ്മുടെ എന്തുവാ മസിലായിരിക്കും. ഓക്കെ, ഇതെന്തുവാ ന്യൂറോൺസ് ആണ്, ഇതെന്തുവാ നമ്മുടെ മസിലാണ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കും ഇങ്ങനെ തന്നെ ഗ്യാപ്പ് കാണും. ഓക്കെ, ദ വേ ഇവിടെ സൈനാപ്സ് പോലെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ തന്നെ ഗ്യാപ്പ് കാണും. ഈ ഗ്യാപ്പിന് നമ്മൾ എന്തുവാ പറയുന്നത്, സൈനാപ്സ് എന്നാണ്. ന്യൂറോൺസിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്, ന്യൂറോൺസ് ആൻഡ് മസിൽസിൻ്റെ ഇടയ്ക്കും ഗ്യാപ്പ് പ്രസൻറ്റ് ആണ്. ഓക്കെ, ആ രണ്ട് ഗ്യാപ്പിന് നമ്മൾ സൈനാപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ ബ്രെയിനിൽ നിന്ന് എൻ്റെ കൈ പൊക്കണമെന്നുള്ള ഇൻഫർമേഷൻ ഈ ആക്സോണിൻസിൻ്റെ ത്രൂ എന്തുവാ ഇൻഫർമേഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഗ്യാപ്പ് കാണും, അത് ന്യൂറോ ട്രാൻസ്മിറ്ററിലോട്ട് കൺവേർട്ട് ആവും, ആൻഡ് ദെൻ മസിലിലോട്ട് അതെന്തോ ട്രാൻസ്ഫർ ആവും. ഓക്കെ, സോ ഇറ്റ്സ് സിമ്പിൾ ഇസ് ദാറ്റ്. ഡ്യൂറിംഗ് ദിസ് ലെക്ചർ ഇഫ് നിങ്ങൾക്ക് തോന്നുക ദാറ്റ് ഓൾ ദീസ് തിങ്സ് ആർ റിയലി ഹാർഡ്, ഒത്തിരി ഹാർഡാണെന്നെല്ലാം തോന്നിയാൽ ലെറ്റ് മീ ടെൽ യു, എല്ലാ പിള്ളേർക്കും ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഇച്ചിരി ഹാർഡായിട്ട് തോന്നുമായിരിക്കും. ബട്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. 1-2 പ്രാവശ്യം നിങ്ങളിങ്ങനെ ലൈൻ ബൈ ലൈൻ ഏതെങ്കിലും ഒരു വീഡിയോ, എൻ്റെ അല്ല ഏതെങ്കിലും ഒരു വീഡിയോ ഓർ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് പിന്നെയും റിവൈസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു 2-3 പ്രാവശ്യത്തിൽ നിങ്ങൾക്ക് ഈ ഫുൾ ചാപ്റ്റർ നല്ലപോലെ മെമ്മറൈസ് ആവും. ഓക്കെ,
So let's get back. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് that a similar synapse finally allows delivery of such impulses. So ഇങ്ങനത്തെ impulses നമ്മുടെ ബ്രെയിനിൽ നിന്ന് മസിലിലോട്ട് പോകുന്ന ഇമ്പൾസിനും സൈനാപ്സ് തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു മീഡിയം പോലെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ വി ഓൾസോ നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഡയഗ്രാം. ഓക്കെ, ഫസ്റ്റ് ഇത് ക്ലീൻ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഓക്കെ, ന്യൂറോമസ്കുലർ, ഓക്കെ, വിച്ച് മീൻസ് ന്യൂറോൺസും മസിലും. ഓക്കെ, ന്യൂറോൺസ് ആൻഡ് മസ്കുലർ ഇത് രണ്ടും അറ്റാച്ച് ആവുന്ന സ്ഥലത്തിന് എന്തോ നമ്മൾ പറയുന്നത് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ന്യൂറോൺസ് ആൻഡ് ആർ മസിൽ രണ്ടും അറ്റാച്ച് ആവുന്ന സ്ഥലത്തിനാണ് നമ്മൾ പറയുന്നത് ന്യൂറോമസ്കുലർ ജംഗ്ഷൻ. ഓക്കെ, ഇതിൻ്റെ വലിയൊരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആക്സോണിൻ്റെ എൻഡിങ് ആൻഡ് ദിസ് ഇസ് ആർ മസിലിൻ്റെ എൻഡിങ്. ഓക്കെ, മിഡിലിൽ ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിന് നമ്മൾ എന്തോ പറയുന്നത് സൈനാപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഐ ഗെസ്. ഇനിയൊന്നുമില്ല. അപ്പം next, before moving on, നമുക്ക് 3 questions ഇവിടെ തന്നിട്ടുണ്ട്. We have to answer all of them. Okay, this diagram നോക്കിയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കൊടുക്കേണ്ടത്. So let us see. And identify the parts of a neuron where information is acquired. Information എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു dendritic tip. Okay, ഈ ടിപ്സ് സ്പെഷ്യലൈസ് ടിപ്സ് which are known as dendritic tips. അവിടെ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. റൈറ്റ്, നെക്സ്റ്റ് is through which information travels as an electrical impulse. Okay, so electrical impulseന്റെ ഫോമിൽ ഏത് പാർട്ടിലാണ് ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുന്നത്? സോ ഐ ടോൾഡ് യു സെൽ ബോഡി ആൻഡ് ആക്സോൺ. ഇവിടെ ഫുൾ ഈ ഹോൾ പാർട്ടിൽ എന്തോ ഇൻഫർമേഷൻ ട്രാവൽ ചെയ്യുക. സോ സെൽ ബോഡി ആൻഡ് ആക്സൺ ആൻഡ് ഓൾസോ നെർവ് എൻഡിങ്. ഓക്കെ, third is where this impulse must be converted into a chemical signal for onward transmission. Okay, ഈ ഇമ്പൾസിനെ എവിടെയാണ് ഒരു കെമിക്കൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ആക്കുന്നത് സോ ദാറ്റ് മുമ്പോട്ട് അത് ട്രാൻസ്ഫർ ആൻ ടു അനദർ നെർവ് സെൽ. ഈ കെമിക്കൽ സിഗ്നൽ എന്തുവാ? ന്യൂറോ ട്രാൻസ്മിറ്ററിലോട്ട് എവിടെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? സോ ഒബ്വിയസ്ലി നെർവ് എൻഡിങ് എവിടെ ആയിരിക്കും? അവിടെ തന്നെ ആയിരിക്കും ഇത് നടക്കുന്നത്. സോ നെർവ് എൻഡിങ്. ഓക്കെ, ഓർ സൈനാപ്സ് ഓൾസോ യു കെൻ റൈറ്റ്. No, synapse you cannot write. Okay, synapse is a gap between two nerve cells. Okay, so yeah, and then example നിങ്ങളോട് ചോദിക്കാം to draw this diagram, so you just have to make the whole diagram. Got it? സോ ഇത് ലൊക്കേറ്റ് ചെയ്യാനും പറഞ്ഞു. യു ക്യാൻ റൈറ്റ് സിംപ്ലി, യു ക്യാൻ റൈറ്റ് ഇതെന്താ ഡെൻഡ്രൈറ്റ്, ഇതെന്തോ സ്പെഷ്യലൈസ് ടിപ്സ്, ആൻഡ് ദെൻ ഇതെന്തോ ചെയ്യുന്ന ഇൻഫർമേഷനെ ഡിറ്റക്ട് ചെയ്യും. ദെൻ ദർ ഇസ് സെൽ ബോഡി എല്ലാ ഗ്രോത്തിനെയും മെയിൻറ്റെയിൻ ചെയ്യും. ഇടയ്ക്ക് ഒരു ന്യൂക്ലിയസ് സെൽ ഉണ്ടെങ്കിൽ ന്യൂക്ലിയസ് ഒബ്വിയസ്ലി, ആൻഡ് ദെൻ കംസ് ദി ആക്സിൻ എന്തോ ആക്സിൻ്റെ പണി എന്തോ ടു മെയിൻറ്റെയിൻ ദ ട്രാൻസ്മിഷൻ. ഓക്കെ, എല്ലാ ഇൻഫർമേഷനും ഇലക്ട്രിക്കൽ ഇമ്പൾസും ഇതിലാണ് ട്രാൻസ്ഫർ ആകുന്നത്. ആൻഡ് ദെൻ നെർവ് എൻഡിങ് അവിടെ എന്തോ കെമിക്കൽ റിയാക്ഷനിലോട്ട് അത് കൺവേർട്ട് ആവും ഇലക്ട്രിക്കൽ ഇമ്പൾസ്. ഓക്കെ, ആൻഡ് ദെൻ സൈനാപ്സ് ആൻഡ് ഓൾ ദാറ്റ് തിങ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. നൗ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ലെറ്റ് us look at it. ബിഫോർ ദാറ്റ് ഞാൻ ഇത്രയും ഡ്രോയിങ്സ് വരയ്ക്കും ഈ ഫുൾ പേജിൽ. ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, സോ ലെറ്റ് us start this activity. സോ ഇവിടെ കൊടുത്തേക്കുന്നത് put some sugar in your mouth, how does it taste? ഷുഗർ ഇച്ചിട്ട് പഞ്ചസാര എടുത്തിട്ട് വായിലോട്ട് ഇടണം. അതെങ്ങനെയായിരിക്കും ടേസ്റ്റ് ചെയ്യുന്നത്? ഒബ്വിയസ്ലി സ്വീറ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഫിംഗേഴ്സ് എടുത്തിട്ട് നോസ് അടച്ചു പിടിക്കണം. ഓക്കെ, നോസ് അടച്ചു പിടിച്ച് കഴിഞ്ഞിട്ട് ഷുഗർ പിന്നെയും തിന്നണം. നൗ ഈ ടേസ്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, സോ ഇത് ചെക്ക് ചെയ്താൽ യു വിൽ ഫൈൻഡ് ദാറ്റ് നമ്മൾ മൂക്ക് തുറന്നിട്ട് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോഴും മൂക്ക് അടച്ചിട്ട് എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് ഡിഫറൻസ്. ബിക്കോസ് മൂക്ക് അടച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്താൽ നമുക്ക് അത്രയും എഫക്റ്റീവായിട്ട് അതിൻ്റെ ടേസ്റ്റ് വരത്തില്ല. ബട്ട് ഷുഗർ ഇസ് ഒത്തിരി സ്വീറ്റ് ആണ് ഷുഗർ. ദാറ്റ്സ് വൈ നമ്മുടെ മൗത്തിൽ നമുക്കൊരു സ്വീറ്റ്നെസ് തോന്നും. ബട്ട് ദെൻ നമുക്ക് എത്ര സ്വീറ്റ്നെസ് ഉണ്ട് അത്രയും നമുക്ക് ഫീൽ ആകത്തില്ല. ഓക്കെ, വൈ ഇസ് ഇറ്റ് സോ എന്ന് ചോദിച്ചാൽ ബിക്കോസ് നമ്മുടെ ഓൾഫാക്ടറി റിസെപ്റ്റർ ആൻഡ് ഗസ്റ്റേറ്ററി റിസെപ്റ്റർ രണ്ടും കൂട്ടത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദേ ബോത്ത് വർക്ക് ടുഗെദർ. സോ ദാറ്റ് ഈസ് വൈ നമ്മൾ മൂക്ക് അടച്ചാൽ നമുക്ക് ടേസ്റ്റ് ഇച്ചിരി കുറവായിരിക്കും കിട്ടുന്നത്. നൗ ലെറ്റ് us come to the next thing. What happens in reflex actions? So this reflex action is a new term for us. ഇതൊരു പുതിയ ടേം ആണ്. So let us understand what this is. Okay, സോ റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മളൊന്നും ഓർക്കത്തില്ല. അതൊരു സഡൻ ആക്ഷൻ. ഓക്കെ, ഇറ്റ് ഇസ് എ സഡൻ ആക്ഷൻ. നമ്മുടെ അടുത്ത് എന്തെങ്കിലും സംഭവിച്ചു, അപ്പോൾ നമ്മുടെ ഒരു സഡൻ ആക്ഷൻ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു ചൂട് പൊള്ളുന്ന സാധനം നമ്മൾ ടച്ച് ചെയ്തു. സോ നമ്മളൊന്നും ഓർക്കാതെ അറിയാതെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈ മാറ്റും. ഓക്കെ, നമ്മൾ ഓർക്കത്തില്ല കൈ മാറ്റണോ വേണ്ടയോ, അതൊന്നും നമ്മൾ ഓർക്കത്തില്ല, പെട്ടെന്ന് അത് മാറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് റിഫ്ലെക്സ് ആക്ഷൻ ഈസ്. ഓക്കെ, സോ റിഫ്ലെക്സ് ആക്ഷനിൽ നമ്മളൊന്നും ഓർക്കത്തില്ല, നമ്മൾ സഡൻ ഒരു റിയാക്ഷനാണ് കൊടുക്കുന്നത് നമ്മുടെ എൻവയറമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങൾക്ക്. ഓക്കെ, സോ ഹിയർ ആർ സം എക്സാമ്പിൾസ്. ഐ ജംപ്ഡ് ഔട്ട് ഓഫ് ദ വേ ഓഫ് ദ ബസ് റിഫ്ലെക്സ്ലി. ഇപ്പോൾ ഒരു ബസ് വരുവാന്നോർത്തോ, ഇവിടെ നിങ്ങൾ നിൽക്കുവാന്നോർത്തോ, ഈ ബസ് വരുന്നത് കാണുമ്പോഴേ നിങ്ങൾ എന്താ ഇങ്ങോട്ട് ജമ്പ് ചെയ്യും. സോ അത് നിങ്ങൾ ഓർക്കത്തില്ല ജമ്പ് ചെയ്യണോ വേണ്ടിയോ, അതൊന്നും ഓർക്കത്തില്ല. യു വിൽ സ്ട്രേറ്റ് അപ്പ് ജംപ് ടു അതർ സൈഡ്. ഓക്കെ, സോ അത് നിങ്ങൾ എന്തോ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണ് അവിടെ നിങ്ങൾ കൊടുക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് ഇസ് ഫ്ലെയിം. ഒരു തീ കത്തുമോ, നിങ്ങളുടെ കൈ നിങ്ങൾ പെട്ടെന്ന് ഇട്ടു, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആ കൈ മാറ്റും. സോ ദാറ്റ് ഈസ് റിഫ്ലെക്സ് ആക്ഷൻ. ഓക്കെ, ആൻഡ് ദെൻ എന്തെങ്കിലും കാണുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം വരും, നമ്മൾ ഓർക്കത്തില്ല വെള്ളം വരണോ വേണ്ടയോ, അങ്ങനെ നമ്മൾ ഓർക്കത്തില്ല. It will be automatic. നമ്മുടെ ബോഡിയിൽ അത് ഓട്ടോമാറ്റിക്കലി നടക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഫ്ലെക്സ് ആക്ഷൻ. So that is what is written. We do something without thinking about it or without feeling in control of our action. നമ്മൾ എന്തെങ്കിലും ചെയ്യുക, ബട്ട് നമ്മൾ അതിനെക്കുറിച്ച് അത്ര ഓർത്തില്ല, ബട്ട് ദാറ്റ് ഈസ് ആ റിയാക്ഷൻ. ഓക്കെ, പെട്ടെന്ന് നമുക്ക് ചിരി വന്നു, നമ്മൾ നിൽക്കത്തില്ല. സോ ചിരി നമ്മൾ സീരിയസ് മൂമെൻറ്റ്സിലും ചെയ്യാറുണ്ട്. സോ വി കാൺ ടേക്ക് ദാറ്റ് എക്സാമ്പിൾ. ബട്ട് ഇപ്പോൾ പൊള്ളുക, കൈ മാറ്റി, അതൊക്കെ നമ്മുടെ ഒരു സഡൻ റിയാക്ഷനാണ്. റൈറ്റ്, നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കത്തില്ല. സോ ദാറ്റ് ഈസ് വാട്ട് വി ഡു സംതിങ് വിതൗട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ്. നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കത്തില്ല, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഫീൽ ചെയ്യത്തില്ല. നമ്മുടെ കൺട്രോളിൻ്റെ അകത്തല്ല ആ റിയാക്ഷൻസ് നമ്മുടെ ബോഡിൻ്റെ അകത്തുനിന്ന് വരുന്നത്. സോ ദോസ് റിയാക്ഷൻസ് ആർ നോൺ ആസ് വാട്ട് റിഫ്ലെക്സ് റിയാക്ഷൻസ്. ഓക്കെ, സോ വി നോ ദാറ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് വിതൗട്ട് തിങ്കിങ്, നമ്മളൊന്നും ഓർക്കാതാണ് ആ റിയാക്ഷൻ ചെയ്യുന്നത്. സോ വി നോ ദാറ്റ് ഇതിൽ ബ്രെയിൻ ഇൻവോൾവ് അല്ല. ഈ റിഫ്ലെക്സ് ആക്ഷൻസിൽ എന്തുവാ ബ്രെയിൻ ഇൻവോൾവ് അല്ല. ബ്രെയിൻ
is not involved in these type of actions. Then എന്തുവാ involved? Let us see. So if brain involved അല്ല, then one thing is involved. എന്തുവാ involved? Spinal cord. Okay, if brain is not involved, spinal cord is involved. അതെങ്ങനെയാ? Let us see. So what happens is, ഇപ്പം just imagine that നമ്മളിപ്പം ഒരു ചൂട് സാധനത്തിനെ ടച്ച് ചെയ്തു, അത് നമ്മുടെ മസിൽസ് അല്ലേ, നമ്മുടെ മസിൽസ് ആൻഡ് സ്കിൻ അതിനെ ടച്ച് ചെയ്യുന്നത്, റൈറ്റ്? സോ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഒരു നെർവ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ നെർവ്സ് ഉണ്ട്. സോ ഈ ഹീറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന നെർവ്സ് ഇല്ലേ, ആ നെർവ്സും നമ്മുടെ മസിൽസിനെ മൂവ് ചെയ്യുന്ന നെർവ്സ് ഇല്ലേ, ആ രണ്ട് നെർവ്സും രണ്ടും കണക്റ്റഡ് ആയിരുന്നെങ്കിൽ ഈ ഒരു റിയാക്ഷൻ നമ്മൾ പെട്ടെന്ന് കൈമാറ്റും. ബിക്കോസ് ഹീറ്റിനെ ഡിറ്റക്ട് ചെയ്തു നമ്മുടെ മസിലും ഡിറ്റക്ട് ചെയ്യുന്ന നെർവ്സും രണ്ടും എന്തോ കണക്റ്റഡ് ആണ്, റൈറ്റ്? സോ ഹീറ്റിനെ എത്രയും പെട്ടെന്ന് നമ്മൾ ടച്ച് ചെയ്തു, അപ്പോഴേ നമ്മുടെ മസിൽസ് പെട്ടെന്ന് മൂവ് ആവും. ബിക്കോസ് മസിൽസ് മൂവ് ചെയ്യുന്ന നെർവും ഈ ഹീറ്റ് ഡിറ്റക്ട് ചെയ്യുന്ന നെർവും രണ്ടും കണക്റ്റഡ് ആണ്, റൈറ്റ്? സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. ഓക്കെ, സോ ഇങ്ങനെ കണക്ഷൻ ഉണ്ടെങ്കിൽ എന്തുവാ, നമ്മുടെ ഈ റിയാക്ഷൻ കംപ്ലീറ്റഡ് ക്വിക്ലി, പെട്ടെന്ന് ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ആവും, റൈറ്റ്? ബട്ട് ദെൻ ജസ്റ്റ് ഇമാജിൻ നമ്മുടെ ഇതൊന്നും കണക്റ്റഡ് അല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒന്ന് ടച്ച് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഇൻഫർമേഷൻ ബ്രെയിനിലെത്തി കഴിഞ്ഞിട്ട് നമ്മുടെ മസിൽസ് എത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിയാക്ട് ചെയ്തു, അപ്പം വരെ നമ്മുടെ ഫുൾ കൈ കത്തിപ്പോവും, റൈറ്റ്? സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. ഇഫ് ദീസ് ടു നെർവ്സ് ആർ കണക്റ്റഡ്, ഈ രണ്ട് നെർവ്സും കണക്റ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ക്വൈറ്റ് സിംപ്ലർ. ഓക്കെ, സോ ഈ കണക്ഷൻ അല്ലേ ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ കാണിച്ച പോലെ ഈ കണക്ഷൻസിനെ നമ്മൾ എന്തോ പറയുന്നത് റിഫ്ലെക്സ് ആർക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ കണക്റ്റഡ് ആണെങ്കിൽ വൺ മോർ തിങ് ഇസ് ദാറ്റ് ഹീറ്റിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്ന നെർവ്സും അവിടെ ഉണ്ട്. സോ നമ്മൾ ഡിറ്റക്റ്റും ചെയ്തു, നമ്മുടെ മസിൽസ് ആ ഹീറ്റിനോട് റെസ്പോണ്ടും ചെയ്തു. സോ ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോണ്ടിങ്, ഓക്കെ, രണ്ടും പെട്ടെന്ന് കഴിയും. സോ ഈ ഒരു കണക്ഷനെ നമ്മൾ പിന്നെ ഞാൻ പറയാം റിഫ്ലെക്സ് ആർക്ക് എന്നാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഓക്കെ, നൗ ഓക്കെ, here it is written, nerves from all over the body meet in a bundle in the spinal cord. Okay, what does it mean? Let us see. So ഇവിടെ ഞാൻ നിങ്ങളോട് എന്തായിരുന്നു ഇമാജിൻ ചെയ്യാൻ പറഞ്ഞത്, ദാറ്റ് ഇപ്പം ജസ്റ്റ് ഇമാജിൻ ദാറ്റ് nerve cells which detect ചെയ്യുന്ന nerve cellsഉം പിന്നെ റെസ്പോണ്ട് ചെയ്യുന്ന nerve cellsഉം, ഓക്കെ, റെസ്പോണ്ട് ചെയ്യുന്ന nerve cellsഉം രണ്ടും കണക്റ്റഡ് ആയിരുന്നു ഓർത്തോ. ദെൻ ആ റിയാക്ഷൻ ഒത്തിരി ക്വിക്ലി നടക്കും, റൈറ്റ്? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സോ ദിസ് റിയാക്ഷൻ ഇത് എവിടെ ആയിരിക്കും കണക്റ്റഡ്? ഇത് കണക്റ്റഡ് ആയിരിക്കും നമ്മുടെ സ്പൈനൽ കോർഡിൽ. ഓക്കെ, ദീസ് നെർവ്സ്, ഈ ഹോൾ നെർവ്സ്, ഈ എല്ലാ നെർവ്സും എവിടെ ആയിരിക്കും കണക്റ്റഡ്? നമ്മുടെ സ്പൈനൽ കോർഡിലായിരിക്കും കണക്റ്റഡ്. ഗോട്ട് ഇറ്റ്? സോ ഫോർ മോർ ക്ലാരിറ്റി ലെറ്റ് മീ ടെൽ യു. ഫോർ എക്സാമ്പിൾ ഇത് നമ്മുടെ ബോഡി ആണ് ഓർത്തോ. ഓക്കെ, sorry for the big ugly drawing. So ഇത് നമ്മുടെ ബോഡിയാണ്, റൈറ്റ്? സോ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ഇത് നമ്മുടെ സ്പൈനൽ കോഡ്, റൈറ്റ്? ഇത് നമ്മുടെ സ്പൈനൽ കോഡാണ്. സോ ഈ സ്പൈനൽ കോഡ് എന്തുവാ? ബണ്ടില ഓഫ് നെർവ് സെൽസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ കാലിൽ നിന്നും നമ്മുടെ മുഖത്തു നിന്നും എല്ലാം നമ്മുടെ ഈ ഡിറ്റക്ഷനും റെസ്പോണ്ടൻസും ചെയ്യുന്ന നെർവ്സ് എവിടെ? ഈ സ്പൈനൽ കോഡിലാണ് കണക്റ്റഡ്. ഓക്കെ, ഗോട്ട് ഇറ്റ്? ഈ എല്ലാ നെർവ്സും നമ്മുടെ സ്പൈനൽ കോഡിലാണ് കണക്റ്റഡ്. നമ്മുടെ ഈ ബാക്ക് നിങ്ങൾ സ്ട്രെച്ച്, ഇപ്പം ഒരു ലോങ് ഒരു ബോൺ ഉണ്ട് നമ്മുടെ ബാക്കിൽ. ഡു യു നോ ദാറ്റ്? യാ. സോ ഇഫ് യു ഡോ നോട്ട് നോ, ഐ വിൽ ജസ്റ്റ് അറ്റാച്ച് എ പിക്ചർ ഹിയർ. ഇറ്റ്സ് ഓക്കെ. സോ ആ ഒരു ബോണില്ലേ, അതിനാണ് നമ്മൾ സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ സ്പൈനൽ കോഡിലാണ് ഈ എല്ലാ നെർവ്സും കണക്ട്, നമ്മുടെ ബോഡിയിൽ നിന്നുള്ള എല്ലാ നെർവ്സും ആ ഒരു സ്പൈനൽ കോഡിലാണ് ഗ്യാദർ ആകുന്നത്. ഓക്കെ, ഗോട്ട് ഇറ്റ്? സോ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ് റിട്ടൻ ഹിയർ. നെർവ്സ് ഫ്രം ഓൾ ഓവർ ദ ബോഡി മീറ്റ് ഇൻ ദ ബണ്ടിൽ ഇൻ ദ സ്പൈനൽ കോഡ് ഓൺ ദ വേ ടു ദ ബ്രെയിൻ. സോ ദാറ്റ് ഇസ് വാട്ട്, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ നെർവ്സും നമ്മുടെ സ്പൈനൽ കോഡിൽ വന്നാണ് മീറ്റ് ചെയ്യുന്നത്, അവർ ഗ്യാദർ ആകും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് അത് ബ്രെയിനിലോട്ട് പോകുന്നത്. ഗോട്ട് ഇറ്റ്? സോ ത്രൂ ദ സ്പൈനൽ കോഡ്, ഈ സ്പൈനൽ കോഡിൻ്റെ ത്രൂ ആണ് അത് ഇവിടെ ബ്രെയിനിലോട്ട് എത്തും. ഓക്കെ, ബ്രെയിനിലോട്ട് എവിടുന്ന സ്പൈനൽ കോഡിൽ നിന്നാണ് ഇത് ബ്രെയിനിലോട്ട് എത്തുന്നത്. ഗോട്ട് ഇറ്റ്? So reflex arcs are formed in the spinal cord itself, although the information input also reaches. Reflex arc നമ്മുടെ ഇവിടെ തന്നെ അത് ഉണ്ടാകും, നമ്മുടെ റെസ്പോണ്ടൻസും ഇത് ഈ സ്പൈനൽ കോഡിൽ എത്തുമ്പോഴേ അത് ഉണ്ടാകാറുണ്ട്. ബട്ട് ദെൻ ആ ഒരു ഇൻഫർമേഷൻ ബ്രെയിനിലോട്ടും പോകാറുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈ സ്പൈനൽ കോഡിൽ വന്ന് തന്നെ അത് എൻഡായി. നോ, അത് ബ്രെയിനിലോട്ടും പോകാറുണ്ട്. ബട്ട് ദെൻ സ്പൈനൽ കോഡിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. സോ അത് നല്ലതായിട്ട് മനസ്സിലാകാൻ നമുക്ക് ഇവിടെ ഒരു റിഫ്ലെക്സ് ആർക്കിൻ്റെ ഡയഗ്രാം ഉണ്ട്. ഇറ്റ് ഇസ് റിയലി നൈസ് ഡയഗ്രാം. സോ ത്രൂ ദിസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ബെറ്റർ. So now what happens is that ഇവിടെ നമ്മളൊരു ഹോട്ട് പാത്രത്തിനെ ടച്ച് ചെയ്തെന്ന് ഓർത്തോ. സോ ആ സ്കിൻ ഫീൽസ് ഇറ്റ്, റൈറ്റ്? സ്കിന്നിൽ എന്തോ ഉള്ളത് നമ്മുടെ റിസെപ്റ്റേഴ്സ് പ്രസൻറ്റ്. സോ ഈ റിസെപ്റ്റേഴ്സ് നമ്മുടെ സ്കിന്നിൽ ഹീറ്റ് വരുന്നതും കോൺടാക്റ്റിലാകുന്നതും ഫീൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ എന്തുണ്ടാകും എന്നറിയോ? ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാകും. ഇവിടെ തന്നെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാകും. ഗോട്ട് ഇറ്റ്? ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അത് ന്യൂറോൺസിൻ്റെ ത്രൂ തന്നെ ഇങ്ങനെ പോയി എവിടെ എത്തും? ഇപ്പം ലെറ്റ് മീ ടെൽ യു വൺ മോർ തിങ് ദാറ്റ് ഇത് ടച്ച് ചെയ്തിട്ട് ഇവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫോം ആവും. അത് കഴിഞ്ഞിട്ട് ഈ ന്യൂറോൺസിൻ്റെ ത്രൂ ആണ് അത് പോകുന്നത്. നമ്മൾ പറഞ്ഞാൽ നെർവ് സെൽസ്, റൈറ്റ്? അതിൻ്റെ ത്രൂ ആണ് അത് പോകുന്നത്. ആൻഡ് ഈ കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ട് ഇൻഫർമേഷൻ അയക്കുന്ന ന്യൂറോൺസ് ഓർ നെർവ് സെൽസിനെ നമ്മൾ എന്തോ പറയുന്നത്? സെൻസറി ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. ഗോട്ട് ഇറ്റ്? നൗ ഈ ഇൻഫർമേഷൻ ട്രാവൽ ചെയ്ത് ഇവിടെ ഇടയ്ക്കില്ലേ, ഈ ഇടയ്ക്ക് ഒരു റിലേ ന്യൂറോൺ എന്ന് പറഞ്ഞൊരു ന്യൂറോൺ എത്തും. ഓക്കെ, അതെന്തുവാ? അത് കഴിഞ്ഞിട്ട് ആ ഇൻഫർമേഷനെ എങ്ങോട്ട് ട്രാവൽ ചെയ്യിപ്പിക്കും? മോട്ടർ ന്യൂറോണിലോട്ട് ട്രാവൽ ചെയ്യിപ്പിക്കും. ഓക്കെ, സോ ഈ ന്യൂറോൺ എന്തുവാന്ന് അറിയാം? ഈ മോട്ടർ ന്യൂറോൺ എന്ന് വെച്ചാൽ ദിസ് ഇസ് ദാറ്റ്, ഇത് ആ ന്യൂറോണാ വിച്ച് മേക്സ് ദ മസിലിനെ മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ മോട്ടർ ന്യൂറോണിലോട്ട് ഇൻഫർമേഷൻ എത്തണം. ഓക്കെ, സോ ഈ മോട്ടർ ന്യൂറോണിലോട്ട് ഇൻഫർമേഷൻ എത്തും. എന്നിട്ട് സോ അത് കഴിഞ്ഞിട്ട് അത് എവിടെ എത്തും? നമ്മുടെ മസിൽസിലോട്ട് എത്തും ആ ഇൻഫർമേഷൻ മോട്ടർ ന്യൂറോൺസിൻ്റെ ത്രൂ. അത് കഴിഞ്ഞിട്ട് സെയിം അത് തന്നെ
യു ക്യാൻ സീ ഹിയർ എഫക്റ്റർ മസിൽ ആൻഡ് ആം. എഫക്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ആംസിൽ മസിൽസിന്. സോ അവിടുത്തെ ഇൻഫർമേഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മസിൽസിനെ അവിടുന്ന് ആ പാത്രത്തിൽ നിന്ന് ദൂരോട്ട് കൊണ്ടുപോകും, പുറകോട്ട് കൊണ്ടുപോകും. ഓക്കെ. ആൻഡ് ഓൾസോ ഈ ഇൻഫർമേഷൻ, ഈ ഹീറ്റും പെയിനും നമ്മുടെ ഈ സ്കിൻ റിസെപ്റ്റേഴ്സിൽ എത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലോട്ട് പോകും. മെസ്സേജ് ടു ബ്രെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ബ്രെയിനിലോട്ട് പോകും. അതെന്തിനാണ് ബ്രെയിനിലോട്ട് പോകുന്നത്? ബിക്കോസ് ബ്രെയിൻ എന്തുവാ ചെയ്യുന്നതെന്ന് അറിയാം, ആ ഒരു ഇൻഫർമേഷനെ ലേൺ ചെയ്യും. ആ ഒരു ഇൻഫർമേഷനെ അത് ലേൺ ചെയ്തിട്ട് അതിൻ്റെ മെമ്മറിയിൽ, ബ്രെയിനിൻ്റെ മെമ്മറിയിൽ അത് സേവ് ആക്കി വെക്കും. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ എക്സാം. ദിൽ ആസ്ക് യു ബ്രെയിനിൻ്റെ എന്തോ വർക്ക്. ഇഫ് സ്പൈനൽ കോഡിൽ നിന്നാണ് നമുക്ക് റിയാക്ഷൻ കൊടുക്കുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ, ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ബ്രെയിൻ? ബ്രെയിനിൻ്റെ ഒരു യൂസും ഇല്ല ദെൻ. ബട്ട് ഇറ്റ് ഇസ് റോങ് ബിക്കോസ് ബ്രെയിൻ എന്തോ ചെയ്യുന്നത്, ആ ഒരു റിയാക്ഷൻ, ആ ഒരു പെയിനിനെ അത് ലേൺ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ മെമ്മറിയിൽ അത് വെക്കും. സോ ദാറ്റ് നെക്സ്റ്റ് ടൈം നിങ്ങളൊരു ചൂട് പാത്രത്തിനെ കണ്ടാൽ അതിനെ ടച്ച് ചെയ്തില്ല, ബിക്കോസ് നിങ്ങളുടെ ബ്രെയിൻ അറിയാം ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ് ഫോർ യുവർ സ്കിൻ. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സോ ഒന്നുകൂടെ ഞാൻ ഒന്ന് റിവൈസ് ചെയ്യിപ്പിക്കാമെന്ന് ഓർക്കുക, ബിക്കോസ് മേ ബി യു ഓൾ ആർ എ ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസ്. സോ നമ്മൾ ഇവിടെ എന്താ, ഇവിടെ ഒരു പാത്രത്തിനെ ടച്ച് ചെയ്തു, ആൻഡ് ദെൻ ഇവിടെ എന്താ റിസെപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിൽ, അതിനെ ഫീൽ ചെയ്തു. എന്നിട്ട് ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ സെൻസറി ന്യൂറോൺസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ സെൻസ് ഓർഗൻസിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന നമ്മുടെ നെർവ് സെൽസിനെ നമ്മൾ സെൻസറി ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. അവിടുന്ന് ഇൻഫർമേഷൻ പോയി കഴിഞ്ഞതെല്ലാം സ്പൈനൽ കോഡിൽ സ്പൈനൽ കോഡിൽ സബ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് ആ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലോട്ടും പോയി. ബട്ട് ദെൻ സ്പൈനൽ കോഡിൽ നിന്ന് ആ ഇൻഫർമേഷൻ മോട്ടോർ ന്യൂറോൺസിലോട്ട് എത്തി. ഓക്കെ. സോ സ്പൈനൽ കോഡിൽ നിന്ന് ആ ഇൻഫർമേഷൻ റിലേ ന്യൂറോൺ എന്നൊരു സ്ഥലമുണ്ട്, അവിടെ എത്തിയിട്ട് അത് മോട്ടോർ ന്യൂറോൺസിലോട്ട് കൺവേർട്ട് ആവും. എന്നിട്ട് മോട്ടോർ ന്യൂറോൺസിൽ നിന്ന് അതെന്തോ എഫക്റ്റർ മസിൽ ഇൻ ആംസിൽ നമ്മുടെ മസിലിലോട്ട് ആ ഇൻഫർമേഷൻ എത്തിയിട്ട് എഫക്റ്ററിൽ എത്തുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കൈനെ മാറ്റും. ഓക്കെ. ഓൾ ദീസ് തിങ്സ് സ്ലോലി അല്ല ഇത് ഹാപ്പൻ ആകുന്നത്, ഒത്തിരി സ്പീഡിലാണ് ഇതൊക്കെ ആക്കുന്നത്. ഓക്കെ. സോ ഈ ഒരു ഹോൾ പ്രോസസ്സില്ലേ, ഈ ഒരു ഹോൾ തിങ് വിച്ച് ഇസ് ഹാപ്പനിങ് ഹിയർ, അതിന് തന്നെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർട്ട് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഓൾസോ ബ്രെയിനിൻ്റെ വർക്ക് എന്തോ ലേൺ ചെയ്യും. ആ ഒരു പാഠം പഠിക്കത്തില്ല നമ്മൾ, സോ ദാറ്റ് അടുത്ത പ്രാവശ്യം നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് പിന്നെയും ചെയ്യാതിരിക്കാൻ. സോ ദാറ്റ് ഇസ് വാട്ട് ബ്രെയിൻ ഡസ്. ബ്രെയിനെ അത് ലേൺ ചെയ്യും, അത് മെമ്മറിയിൽ അതിനെ സേവ് ചെയ്യും ആ ഒരു ഇൻസിഡൻറ്റിനെ, സോ ദാറ്റ് നെക്സ്റ്റ് ടൈം നമ്മളൊരു ചൂട് പാത്രം കാണുമ്പോൾ അതിൽ നമ്മൾ ടച്ച് ചെയ്തില്ല. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. So in exam they can ask you ഈ റിഫ്ലെക്സ് ആർക്കിൻ്റെ ഒരു ഡെഫിനേഷൻ തരാം. സോ വാട്ട് വിൽ യു റൈറ്റ്? ഐ റൈറ്റ് ദ ഡെഫിനേഷൻ ഹിയർ. ഓക്കെ. ഇവിടെ ഞാൻ ഡെഫിനേഷൻ എഴുതാം. So you can see here what is reflex arc. Reflex arc is a connection between what our sensory neuron and also our motor neuron. Motor neuron and sensory neuron രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു കണക്ഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ആർ സെൻസറി ന്യൂറോൺ. ഇവിടെ നമ്മൾ ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോണ്ടൻസിനെയാണ് കുറിച്ച് പഠിക്കുന്നത്. സോ സെൻസറി ന്യൂറോൺ അതിനെ ഡിറ്റക്ട് ചെയ്യും, മോട്ടോർ ന്യൂറോൺ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ആൻഡ് ദെൻ reflex arcs have been evolved in animals because the thinking process of the brain is not fast enough. So obviously നമ്മുടെ ബ്രെയിനിൻ്റെ തിങ്കിങ് പ്രോസസ്സ് അത്രയ്ക്ക് സ്മാർട്ട് അല്ല, അത്രയ്ക്ക് ഫാസ്റ്റ് അല്ല. ദാറ്റ്സ് വൈ നമ്മുടെ ബോഡിയിൽ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഡെവലപ്പ് ആയിട്ടുണ്ട്. ബിക്കോസ് പെട്ടെന്നായിരിക്കണം നമ്മുടെ റെസ്പോണ്ടൻസ്. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചാൽ നമ്മുടെ റെസ്പോണ്ടൻസ് അതിൻ്റെ റിലേറ്റീവ്ലി പെട്ടെന്നായിരിക്കണം. ദാറ്റ്സ് വൈ നമ്മുടെ ബോഡിയിൽ എന്തുവാ റിഫ്ലെക്സ് ആർക്സ് ഉണ്ട്. ഓക്കെ. റിഫ്ലെക്സ് ആർക്സ് എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ സ്പൈനൽ കോഡിൽ എത്തിയിട്ട് നമ്മൾ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക, ആ ഒരു റിയാക്ഷൻ, ആ ഒരു റെസ്പോണ്ടൻസ്, ദാറ്റ് ഇസ് റിഫ്ലെക്സ് ആർക്ക്. ഓക്കെ. ബ്രെയിനിലോട്ട് ഇൻഫർമേഷൻ ചെല്ലുന്നതും എടുക്കുന്നതും അത് ഇച്ചിരി സ്ലോ പ്രോസസ്സാണ്. റിഫ്ലെക്സ് ആർക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ ഫാസ്റ്റർ പ്രോസസ്. സോ ദാറ്റ് ഇസ് ഇറ്റ്. നൗ ഇൻ എക്സാം മേ ബി നിങ്ങളോട് ഇത് ഒരു ഡയഗ്രാം ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇതിൽ ഏത് എന്തുവാണ് ലൊക്കേറ്റ് ചെയ്യുക, പേരെഴുതുക. ദെൻ യു ഹാവ് ടു മെമ്മറൈസ് ദിസ് ഹോൾ ഡയഗ്രാം ആൻഡ് ദെൻ ഗോ ഫോർ യുവർ എക്സാംസ്. ഓക്കെ. ഓൾസോ ഇതിൻ്റെ ഫംഗ്ഷൻസും ചോദിക്കാൻ ചാൻസസ് ഉണ്ട്. ഓർ CNS എന്ന് കൊടുത്തിട്ടുണ്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇതിനെക്കുറിച്ച് ഇൻ ഫോർ ദ വീഡിയോ വിൽ ലേൺ. സോ യാ. സോ ഇവിടെ ഒരു സ്റ്റിമുലസിൻ്റെ എക്സാമ്പിൾ. സ്റ്റിമുലസ് എന്തുവാ? സ്റ്റിമുലസ് മീൻസ് എൻവയറമെൻറ്റിൽ ഒരു സഡൻ ചേഞ്ച്. ഓക്കെ. ചേഞ്ച് ഇൻ ആർ എൻവയറമെൻറ്റ് ഇസ് നോൺ ആസ് സ്റ്റിമുലസ്. സോ സ്റ്റിമുലസ് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് നമ്മുടെ അടുത്ത് സംഭവിച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിനെ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ അങ്ങനത്തെ ഒരു എക്സാമ്പിൾ അത് നിൽക്കുന്നത്. ദാറ്റ് ഒരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങളുടെ കണ്ണിലോട്ട് ഫോക്കസ് ചെയ്തു, ആരെങ്കിലും നിങ്ങളുടെ കണ്ണിലോട്ട് ഫോക്കസ് ചെയ്യുന്നു കേട്ടോ. ദെൻ വാട്ട് വിൽ ബി യുവർ റെസ്പോണ്ട് ടു ഇറ്റ്? നിങ്ങളുടെ റെസ്പോണ്ട് എന്തായിരിക്കും അതിനെക്കുറിച്ച്, അതിൻ്റെ കമ്പയർ ടു. ഓക്കെ. സോ വാട്ട് വിൽ യു റൈറ്റ്? സോ ദിസ് ഈസ് ഓൾസോ ഒരു റിഫ്ലെക്സ് ആക്ഷൻ ആണിത്. ബിക്കോസ് നിങ്ങളുടെ കണ്ണിലോട്ട് ഒരു ലൈറ്റ് ആരെങ്കിലും അടിച്ചാൽ നിങ്ങൾ ആദ്യം ഓർക്കത്തില്ല, നിങ്ങൾക്ക് അടയ്ക്കണോ, കണ്ണ് വേണ്ടയോ, തുറന്ന് വെക്കണോ, അത് നിങ്ങൾ ഓർക്കത്തില്ല. യു വിൽ ഓൾ ഓഫ് എ സഡൻ നിങ്ങൾ പെട്ടെന്ന് കണ്ണടയ്ക്കും. സോ ഇറ്റ് ഇസ് എ റിഫ്ലെക്സ് ആക്ഷൻ, റൈറ്റ്? നിങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല, ഇറ്റ്സ് ജസ്റ്റ് റെസ്പോണ്ട് ടു ദ സ്റ്റിമുലസ് ഹാപ്പനിങ്. ഓക്കെ. സോ ദിസ് ഈസ് എ റിഫ്ലെക്സ് ആക്ഷൻ, റൈറ്റ്? ആൻഡ് ദെൻ വി ഹാവ് ടു റൈറ്റ് ദ സീക്വൻസ് ഓഫ് ഈവൻസ്. എന്തൊക്കെ ഈവൻസ് ഇത് നടന്നു അതിൻ്റെ സീക്വൻസ് നമുക്ക് എഴുതാം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ കണ്ണിലോട്ട് ഈ ബ്രൈറ്റ് ലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ എന്തോ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ കണ്ണിൽ എന്തോ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ട്, അത് ബ്രൈറ്റ് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്യും. എന്നിട്ട് ആ ബ്രൈറ്റ് ലൈറ്റിനെ ആ ഫോട്ടോ റിസെപ്റ്റേഴ്സ് എന്തോ നമ്മുടെ സെൻസറി ന്യൂറോൺസിലോട്ട് അയക്കും. ഇവിടെ ഉണ്ടായിരുന്നല്ലോ സെൻസറി ന്യൂറോൺസ്, ഇത് സെൻസറി ന്യൂറോൺസിലോട്ട് അയക്കും. അതിനെ സെൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതെന്തോ സ്പൈനൽ കോഡിലോട്ട് ആ ഇൻഫർമേഷൻ വിടും, റൈറ്റ്? സ്പൈനൽ കോഡിലോട്ടും വിടും, ബ്രെയിനിലോട്ടും വിടും. ബട്ട് ബ്രെയിനിലോട്ട് പിന്നെയാണ് വിടുന്നത്. ഫസ്റ്റ് അത് സ്പൈനൽ കോഡിലോട്ട് വിടും. സ്പൈനൽ കോഡിൽ റിലേ ന്യൂറോൺ എന്ന് പറഞ്ഞൊരു സാധനം പ്രസൻറ്റ് ആണ്. ആ സാധനം അതിനെ എന്താ പറയുന്നത്, നമ്മുടെ സെൻസറി ന്യൂറോൺസിനെ മോട്ടോർ ന്യൂറോൺസിലോട്ട് കണക്ട് ചെയ്യും. മോട്ടോർ ന്യൂറോൺസിലോട്ട് അതെത്തുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഈ മസിൽസിലോട്ട് ആ മോട്ടോർ ന്യൂറോൺസ് എഫക്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണ് പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്ത് നമ്മൾ അടയ്ക്കും. ഓക്കെ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. സോ ഐ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ ഹിയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫോട്ടോ
receptors in eyes, right? And then ഇത് ഐസിന്ന് പോയിട്ട് എവിടെ എത്തും? സെൻസറി ന്യൂറോൺസിലോട്ട് എത്തും, റൈറ്റ്? ആൻഡ് ദെൻ ഇത് എവിടെ എത്തും? സെൻസറി ന്യൂറോൺസിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട് ഇത് സ്പൈനൽ കോഡിലോട്ട് എത്തും, സ്പൈനൽ കോഡ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വെയർ ഇറ്റ് റീച്ച് മോട്ടോർ ന്യൂറോൺ. അവിടെ റിലേ ന്യൂറോൺ ഉണ്ടായിരിക്കും, അത് അതിനെ കണക്ട് ചെയ്യും ടു മോട്ടോർ ന്യൂറോൺ, റൈറ്റ്? ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? മസിൽ റെസ്പോൺസ്, റൈറ്റ്? ഇതാണ് സംഭവിക്കുന്നത്, റൈറ്റ്? സോ ദിസ് ഹോൾ തിങ് യു ക്യാൻ copy it down if you want. This is what happens. Got it? So what happened? നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കണ്ണിൽ പ്രസന്റ് ഉണ്ട്, അത് പെട്ടെന്ന് ഇൻഫർമേഷൻ സെൻസറി ന്യൂറോൺസിലോട്ടായിരിക്കും, ബിക്കോസ് അത് സെൻസ് ചെയ്തു ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലിനെ. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? ദിസ് സെൻസറി ന്യൂറോൺ സ്പൈനൽ കോഡിലെത്തും. സ്പൈനൽ കോഡിൽ നിന്ന് അത് ബ്രെയിനിലോട്ടും ചെല്ലുക മെസ്സേജ്, ബട്ട് ജസ്റ്റ് ആസ് എ വാർണിംഗ്. ഓക്കെ, സോ സ്പൈനൽ കോഡിൽ നിന്ന് അത് മോട്ടോർ ന്യൂറോൺസിലോട്ട് എത്തും, മോട്ടോർ ന്യൂറോൺസിൽ മസിലിലോട്ട് ട്രാവൽ ചെയ്തിട്ട് മസിൽ റെസ്പോൺസ് അവിടെ ഉണ്ടാകും. സോ വി വിൽ ബ്ലിങ്ക് ആർ ഐസ്, നമ്മുടെ ഐസ് നമ്മൾ പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, സോ ദിസ് ഇസ് ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, ഫസ്റ്റ്, സെക്കൻഡ്. സോ ദീസ് ആർ ദ സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് വിച്ച് വിൽ occur. ഓക്കെ, I hope you people understood. If you didn't understand, if you will revise, you will understand it better. Okay, nothing to be scared of. It's really easy. You just have to revise. So I hope you guys copied it. Now I'll rub it. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ച്. ഇറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. സോ ഹ്യൂമൻ ബ്രെയിൻ. സോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ഒരു ടേം പഠിച്ചായിരുന്നു, വിച്ച് ഇസ് CNS. ഓക്കെ, ഈ CNS എന്തായിരുന്നു? ഇറ്റ്സ് ഫുൾ ഫോം സെൻട്രൽ നെർവസ് സിസ്റ്റം. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹ്യൂമൻ ബ്രെയിനും സ്പൈനൽ കോഡും രണ്ടും കൂട്ടി ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമിനെയാണ് നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം, വിച്ച് മീൻസ് CNS. ഓക്കെ, so there are two types of nervous system. First is central nervous system. This central nervous system ഉണ്ട്, and then also peripheral nervous system. Okay, peripheral nervous system ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഓക്കെ, സോ ഈ peripheral nervous system നെ നമ്മൾ PNS എന്നാണ് പറയുന്നത്, and central nervous system നെ നമ്മൾ CNS എന്നാണ് പറയുന്നത്. ഓക്കെ, central nervous system is made up of brain and spinal cord. രണ്ടുപേരുടെയും ഒരു കോൺസ്റ്റിറ്റ്യൂഷനെയാണ് നമ്മൾ central nervous system എന്ന് പറയുന്നത്. ഓക്കെ, and then they receive information from all parts of the body and integrate. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈ CNS എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ നിന്ന് വരുന്ന എല്ലാ ഇൻഫർമേഷനെയും കളക്ട് ചെയ്യും, എന്നിട്ട് അതൊരു ഇൻറ്റിഗ്രേറ്റഡ് പാർട്ടായിട്ട് അതിനെ യൂസ് ചെയ്യും. ഓക്കെ, അത് ഫുള്ള് ഇൻറ്റിഗ്രേറ്റ് ചെയ്യും അത് CNS. ഓക്കെ, അത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് CNS അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ സിഗ്നൽസ് കിട്ടുന്നത്. അതായത് നമുക്ക് കൈപ്പം മാറ്റണം, നമുക്ക് പെട്ടെന്ന് ഇരിക്കണം, നമുക്ക് പെട്ടെന്ന് എണീക്കണം, ഓടണം, പിന്നെ ഇങ്ങനെയൊക്കെ നമുക്ക് സയൻസും ബോഡിയിൽ നിന്ന് നമ്മുടെ ആക്ഷൻസ് ഒക്കെ എങ്ങനെ മൂവ്മെൻറ്റ്സ് എങ്ങനെ നടക്കുന്നത് ബിക്കോസ് ഓഫ് CNS. ഓക്കെ, CNSൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഇൻഫർമേഷൻ ചെല്ലും, സ്കിന്നിൽ നിന്നോ ഏതെങ്കിലും റിസെപ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ചെല്ലുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ സർട്ടൻ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. ഓക്കെ, സോ ഈ ഇൻഫർമേഷൻ നമ്മൾ എത്തിക്കത്തില്ലേ, അതെങ്ങനെയാണ് നമ്മൾ എത്തിക്കുന്നത്? അത് എത്തിക്കാൻ വേണ്ടി നമ്മൾ PNSൻ്റെ യൂസ് ചെയ്യും. ഓക്കെ, PNS എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ട്രാൻസ്ഫർ ദ ഇൻഫർമേഷൻ. ഓക്കെ, സോ ഈ ഒരു പെരിഫറൽ നെർവസ് സിസ്റ്റമിൽ നമുക്ക് രണ്ട് ടൈപ്സിലെ നെർവ്സ് കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ഇസ് ക്രേനിയൽ നെർവ്സ്. Wait a second. Okay, so first is cranial nerves, and then we have spinal nerves. Okay, രണ്ട് ടൈപ്സിലെ nerves ഉണ്ട് peripheral nervous system. First is cranial nerves and second is spinal nerves. Okay, സോ ഈ ക്രേനിയൽ നെർവ്സ് എവിടെ നിന്നാണ്? നമുക്ക് ബ്രെയിൻസിൽ നിന്നാണ് അത് ഇറങ്ങുന്നത്. ഓക്കെ, ദീസ് ക്രേനിയൽ നെർവ്സ് എവിടെ നിന്നാണ് നമുക്ക് ഇറങ്ങി വരുന്നത്? നമ്മുടെ ബ്രെയിൻസിൽ നിന്നാണ് അത് ഇറങ്ങുന്നത്. ഓക്കെ, ആൻഡ് സ്പൈനൽ നെർവ്സ് നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്, ഇറങ്ങി വരുന്നത്. ഓക്കെ, ഈ നെർവ്സ് എന്താ ചെയ്യുന്നത്? ഈ നെർവ്സ് നമ്മുടെ മസിൽസ് വരെ ആ ഇൻഫർമേഷനെ എത്തിക്കും. ഓക്കെ, ദീസ് നെർവ്സ് വിച്ച് മീൻസ് ഈ ക്രേനിയൽ നെർവ്സും ഈ സ്പൈനൽ നെർവ്സും എന്താ ചെയ്യുന്നത്? ഇൻഫർമേഷനെ നമ്മുടെ മസിൽസ് വരെ എത്തിക്കും. നമ്മുടെ മസിൽസിൽ ആയിട്ട് ഒഴിയും ദെയർ ആർ എഫക്റ്റേഴ്സ്. ഓക്കെ, സോ അവിടെ വരെ ഇൻഫർമേഷൻ എത്തുമ്പോഴാണ് നമ്മുടെ മസിൽസിന് ഇൻഫർമേഷൻ കിട്ടുന്നത് ദാറ്റ് നമ്മുടെ മസിൽസ് പെട്ടെന്ന് മൂവ് ചെയ്യണം, മസിൽസിനെ പെട്ടെന്ന് കുടയണം ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ ഇൻ സിമ്പിൾ വേർഡ്സ് ഞാൻ നിങ്ങളോട് മനസ്സിലാക്കി ഞാൻ പറയാം. സോ CNSൻ്റെ പണി എന്തുവാ? സോ CNS is made of B plus S, which is brain plus spinal cord. രണ്ടിനുമാണ് ഈ CNS സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസ്റ്റിറ്റ്യൂട്ട് ആവുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഇതിൻ്റെ പണി എന്തുവാ? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും പ്ലസ് അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. വി കൻ സീ ഹിയർ ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. ഗോട്ട് ഇറ്റ്? സോ നൗ ഫോർ എക്സാമ്പിൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്ക് ഓടണം. ഓക്കെ, ഒരു പട്ടി നമ്മുടെ പുറകെ ഓടുക, അപ്പോൾ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ഓടണം സോ ദാറ്റ് ഇറ്റ് ഡസൻറ്റ് ബൈറ്റ് us. സോ അതിന് വേണ്ടി ആ ഇൻഫർമേഷൻ നമ്മുടെ സ്പൈനൽ കോഡും ബ്രെയിനും CNSും വരെ എത്തണം. ഫോർ ദാറ്റ് വി യൂസ് PNS. We use PNS. What is PNS? PNS is peripheral nervous system. Got it? So ഈ PNSൽ രണ്ട് nerves ഉണ്ട്, രണ്ട് types of nerves ഉണ്ട്. First is cranial nerves and second is what? Spinal nerves. So ഈ cranial nerves എവിടെ നിന്നാണ് ഇറങ്ങിയത്? നമ്മുടെ ബ്രെയിനിൽ നിന്ന്. ഓക്കെ, ആൻഡ് ഈ spinal nerves എവിടെ നിന്നാണ് ഇറങ്ങിയത്? നമ്മുടെ സ്പൈനൽ കോഡിൽ നിന്നാണ് ഇത് ഇറങ്ങിയത്. Got it? സോ ഈ നെർവ്സിലെ ഈ ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്, ഈ നെർവ്സിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മസിൽസിനും നമ്മുടെ എല്ലാ മസിൽസിനും നമുക്ക് മെസ്സേജ് കിട്ടുന്നത് ദാറ്റ് നമുക്കിപ്പോൾ ഓടണം. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത്. ഓക്കെ, വിതൗട്ട് ദീസ് നെർവ്സ് നമ്മുടെ ബോഡിക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ CNS ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. ആ ഇൻഫർമേഷനെ ആരാ കൊടുക്കുന്നത്? PNS, വിച്ച് ഇസ് പെരിഫറൽ നെർവസ് സിസ്റ്റം, അതാണ് ആ ഇൻഫർമേഷനെ കൊടുക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. CNS ആൻഡ് PNS അത്രയേ ഉള്ളൂ CNS ആൻഡ് PNSനെ കുറിച്ച് അറിയാൻ. ബാക്കി യൂസ്ഫുൾ ആയിട്ടൊന്നുമില്ല. എക്സാമ്പിൾ വരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേ നിങ്ങളോട് പറയും. സോ യു ഓൾ ഡു നോട്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ നൗ നമുക്കിനി ബ്രെയിനിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ,
So this brain has three major parts. Okay, brain മൂന്ന് major parts ഉണ്ട്. First is forebrain, second is midbrain, and third is hindbrain. Okay, hindbrain. So first of all, ഈ forebrain നെ കുറിച്ച് നമുക്ക് പഠിക്കാം. It is very very easy. So let's start. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫോർ ബ്രെയിൻ അല്ലേ, ഈ ഫോർ ബ്രെയിൻ ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ തിങ്കിങ് പാർട്ട്. നമ്മൾ ഈ ഓർക്കുന്നതൊക്കെ ഇല്ലേ നമ്മുടെ ഫോർ ബ്രെയിനിൻ്റെ ഹെൽപ്പും കൊണ്ടാണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് റിട്ടൻ ഈസ് ദ മെയിൻ തിങ്കിങ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിൻ്റെ മെയിൻ തിങ്കിങ് പാർട്ട് ഏതാ? ഫോർ ബ്രെയിൻ. ഓക്കെ, ഗോട്ട് ഇറ്റ്. So this is our first point, that forebrain എന്തുവാ? മെയിൻ തിങ്കിങ് പാർട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ. സെക്കൻഡ് തിങ് ഈസ് ഈ ഫോർബ്രെയിൻ തന്നെയാണ് നമ്മുടെ സെൻസറി ഇമ്പൾസസിനെ റിസീവ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഇലക്ട്രിക് ഇമ്പൾസസ് ഫോം ആകത്തില്ല, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, നമ്മുടെ നെർവ് സെൽസിൽ കൂടെ. ഓക്കെ, സോ ആ ഒരു സെൻസറി ഇമ്പൾസസിനെ റിസീവ് ആരാണ് ചെയ്യുന്നത്? ഫോർബ്രെയിൻ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, സെപ്പറേറ്റ് ഏരിയാസ് ഓഫ് ഫോർബ്രെയിൻ ആർ സ്പെഷ്യലൈസ് ഫോർ ഹിയറിംഗ്, സ്മെൽ, സൈറ്റ് ആൻഡ് സോ ഓൺ. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്മെല്ല്, ഓക്കെ, നമ്മുടെ മൂക്കിലോട്ട് ഒരു സ്മെല്ല് വന്നു. സോ ആ സ്മെല്ല് എന്തുവാന്ന് അറിയാൻ വേണ്ടി അതിൻ്റെ ഇൻഫർമേഷൻ ആരാണ് റിസീവ് ചെയ്യുന്നത്? നമ്മുടെ ഫോർബ്രെയിൻ്റെ ഒരു പാർട്ടാണ് റിസീവ് ചെയ്യുന്നത്. ലൈക്ക് വൈസ് നമ്മൾ കണ്ണുകൊണ്ട് എന്തെങ്കിലും കണ്ടു, ആ സാധനം എന്തുവാ, അതൊക്കെ ആരാണ് റിസീവ് ചെയ്യുന്നത്? അത് ഫോർബ്രെയിൻ്റെ വേറൊരു പാർട്ടാണ്. സോ ഫോർബ്രെയിൻ്റെ മെനി പാർട്സ് ഉണ്ട്, അതൊക്കെ ഹിയറിംഗ്, സ്മെല്ലിംഗ്, സീയിങ്, ആ ഒക്കെ ഒരു അതിൻ്റെയൊക്കെ ഫംഗ്ഷൻസിന് വേണ്ടി അത് ഡെഡിക്കേറ്റഡ് ആണ്. സോ ദിസ് ഈസ് ആർ സെക്കൻഡ് പാർട്ട്. ഗോട്ട് ഇറ്റ്? ആൻഡ് ഓൾസോ information that is already stored in the brain. Okay, so and also നമ്മുടെ ബ്രെയിനിൽ ഒരു ഇൻഫർമേഷൻ സ്റ്റോർഡ് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്കൊരു ന്യൂ ഇൻഫർമേഷൻ കിട്ടുന്നത്, അതും സ്റ്റോർ ചെയ്യുന്നത് പണി ആരാ ചെയ്യുന്നത്? ഫോർ ബ്രെയിൻ തന്നെയാണ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? നൗ so another thing which forebrain does, forebrain ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്, which is it controls the movement of voluntary muscles. For example, our leg muscles എന്ന് വെച്ചാൽ voluntary muscles എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഒത്തിരി മസിൽസ് ഉണ്ട്, അത് നമ്മൾ ഓർക്കുമ്പോൾ നമുക്കതിനെ മൂവ് ചെയ്യാം, റൈറ്റ്? ബട്ട് ദെൻ ഇപ്പം നമുക്ക് നമ്മളോട് ആരും പറഞ്ഞു നിങ്ങളുടെ കിഡ്നി മൂവ് ചെയ്ത് കാണിക്കും, നമുക്കത് പറ്റുമോ? പറ്റത്തില്ല, ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് എ വോളണ്ടറി മസിൽ. സോ വോളണ്ടറി മസിൽസ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് മസിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ വോളണ്ടറി മസിൽസ് എന്ന് പറയും. ഓക്കെ, ബാക്കി എല്ലാ മസിൽസും are non-voluntary muscles. Okay, got it? Now ഈ voluntary മസിൽസിനെ മൂവ് ചെയ്യുന്ന ആ ഒരു ട്രേറ്റും എന്തിലാണ് ഉള്ളത്? ഫോർബ്രെയിൻ ഉണ്ടെങ്കിലേ നമുക്ക് ഈ മൂവ്മെൻറ്റ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓഫ് voluntary muscles. And then also the sensation of feeling full is because of a center associated with hunger, which is in a separate part of the forebrain. Also കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ട് ഫീൽ ആകും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് ഓഫ് ഫോർബ്രെയിനിൻ്റെ ഹെൽപ്പും കൊണ്ടാണ് നമുക്ക് അതും ഫീൽ ആകുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നൗ ഇതൊരു ഹ്യൂമൻ ബ്രെയിനാണ്. ഓക്കെ, ഇതൊരു ഹ്യൂമൻ ബ്രെയിനാണ്, ഇതിൻ്റെ വേറെ വേറെ ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ അതെല്ലാം നിങ്ങൾ ലേൺ ചെയ്തിട്ട് പോകണം, ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഐ ജസ്റ്റ് റൈറ്റ് ഓൾ ദ ഫംഗ്ഷൻസ് ഹിയർ. ഞാൻ എല്ലാ ഫംഗ്ഷൻസ് ഇവിടെ എഴുതാം, ആൻഡ് ദെൻ ഐ അഗൈൻ എക്സ്പ്ലെയിൻ ടു യു. സോ നിങ്ങൾക്ക് പഠിക്കാൻ ഇച്ചിരി ഈസി ആകാൻ വേണ്ടി ഞാനിതൊരു ഷോർട്ട് നോട്ട് പോലെ ഹ്യൂമൻ ബ്രെയിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഫംഗ്ഷൻസ് ആൻഡ് എവറിത്തിങ് ഇസ് നോട്ടഡ് ഹിയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ ഫോർ ബ്രെയിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഡസ് ദാറ്റ് മീൻ? ഫോർ ബ്രെയിനിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാം? സെറിബ്രം, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, സെറിബ്രം, തലാമസ്, ഹൈപ്പോതലാമസ് ആൻഡ് സം അതർ തിങ്സ്. ഓക്കെ, സോ ഈ 4 കാര്യങ്ങൾ നമ്മുടെ ഫോർ ബ്രെയിനിലുണ്ട്. സോ ഫോർ ബ്രെയിൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സെറിബ്രം എന്താണെന്നറിയാം? ഈ ഔട്ട്ലൈൻ ഞാൻ ചെയ്യുന്നില്ലേ, സോ ദിസ് ഔട്ട്ലൈൻ റീജിയൻ, ഞാൻ ഈ ഔട്ട്ലൈൻ ചെയ്യുന്ന റീജിയൻ, ഹോൾ റീജിയൻ എന്തുവാ? സെറിബ്രമാണ്. ഓക്കെ, സെറിബ്രമാണ്. ആൻഡ് ദെൻ കംസ് ദ തലാമസ്. തലാമസ് എന്താണെന്നറിയാം? തലാമസ് ഇവിടെ ലൊക്കേറ്റഡ് ഇല്ല, ബട്ട് ദെൻ ഹൈപ്പോതലാമസിൻ്റെ കൂടെ തന്നെയാണ് തലാമസ്. സോ തലാമസ് ഇവിടെയാണ് നമുക്ക് സപ്പോസ് ചെയ്യാം. ആൻഡ് ദെൻ ദ ഫോർ ബ്രെയിൻ കൺസിസ്റ്റ് ഓഫ് ഹൈപ്പോതലാമസ്, എന്നിട്ടുണ്ട് അതിൻ്റെ കയ്യിൽ ഹൈപ്പോതലാമസ്. സോ ദീസ് 2 തലാമസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദ ഫോർ ബ്രെയിൻ. ഓക്കെ, ആൻഡ് ദെൻ അതേഴ്സ് എന്ന് വെച്ചാൽ ചില ഇനിയും കുഞ്ഞു ചില കാര്യങ്ങളും പ്രസന്റ് ആയിരിക്കും ഫോർ ബ്രെയിനിൽ. സോ ഈ 4 കാര്യങ്ങൾ എന്തുവാ? നമ്മുടെ ഫോർ ബ്രെയിനിൽ പ്രസന്റ് ആണ്, ഇത് ഓർത്ത് വെക്കണം. ഓക്കെ, സോ നൗ ഈ സെറിബ്രം എന്തുവാ? ഫോർ ബ്രെയിൻ്റെ പാർട്ടാണ്. സോ സെറിബ്രമിൻ്റെ ഫംഗ്ഷൻസും ഫോർ ബ്രെയിൻ്റെ ഫംഗ്ഷൻസും ഇച്ചിരി സിമിലർ ആയിരിക്കും, റൈറ്റ്? സോ ലെറ്റ് us see സെറിബ്രമിൻ്റെ ഫംഗ്ഷൻ എന്തുവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ സെറിബ്രമിൻ്റെ ഫംഗ്ഷൻ എന്തുവാ? ഓക്കെ, ലെറ്റ് മീ ചേഞ്ച് മൈ പെൻ. ഓക്കെ, യാ. സോ സെറിബ്രമിൻ്റെ ഫംഗ്ഷൻ ഫോർ ബ്രെയിൻ്റെ ഫംഗ്ഷൻ പോലെ തന്നെയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഇസ് ലേൺ ചെയ്യും, പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക, അതൊക്കെ സെറിബ്രമിൻ്റെ വർക്കാണ്. മെമ്മറി സ്റ്റോർ ചെയ്യുക, അതും സെറിബ്രമിൻ്റെ. സെൻസേഷൻസ് നമുക്ക് കിട്ടുന്നത് അതൊക്കെ സെറിബ്രം. ഇമോഷൻസ് നമുക്ക് വരുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് സെറിബ്രം. ഡ്രിങ്കിങ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കേണ്ടി, അതൊക്കെ നമ്മൾ എങ്ങനെ അറിയുന്നത്? ത്രൂ സെറിബ്രം. ഓക്കെ, കൺട്രോൾ ഓഫ് വോളണ്ടറി മൂവ്മെൻറ്റ്, നമ്മുടെ വോളണ്ടറി മൂവ്മെൻറ്റ്, നമ്മൾ മസിൽസിനെ എപ്പോഴാണ് മൂവ് ചെയ്യേണ്ടത്? നമ്മുടെ ബ്രെയിനിന് ഇപ്പം തോന്നുന്നു നമ്മുടെ മസിൽസിനെ മൂവ് ചെയ്യണം, അപ്പോൾ അത് ആരാ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്? ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദ സെറിബ്രം. ഓക്കെ, ഈ എല്ലാ കാര്യങ്ങളും ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മുടെ സെറിബ്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ഷോർട്ട് നിങ്ങളുടെ ബുദ്ധി ഓടുന്നത് എങ്ങനെയാണ്? സെറിബ്രമിൻ്റെ ഹെൽപ്പും കൊണ്ടാണ്. ഓക്കെ, നിങ്ങളുടെ ബോഡി എല്ലാം ഓടുന്നത് സെറിബ്രമിൻ്റെ ഹെൽപ്പും കൊണ്ടാണെന്ന് നമുക്ക് സപ്പോസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾസോ സെൻസേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന, ഞാൻ ഐ ഹോപ്പ് യു ഓൾ നോ, സെൻസേഷനിൽ എല്ലാ കാര്യങ്ങളും വരും. ലൈക്ക് ഹിയറിംഗ്, സീയിങ് സംതിങ്, ദെൻ ഫീലിംഗ് സംതിങ്, ടച്ചിങ് സംതിങ്, ഓൾ ദി സെൻസ് ഓർഗൻസ്, എല്ലാ സെൻസ് ഓർഗൻസിൻ്റെ എല്ലാ വർക്കും എല്ലാ സെൻസേഷൻസും എല്ലാം നമുക്ക് ഈ സെൻസേഷനിൽ തന്നെ ആഡഡ് ആവും. ഓക്കെ, സോ അതെല്ലാം നമുക്ക് ഫീൽ എങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും ടച്ച് ചെയ്യുവാണോ, ടേസ്റ്റ് ചെയ്യുവാണോ, കേൾക്കുവാണോ, കഴിക്കുവാണോ, മണക്കുവാണോ, എന്ത് ചെയ്താലും നമുക്കത് എങ്ങനെ ഫീൽ ആവുന്നത്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് സെറിബ്രം. ഗോട്ട് ഇറ്റ്? Now നമ്മുടെ ഫോർ ബ്രെയിൻ്റെ നെക്സ്റ്റ് പാർട്ട് എന്തായിരുന്നു? നമ്മുടെ തലാമസ്, റൈറ്റ്? തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്, റൈറ്റ്? സോ അതിൻ്റെ വർക്ക് എന്തുവാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വർക്കാണ് ടെമ്പറേച്ചർ റെഗുലേഷൻ. സോ നമ്മളൊരു ചൂട് സ്ഥലത്ത് പോയാൽ
നമുക്കൊക്കെ വേർക്കും, റൈറ്റ്? വി വിൽ സ്വെറ്റ്. അതെന്തിനാണ് സ്വെറ്റ് റിലീസ് ചെയ്യുന്നത്? ടു റെഗുലേറ്റ് ആർ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്വെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ടെമ്പറേച്ചർ റെഗുലേഷനും എങ്ങനെയാണ് നടക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഫോർ ബ്രെയിനിൽ നമ്മുടെ ഹൈപ്പോതലാമസ് ഉണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ഹൈപ്പോതലാമസ് ആണ് നമുക്ക് ഈ ടെമ്പറേച്ചർ റെഗുലേഷൻസ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ദെൻ ഹങ്കർ ആൻഡ് തേഴ്സ്റ്റ്, നമുക്ക് ഈ വിശപ്പും ദാഹവും അതൊക്കെ തോന്നുന്നത് എങ്ങനെ? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ആർ ഹൈപ്പോതലാമസ് ഓർ തലാമസ്. ഓക്കെ, ആൻഡ് ദെൻ ഫീലിംഗ് ഫുൾ, നമുക്ക് ഫുള്ളാണ് നമുക്ക് അറിയും. അതെങ്ങനെ നമ്മൾ അറിയുന്നത്? ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഹൈപ്പോതലാമസ്. ആൻഡ് ദെൻ ഹോർമോൺ റിലീസസ് ഇമോഷൻസ്. ഓക്കെ, സോ ഹൈപ്പോതലാമസ് ആൻഡ് തലാമസ് ചില ഹോർമോൺസ് റിലീസ് ചെയ്യും, ബിക്കോസ് ഓഫ് വിച്ച് വി ഫീൽ സർട്ടൻ ഇമോഷൻസ്. നമുക്ക് ചില ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നതും ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് സം ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ. ചില കെമിക്കൽ റിയാക്ഷൻസ് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന റീസണും കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഒക്കെ സർട്ടൻ ഇമോഷൻസ് ഫീൽ ആകുന്നത്. ഓക്കെ, സോ ലൈക്ക് ദിസ് നമ്മൾ ഈ ഫസ്റ്റ് പാർട്ട് നമ്മൾ കവർ ചെയ്തു. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇറ്റ് ഇസ് ദാറ്റ് നമ്മുടെ 3 പാർട്സ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇസ് ഫോർ ബ്രെയിൻ, സെക്കൻഡ് ഇസ് മിഡ് ബ്രെയിൻ, ആൻഡ് തേർഡ് ഇസ് വാട്ട് ആർ ഹിന്ദ് ബ്രെയിൻ. ഓക്കെ, 3 പാർട്സ് ഉണ്ടായിരുന്നു. 3 പാർട്സ് നമുക്ക് കവർ ചെയ്യണമായിരുന്നു. ഫസ്റ്റ് ഇസ് ഫോർ ബ്രെയിൻ, വി ഡിഡ് ഇറ്റ്. നൗ വി ഗോയിങ് ടു മിഡ് ബ്രെയിൻ. ഓക്കെ, മിഡ് ബ്രെയിൻ എന്താ നമുക്ക് നോക്കാം. സോ മിഡ് ബ്രെയിനിൻ്റെ 2 സിമ്പിൾ ഫംഗ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും ഒന്ന് മെമ്മറൈസ് ചെയ്തു, ബിക്കോസ് ഇതിൽ മീനിങ് ആയിട്ട് അറിയാനൊന്നുമില്ല. സോ എക്സാമിൽ വന്നാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ലെറ്റ് മി എക്സ്പ്ലെയിൻ. റെഗുലേറ്റ് സം ഇൻവോളണ്ടറി ആക്ഷൻസ്. ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, വോളണ്ടറി ആക്ഷൻസ് വെച്ചാൽ നമുക്ക് കൈ പൊക്കണം. അതൊരു വോളണ്ടറി മസിൽ, അത് നമ്മുടെ കൺട്രോളില്ല. സോ വി ക്യാൻ മൂവ് ഇറ്റ്. ഓക്കെ, ബട്ട് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് വെച്ചാൽ നമുക്ക് കിഡ്നിയോ എന്തെങ്കിലും നമുക്ക് മൂവ് ചെയ്യണം. ഇൻവോളണ്ടറി നമുക്ക് നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ മിഡ് ബ്രെയിൻ. ഓക്കെ, അതാരാ ചെയ്യുന്നത്? മിഡ് ബ്രെയിൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഹെൽപ്സ് മൂവ്മെൻറ്റിനെ കോർഡിനേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഇഫ് ഇത് പക്ഷേ മെമ്മറൈസ് ചെയ്തോ, ഇഫ് എക്സാമിൽ വന്നാൽ നിങ്ങൾക്ക് എഴുതാം. Now we are coming to hind brain. Okay, hind brain ന്റെ 3 parts ഉണ്ട്. First one is pons, second is medulla, third is cerebellum. Okay, സോ ഈ 3 സാധനങ്ങളിലെയും നമ്മൾ ജോയിൻ ചെയ്താലാണ് ഇതിനെ ഹിന്ദ് ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മൾ. ഓക്കെ, സോ ഈ 3 കാര്യങ്ങളിൽ നമുക്ക് പോൺസിൻ്റെ ഫംഗ്ഷൻ ഇല്ലേ, അത് നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടില്ല. മെഡ്യൂല ആൻഡ് സെറിബെലും ഈ 2 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഫംഗ്ഷൻസ് ഇതിനെക്കുറിച്ച് കൊടുത്തിട്ടുള്ളൂ. സോ അതിൻ്റെ ഫംഗ്ഷൻസ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ സെറിബെലിൻ്റെ എഴുതിയിട്ടില്ല. ഐ റൈറ്റ് ഇറ്റ് ഡൗൺ നൗ. സോ ഇവിടെ ഞാൻ എഴുതി. ഓൾസോ വെരി സോറി ഫോർ മൈ ഹാൻഡ് റൈറ്റിംഗ്. ഇഫ് യു ഓൾ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്, ഐ എം റിയലി സോറി. നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ല എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്, ദെൻ ഐ എം റിയലി സോറി. സോ യാ, now let us look at their functions. First of all, നമ്മുടെ മെഡ്യൂലൈൻ്റെ ഫംഗ്ഷൻസിൽ വരുമ്പം ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ബ്ലഡ് പ്രഷർ റെഗുലേറ്റിംഗ് സലിവേഷൻ, വോമിറ്റിംഗ്, ഇതൊക്കെ എന്തോ മെഡ്യൂലയാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ ഇൻവോളണ്ടറി ആക്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ബട്ട് ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് നമ്മുടെ മിഡ് ബ്രെയിനിലും എഴുതിയിട്ടുണ്ട് ഇൻവോളണ്ടറി ആക്ഷൻസ്. അപ്പോൾ ഇതെന്തോ, ബട്ട് ഇവിടെ എന്തോ മിഡ് ബ്രെയിനിൽ ഇതിൽ സം ആയിരുന്നു. ഓക്കെ, ചില ഇൻവോളണ്ടറി ആക്ഷൻസ് ഇതിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ മെഡ്യൂല എന്തുവാ, മോസ്റ്റ് ഓഫ് ഓൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ആരെ കൺട്രോൾ ചെയ്യുന്നത്? മെഡ്യൂല ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ വോമിറ്റിംഗ്, ഓക്കെ, ഓർ ബ്ലഡ് പ്രഷർ, നമ്മുടെ ബോഡിക്കകത്തുള്ള BP, അതൊക്കെ ആരും റെഗുലേറ്റ് ചെയ്യുന്നത്? മെഡ്യൂല ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ വോമിറ്റിംഗ്, ഈ എല്ലാ കാര്യങ്ങളും മെഡ്യൂല ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ആൻഡ് യാ, സോ ഈ പോയിന്റ്സിലെ ഈ 3-4 പോയിന്റ് ഞാൻ എല്ലാത്തിലും ഇങ്ങനെ എഴുതി നോട്ടാക്കി വെച്ചേക്കുന്നത്. ഇത് നല്ലതായിട്ട് നിങ്ങൾ മെമ്മറൈസ് ചെയ്തിട്ട് പോകണം, ബിക്കോസ് 100% ഇതിൽ നിന്ന് ക്വസ്റ്റൻസ് വരും. ഓക്കെ, നമുക്ക് നോക്കാം സെറിബെലിൻ്റെ എന്തുവാണ് വർക്ക്. സെറിബെലിമിന് എന്തുവാ, പ്രൊനൗൺസ് പോലും ആകുന്നില്ല. ഓക്കെ, സോ സെറിബെലിമിൻ്റെ വർക്ക് എന്തുവാ നമുക്ക് നോക്കാം. സോ ബി കെയർഫുൾ, ബിക്കോസ് ഇവിടെ സെറിബ്രം ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്തുവാണ്? സെറിബ്രം ആയിരുന്നു. ഇവിടെ എന്തുവാ? സെറിബെലമാണ്. ഓക്കെ, ഓൾവേസ് റിമെമ്പർ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ സെറിബെലിമിൻ്റെ വർക്കാണ് പ്രിസിഷൻ ഓഫ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആൻഡ് പോസ്ചർ ആൻഡ് ബാലൻസിനെ ഇത് കൺട്രോൾ ചെയ്യും. സോ പ്രിസിഷൻ ഓഫ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും വോളണ്ടറി മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്യാമെന്നോട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മൾ വാക്ക് ചെയ്യുക. ഓക്കെ, സോ വാക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു സ്ട്രേറ്റ് ലൈനിലാണ് വാക്ക് ചെയ്യേണ്ടത്, റൈറ്റ്? നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ആയ വാക്ക് ചെയ്താൽ പ്രശ്നമാവും, റൈറ്റ്? സോ ആ ഒരു പ്രിസിഷൻ, നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് നടക്കണം, നമ്മൾ എങ്ങനെ നടക്കണം, നമ്മൾ എങ്ങനെ ഇരിക്കണം, അതൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? സെറിബെലം ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നൗ പോസ്റ്റർ ആൻഡ് ബാലൻസ്, നമ്മളൊരു പോസ്റ്ററിൽ നിൽക്കുകയെന്നോർത്തോ, ദെൻ ലൈക്ക് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് നിൽക്കുകയെന്നോർത്തോ, ദെൻ ആ പോസ്റ്ററിനെ മെയിൻറ്റെയിനും ബാലൻസ് ചെയ്യാൻ ആരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഇസ് ഓൾസോ സെറിബെലിൻ്റെ വർക്ക്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ഈ എല്ലാ പോയിൻറ്റ്സും നല്ലപോലെ മെമ്മറൈസ് ചെയ്യുക. ആൻഡ് എല്ലാം ഇവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോർഷൻസിൻ്റെയും പേരുകൾ ഓർമ്മ വെക്കുക. ഓക്കെ, ലൈക്ക് പോൺസ്, മെഡ്യൂല, സെറിബെലം, ഹിൻഡ് ബ്രെയിൻ, മിഡ് ബ്രെയിൻ എവിടെ, ദെൻ ഫോർ ബ്രെയിൻ എവിടെ, ഓൾ ദീസ് തിങ്സ് യു ഹാവ് ടു റിമെമ്പർ ഫോർ യുവർ എക്സാംസ്. ഓക്കെ, ആൻഡ് ഓൾസോ ഇവിടെ എന്തോ കൊടുത്തേക്കുന്നത് അത് തന്നെയാണ് ഞാനിവിടെ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിക്കുന്നത്. സോ യു ഡോണ്ട് ഹാവ് ടു വറി. ഓക്കെ, സോ യാ, ബട്ട് ദെൻ ഫോർ സം ലൈക്ക് ഒരു 2-3-5% എക്സ്ട്രാ വോട്ട് യു കോൾ ഇറ്റ്, എക്സ്ട്രാ നോളജിന് വേണ്ടി യു ക്യാൻ പ്രിഫർ ദിസ് വൺ. ഓക്കെ, ബട്ട് ഓൾസോ നിങ്ങൾക്ക് NCERT റീഡ് ചെയ്യണം. NCERT റീഡ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വോണ്ട് ബി ദാറ്റ് ഈസി. അത്ര ഈസി അല്ലായിരിക്കും NCERT റീഡ് ചെയ്തില്ലെങ്കിൽ. ഓൾവേസ് പ്രിഫർ ടു റീഡ് NCERT അങ്ങനെ ക്വസ്റ്റൻസ് വരാറുണ്ട്. സോ ദാറ്റ്സ് വൈ. ഓൾസോ ഈ ഒരു ക്വസ്റ്റനിലെ പോസ്റ്റർ ആൻഡ് ബാലൻസ് ആരാ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത്? ഇത് ഒത്തിരി പ്രാവശ്യം ലൈക്ക് കൗണ്ട്ലെസ് ടൈംസ് എക്സാംസിൽ വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ പ്ലീസ് റിമെമ്പർ ദിസ് സെറിബെലം. ഓക്കെ, ഓൾസോ ഡയഗ്രാം ഇത് ഡ്രോ ചെയ്യാൻ വരത്തില്ല, ബട്ട് ദെൻ നിങ്ങളോട് ലൊക്കേറ്റ് ചെയ്യാൻ പറയാൻ ചാൻസസ് ഉണ്ട്. ലൈക്ക് സെറിബെലം ഏതാ, സെറിബെലം ഏതാ, ഹിന്ദ് ബ്രെയിൻ എവിടാ, ലൈക്ക് ABC എന്ന് ലൊക്കേറ്റ് ഒക്കെ ചെയ്ത് ചോദിക്കത്തില്ല. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് യു കൻ എക്സ്പെക്ട് ഫ്രം ദിസ് ഡയഗ്രാം. ഓക്കെ, നൗ ഓൾസോ ഐ ലെഫ്റ്റ് വൺ തിങ് വിച്ച് ഇസ് ക്രേനിയം മീൻസ് സ്കൽ. ഓക്കെ, എന്തായാലും നമ്മുടെ നമുക്കറിയാം സ്കല്ലുണ്ട്, റൈറ്റ്? നമ്മുടെ എന്താ പറയുന്നത്, എല്ല്
എല്ലുണ്ട്. സോ നമ്മുടെ ഈ തലയിലും എല്ല്, ദാറ്റ് ഇസ് സ്കൾ. ഓക്കെ, സ്കൾ പ്രസൻറ്റ് ആയിട്ടുണ്ട്. സോ ആ സ്കല്ലിനെ നമ്മൾ എന്താ പറയുന്നത്, ക്രേനിയം ആണ് പറയുന്നത്. ഓക്കെ, ബോണി പ്രൊട്ടക്റ്റീവ് ലെയർ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എവിടെയെങ്കിലും വീഴുക, നമ്മുടെ തലയൊക്കെ എവിടെയെങ്കിലും പോയി മുട്ടി, ദെൻ ഈ ബ്രെയിനിലോട്ട് അത് എഫക്റ്റ് ചെയ്യാതിരിക്കാൻ ഇവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ പോലാണ് ഈ ക്രേനിയം വർക്ക് ചെയ്യുന്നത്, വിച്ച് ഇസ് ആർ സ്കൾ. സ്കൾ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറിനെ പോലും വർക്ക് ചെയ്തിട്ട് അത് ഇച്ചിരി പ്രൊട്ടക്റ്റ് ചെയ്യാൻ ട്രൈ ചെയ്യും. ബട്ട് ദെൻ ഒത്തിരി ഹാർഡായിട്ട് നിങ്ങൾ വീഴുവാണെങ്കിൽ സ്കൾ പൊട്ടാനും ചാൻസസ് ഉണ്ട്, ബ്രെയിനിൽ ഡാമേജ് ആകാനും ചാൻസസ് ഉണ്ട്. സോ യാ, now we're going to our next topic. But then before moving to the next topic, ഒരു important thing ഉണ്ട്, which is difference between involuntary actions and reflex actions. Okay, ഇത് ഒത്തിരി പ്രാവശ്യം എക്സാംസിൽ ചോദിക്കാറുണ്ട്. അതിൻ്റെ ഡിഫറൻസിൻ്റെ ഒരു പേജ് ഞാനിവിടെ പേസ്റ്റ് ചെയ്തേക്കാം, സോ യു ക്യാൻ കോപ്പി ഇറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിഫറൻസ് നോക്കുമ്പോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മുടെ എക്സാമ്പിൾസ് ആകും ഹാർട്ട് ബീറ്റ്, ബ്രീതിങ്, ഡൈജഷൻ. ഇതൊക്കെ എന്തോ നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. ഓക്കെ, ഇനി അത് ഹാൻഡ് നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻസിൻ്റെ എക്സാമ്പിളാണ് ബ്ലിങ്കിങ്. ഓക്കെ, ഹാൻഡ് വിഡ്രോവൽ, ഇതൊക്കെ എന്തോ നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻസിൻ്റെ എക്സാമ്പിളാണ്. സോ ഇൻവോളണ്ടറി ആയി ഹാർട്ട് ബീറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, റൈറ്റ്? ബ്രീതിങ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഡൈജഷൻ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നത് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഇസ് ഇൻവോളണ്ടറി ആക്ഷൻ. ബട്ട് ദെൻ റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്റ്റിമുലി, നമ്മുടെ കണ്ണിപ്പം നമ്മൾ ബ്ലിങ്ക് ചെയ്യാതിരുന്നത് നമ്മുടെ കണ്ണിന് എന്താ വെള്ളം വരാൻ തുടങ്ങും, റൈറ്റ്? സോ അതെന്തുവാ, നമ്മൾ ബ്ലിങ്ക് ചെയ്യുന്ന എന്തോ ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്, റൈറ്റ്? എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ബ്ലിങ്ക് ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് എൻ റിഫ്ലെക്സ് ആക്ഷൻ. ഓൾസോ ഹാൻഡ് വിഡ്രോൾ, നമ്മൾ ചൂട് പാത്രത്തിന് തൊട്ട് നമ്മൾ പെട്ടെന്ന് കൈമാറ്റും. സോ ദാറ്റ് ഇസ് ഹാൻഡ് വിഡ്രോൾ ഇസ് ഓൾസോ റിഫ്ലെക്സ് ആക്ഷൻ. സോ റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് വെച്ചാൽ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലി അപ്ലൈ ആകുന്നുണ്ട്, അപ്പോഴാണ് നമ്മുടെ ആ റിയാക്ഷൻ വരുന്നത്. ബട്ട് ദെൻ ഇൻവോളണ്ടറി ആക്ഷൻസ് എന്ന് വെച്ചാൽ ഒരു സ്റ്റിമുലയും അതിന് വേണ്ട. ഓക്കെ, ഒരു സ്റ്റിമുലസും അതിന് വേണ്ട. Now involuntary actions എന്ന് വെച്ചാൽ ബ്രോഡർ കാറ്റഗറി ആണത്. ഓക്കെ, ബട്ട് റിഫ്ലെക്സ് ആക്ഷൻസ് എന്ന് വെച്ചാൽ സ്പെസിഫിക് റെസ്പോൺസ് ആയിരിക്കും അതിന്. ഓക്കെ, ഒരു സ്റ്റിമുലി നടന്നാൽ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കും അത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇൻ ഇൻവോളണ്ടറി ആക്ഷൻ we do not need any kind of stimuli to work, which means ഞാൻ അതാണ് പറഞ്ഞത്, ഇൻവോളണ്ടറി ആക്ഷൻസിൽ നമുക്ക് സ്റ്റിമുലസിൻ്റെ ആവശ്യമില്ല. ബട്ട് ദെൻ റിഫ്ലെക്സ് ആക്ഷൻസിൽ നമ്മുടെ റിക്വയർമെൻറ്റ് ഉണ്ട് ഓഫ് സ്റ്റിമുലസ് ഫോർ ആക്ഷൻ. ഓക്കെ, ദെൻ ഇൻവോളണ്ടറി ആക്ഷൻ ബ്രെയിൻ ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ബട്ട് ദെൻ റിഫ്ലെക്സ് ആക്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, ദാറ്റ് ഓൾ ദ നെർവ്സ് എല്ലാം കണക്റ്റഡ് ആണ് ഇവിടെ സ്പൈനൽ കോഡിൽ നിന്ന്. അത് തന്നെയാണ് ഈ റിഫ്ലെക്സ് ആക്ഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. സോ സ്പൈനൽ കോഡിൽ നിന്നാണ് ഇത് റെഗുലേറ്റ് ആകുന്ന റിഫ്ലെക്സ് ആക്ഷൻസ്, ആൻഡ് ഇൻവോളണ്ടറി ആക്ഷൻസ് എവിടെ നിന്നാണ് റെഗുലേറ്റ് ആകുന്നത്, ബ്രെയിനിൽ നിന്ന്. ഓക്കെ, നൗ ഇൻവോളണ്ടറി ആക്ഷൻസ് മേ ബി ക്വിക്ക് ഓർ സ്ലോ. ഓക്കെ, സോ ഇൻവോളണ്ടറി ആക്ഷൻ ഡൈജഷൻ ഇപ്പോൾ നമ്മുടെ ബോഡിക്ക് അത് പെട്ടെന്ന് നടക്കാം, പയ്യെ നടക്കാം, റൈറ്റ്? നമ്മുടെ ഹാർട്ട് ബീറ്റ് ഇപ്പം ഒത്തിരി ഹൈ ആയിട്ടും പമ്പാകാം, ബട്ട് ഒത്തിരി ലോ ആയിട്ടും പമ്പാകാം. സോ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദെൻ റിഫ്ലെക്സ് ആക്ഷൻ എന്നാൽ എപ്പോഴും ക്വിക്കാണ്. ഓക്കെ, ബിക്കോസ് അത് പെട്ടെന്ന് സഡൻ ആയിട്ട് നമുക്ക് ഓർക്കാൻ പോലും സമയമില്ല, ആ സമയത്താണ് ഇത് നടക്കുന്നത്. സോ റിഫ്ലെക്സ് ആക്ഷൻസ് ഇസ് ഓൾവേസ് ക്വിക്ക്. ഓക്കെ, ദാറ്റ് ഇസ് ഇറ്റ് ഫോർ യുവർ ഡിഫറൻസസ്. ഓക്കെ, സോ ഹൗ ആർ ദീസ് ടിഷ്യൂസ് പ്രൊട്ടക്റ്റഡ്? ഈ ടിഷ്യൂസ് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ആയിട്ട് നിൽക്കുന്നത്? ടിഷ്യൂസ് എന്ന് വെച്ചാൽ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് പോലത്തെ ടിഷ്യൂസ് എങ്ങനെയാണ് പ്രൊട്ടക്റ്റ്, അതിനെ ആരെ സുരക്ഷിച്ച് വെക്കുന്നത്? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബ്രെയിൻ. ഓക്കെ, ബ്രെയിനിൻ്റെ വെളിയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു സ്കള്ളുണ്ടെന്ന്. ഓക്കെ, ആ സ്കള്ളിൻ്റെ പേര് എന്തായിരുന്നു? ക്രേനിയം. ഓക്കെ, ക്രേനിയം എന്നായിരുന്നു അതിൻ്റെ പേര്. സോ ബ്രെയിൻ സിറ്റ്സ് ഇൻസൈഡ് എ ബോണി ബോക്സ്. ഓക്കെ, ബ്രെയിൻ എന്തോ ഒരു ബോണി ബോക്സ്, ബോൺസും കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബോക്സിൻ്റെ അകത്താണ് ബ്രെയിൻ ലൊക്കേറ്റഡ്. ഓക്കെ, ഇൻസൈഡ് ദ ബോക്സ് ദ ബ്രെയിൻ ഇസ് കണ്ടെയ്ൻഡ് ഇൻ എ ഫ്ലൂയിഡ് ഫിൽഡ് ബലൂൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ എല്ല് കഴിഞ്ഞിട്ട് ഈ സ്കല്ല് കഴിഞ്ഞിട്ട് വേറൊരു ലെയറും കൂടെ ഉണ്ട്. അതെന്തോ ഒരു ലിക്വിഡിൻ്റെ ലെയറാണ്. ഓക്കെ, ഒരു ഫ്ലൂയിഡിൻ്റെ ലെയറാണ്. അതിൻ്റെ അകത്താണ് നമ്മുടെ ബ്രെയിൻ എന്തോ സിറ്റുവേറ്റഡ്. ഗോട്ട് ഇറ്റ്? സോ നമ്മുടെ ബ്രെയിന് ആദ്യം ഒരു ബോണി ബോക്സ് ഉണ്ട് ബ്രെയിനിൻ്റെ വെളിയിൽ, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഒരു ലിക്വിഡിൻ്റെ ലെയർ ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബ്രെയിൻ വരുന്നത്. സോ ഇതൊരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. എന്തിനു വേണ്ടി? നമ്മുടെ ബ്രെയിനിന് വേണ്ടി. ആൻഡ് ഈ കാണിച്ചേക്കുന്ന ഈ ലിക്വിഡിൻ്റെ ലെയറില്ലേ, ഈ ലെയറിനാണ് നമ്മൾ എന്താ പറയുന്നത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഐ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഹിയർ, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, ഇതാണ് ആ ലിക്വിഡിൻ്റെ പേര്. ഓക്കെ, സോ ഈ ക്രേനിയം വിച്ച് ഇസ് ദ ബോണി ബോക്സ്, ബോൺസും കൊണ്ട് ഉണ്ടാക്കിയൊരു ബോക്സ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് എന്തുവാ ഉള്ളത്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അതെന്തുവാ ചെയ്യുന്നതെന്ന് അറിയാം? ഈ ലിക്വിഡ് ബ്രെയിനിന് കിട്ടുന്ന എല്ലാ ഷോക്സിനെ എല്ലാം അതങ്ങ് അബ്സോർബ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്കള്ളിൻ്റെ ഒരു ലെയർ ഉണ്ട്, ആൻഡ് ദെൻ ആ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ അകത്താണ് നമ്മുടെ ബ്രെയിൻ ലൊക്കേറ്റഡ്. ഓക്കെ, സോ ഇതെന്തോ ആ ടിഷ്യൂവിനെ ബ്രെയിൻ എന്ന് പറഞ്ഞ ടിഷ്യൂവിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്, ബ്രെയിനിൻ്റെ ടിഷ്യൂസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ 2 ലെയർ ബ്രെയിനിൻ്റെ വെളിയിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ആർ സ്പൈനൽ കോഡ്. ഈ സ്പൈനൽ കോഡിനെ ആരാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്താണ് വെർട്ടിബ്രൽ കോളം, അല്ലെങ്കിൽ നമുക്കതിനെ ബാക്ക് ബോൺ എന്നും പറയാം. ഓക്കെ, സോ വെർട്ടിബ്രൽ കോളം ഓർ ബാക്ക് ബോൺ, ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, രണ്ടല്ല, ഇതൊന്നും തന്നെയാണ്. വെർട്ടിബ്രൽ കോളമിനെ നമുക്ക് ബാക്ക് ബോൺ എന്ന് പറയാനേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ബ്രെയിനിന് 2 ലെയേഴ്സ് ഉണ്ട്, ക്രേനിയം വിച്ച് ഇസ് ദ ബോണി ബോക്സ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വിച്ച് ഇസ് ദി ലിക്വിഡ്. ഓക്കെ, സോ ഈ 2 ലെയേഴ്സ് ഉണ്ട് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട്. ആൻഡ് ദെൻ സ്പൈനൽ കോഡിന് വെർട്ടിബ്രൽ കോളം അല്ലെങ്കിൽ ബാക്ക് ബോൺ, ഈ ഒരു കാര്യമുണ്ട് spinal cord protect ചെയ്യാൻ. That's it. Okay, it's very simple. Now we're coming to the next topic, which is how so ഇതുവരെ നമ്മൾ എന്തോ പഠിച്ചത്? ഇതുവരെ പഠിച്ചത് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടായിരിക്കും, അത് സ്പൈനൽ കോഡ് വരെ എത്തിക്കഴിഞ്ഞിട്ട് എന്തോ അത് മസിൽസ് വരെ എത്തും. നമ്മുടെ മസിൽസ് വരെ എത്തും, അപ്പോഴത്തേക്കും മസിൽസ് എന്തോ മൂവ് ചെയ്യും. പക്ഷേ ഇവിടെ ക്വസ്റ്റൻ ഇതാ, ദാറ്റ് ഈ മസിൽസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അതാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വെൻ എ നെർവ് ഇമ്പൾസ് റീച്ചസ് ദ മസിൽ ഫൈബർ മസ്റ്റ് മൂവ്. സോ അതാണ് എഴുതിയിരിക്കുന്നത്. ഒരു നെർവ് ഇമ്പൾസ് നമ്മുടെ മസിൽ വരെ എത്തുമ്പോൾ മസിലിൻ്റെ എല്ലാ ഫൈബേഴ്സും അത് മൂവ് ചെയ്യണം, അതാണ് റൂള്. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ മൂവ് ചെയ്യുന്നത്? മസിൽ സെൽസ് വിൽ മൂവ് ബൈ ചേഞ്ചിങ് ദയർ ഷേപ്പ്. എന്നിട്ട് കൊടുത്തിട്ടുണ്ട് ദാറ്റ് മസിൽ സെൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അത് അതിൻ്റെ ഷേപ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാൻ, നെർവ് ഇമ്പൾസ് ഇല്ലേ, നെർവ് ഇമ്പൾസ് മസിൽസ് വരെ എത്തുമ്പം മസിൽസ് മൂവ് ചെയ്യണം. പക്ഷേ ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? മസിൽസ് മൂവ് ചെയ്യുന്നത് അവരുടെ സെൽസിൻ്റെ ഷേപ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. നൗ ഈ ഷേപ്പ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ലെറ്റ്സ് സീ. സോ മസിൽ സെൽസ് ഹാവ് സ്പെഷ്യൽ പ്രോട്ടീൻസ്. ഓക്കെ, മസിൽ സെൽസിലില്ലേ സ്പെഷ്യൽ പ്രോട്ടീൻസ് ഉണ്ട്, സ്പെഷ്യൽ ടൈപ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. അതെന്താ ചെയ്യുന്നതെന്ന് അറിയാം? ഈ നെർവസ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇല്ലേ, എന്നുവെച്ചാൽ നെർവസ് ഇമ്പൾസസ്, ഓക്കെ, നെർവ് ഇമ്പൾസസ് ഒക്കെ ആ മസിൽ സെൽസിൽ എത്തുമ്പോൾ ആ മസിൽ സെൽസിൽ ഉള്ള സ്പെഷ്യൽ പ്രോട്ടീൻസ് എന്തുവാ ചെയ്യുന്നത്? അവരുടെ ഷേപ്പും മാറ്റും ആൻഡ് ദെയർ അറേഞ്ച്മെൻറ്റ് ഇൻ ദ സെൽ, അതിൻ്റെ ഷേപ്പും മാറ്റും അറേഞ്ച്മെൻറ്റും മാറ്റും സെല്ലിൽ. ഓക്കെ, സോ പറഞ്ഞത് ഇതാ, ദാറ്റ് മസിലില്ലേ, മസിൽ സെൽസിൽ സ്പെഷ്യൽ പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻസ് എന്തുവാ ചെയ്യുന്നത്? ഈ നെർവസ് ഇമ്പൾസസ് അതുങ്ങളെ വന്ന് ടച്ച് ചെയ്തില്ല, അപ്പോഴത്തേക്ക് ആ സ്പെഷ്യൽ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? അവരുടെ ഷേപ്പും അറേഞ്ച്മെൻറ്റും ചേഞ്ച് ചെയ്യും ഇൻ ദ സെൽ. സെല്ലിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീന് ഈ നെർവസ് ഇമ്പൾസ് വരുമ്പം അവരുടെ ഷേപ്പും അറേഞ്ച്മെൻറ്റും ചേഞ്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇത് ഷേപ്പും അറേഞ്ച്മെൻറ്റും ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എന്തുവാ? മസിൽസ് അത് മൂവ് ചെയ്യും. ഓക്കെ, മസിൽസ് നമ്മുടെ മൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ദാറ്റ് ഇസ് ഹൗ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ന്യൂ അറേഞ്ച്മെൻറ്റ്, അവിടെ ഒരു ന്യൂ അറേഞ്ച്മെൻറ്റ് ആയി അല്ലേ? ഓഫ് ദീസ് പ്രോട്ടീൻസ് ഗിവ് ദ മസിൽ സെൽസ് ഷോർട്ടർ ഫോം. അത് കഴിഞ്ഞിട്ട് മസിൽ സെൽസിൻ്റെ ഒരു ഷോർട്ടർ ഫോം ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മസിൽ മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മസിൽസ് എങ്ങനെ മൂവ് ചെയ്യുന്നത്? മസിൽസിൻ്റെ സെൽസിൽ സ്പെഷ്യൽ പ്രോട്ടീൻസ് ഉണ്ട്. നെർവസ് ഇമ്പൾസസ് ആ പ്രോട്ടീൻസിനെ വന്ന് ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആ പ്രോട്ടീൻസ് എന്തോ അവരുടെ ഷേപ്പും അറേഞ്ച്മെൻറ്റും രണ്ടും ചേഞ്ച് ആക്കും. ഷേപ്പും അറേഞ്ച്മെൻറ്റും ചേഞ്ച് ആകുമ്പോൾ നമ്മുടെ മസിൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, now we have some questions. Let us see. First of all, what is the difference between reflex action and walking? സോ റിഫ്ലെക്സ് ആക്ഷൻ എന്തുവാണെന്നാണ് ഞാൻ പറഞ്ഞത്. റിഫ്ലെക്സ് ആക്ഷൻ സഡനാണ്, നമുക്ക് ഓർക്കാനൊന്നും സമയമില്ല. അതിന് നമ്മൾ സഡൻലി ഒരു ആക്ഷൻ എടുക്കുന്നത്, ദാറ്റ് ഇസ് റിഫ്ലെക്സ് ആക്ഷൻ. വാക്കിംഗ് നമുക്കിപ്പോൾ നടക്കണം, നമ്മൾ ഓർക്കാതെ നടക്കത്തില്ലല്ലോ. നമ്മൾ നോക്കുക ആദ്യം ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടോ, എന്നിട്ട് നമ്മൾ വാക്ക് ചെയ്തുള്ളൂ. സോ ഇതെന്തോ ഒരു വോളണ്ടറി ആക്ഷൻ ആയിട്ട്, വോളണ്ടറി ആക്ഷൻ. ദിസ് ഇസ് എ വോളണ്ടറി ആക്ഷൻ, റൈറ്റ്? സോ നമുക്കിനി എന്തോ എഴുതേണ്ടത്? ഡിഫറൻസ് ബിറ്റ്വീൻ റിഫ്ലെക്സ് ആക്ഷൻ ആൻഡ് വോളണ്ടറി ആക്ഷൻ എഴുതിയാൽ മതി. വാക്കിംഗ് എഴുതണം, ബട്ട് വാക്കിംഗ് ഒരു വോളണ്ടറി ആക്ഷനാണ്, റൈറ്റ്? സോ മേലിൽ ഞാൻ ഇൻവോളണ്ടറി ആക്ഷൻ ആൻഡ് റിഫ്ലെക്സ് ആക്ഷൻ്റെ ഡിഫറൻസ് പറഞ്ഞായിരുന്നു. സോ ആ ഇൻവോളണ്ടറിയിൽ നിങ്ങൾക്ക് വോളണ്ടറി ആക്ഷൻ്റെ ഡിഫറൻസ് എഴുതേണ്ടി വരും. സോ നമ്മുടെ ഫസ്റ്റ് ഡിഫറൻസ് എന്തായിരിക്കും? വോളണ്ടറി ആക്ഷൻ എന്തുവാ? നമ്മൾ വാക്കിംഗ് ചെയ്യുക, നമ്മൾ കഴിക്കുക, അതിലൊക്കെ നമ്മുടെ ബ്രെയിൻ ഇൻവോൾവ് ആണ്, റൈറ്റ്? റിഫ്ലെക്സ് ആക്ഷൻ എന്തോ? പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കണ്ട് പെട്ടെന്ന് നമ്മുടെ കൈ മാറ്റി, അതിൽ ബ്രെയിൻ ഇൻവോൾവ് അല്ല, അത് നമ്മുടെ സ്പൈനൽ കോഡാണ് ഇൻവോൾവ്, റൈറ്റ്? റിഫ്ലെക്സ് ആക്ഷനിൽ ഐ ടോൾ യു. സോ റിഫ്ലെക്സ് ആക്ഷനിൽ ബ്രെയിൻ ഇൻവോൾവ് അത്രയ്ക്കും ഇൻവോൾവ് അല്ല, ലിറ്റിൽ ബിറ്റ് ഇൻവോൾവ്, റൈറ്റ്? ആൻഡ് ദെൻ നമ്മുടെ വോളണ്ടറി ആക്ഷൻ വിച്ച് ഇസ് വാക്കിംഗിൽ നമ്മുടെ ബ്രെയിൻ ഇൻവോൾവ് ആണ്. സോ അത് ഒരു ഡിഫറൻസ് ആയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് പോയിന്റ് ആകാം, ദാറ്റ് വാക്കിംഗ് നമ്മൾ നടക്കുക, നമുക്ക് വേണമെങ്കിൽ സ്പീഡിലും ക്വിക്ക്ലിയും നടക്കാം, വേണമെങ്കിൽ നമുക്ക് സ്ലോ ആയിട്ട് നടക്കാം, റൈറ്റ്? അതിൽ നമുക്ക് ചോയ്സ് ഉണ്ട്, മേ ബി ക്വിക്ക് ഓർ മേ ബി സ്ലോ. ബട്ട് ദെൻ റിഫ്ലെക്സ് ആക്ഷൻ എപ്പോഴും ക്വിക്ക് ആണ്. അത് രണ്ടാമത്തെ ഡിഫറൻസ് ആയി. ആൻഡ് ദെൻ നമ്മുടെ റിഫ്ലെക്സ് ആക്ഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വേണം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചൂട് പാത്രം, ആ ചൂട് പാത്രം എന്താ? നമ്മുടെ സ്റ്റിമുലിയ, റൈറ്റ്? അപ്പോൾ അതിനെ ടച്ച് ചെയ്തപ്പോഴത്തേക്ക് നമുക്കൊരു റിഫ്ലെക്സ് ആക്ഷൻ നമ്മുടെ ബോഡിയിൽ ഹാപ്പൻ ആയി, റൈറ്റ്? സോ അതെന്തുവാ? അതിലൊരു സ്റ്റിമുലസ് റിക്വയർഡ് ആണ്. ബട്ട് ദെൻ വാക്കിംഗിൽ എന്തുവാ? സ്റ്റിമുലസ് റിക്വയർഡ് അല്ല, നമുക്ക് എപ്പോൾ തോന്നുന്നു നമുക്ക് അപ്പം വാക്ക് ചെയ്യാം, റൈറ്റ്? സോ അതിൽ സ്റ്റിമുലി റിക്വയർഡ് അല്ല, റൈറ്റ്? സോ ദാറ്റ് ഇസ് ഇറ്റ്. The next question is, what happens at synapse between two neurons? So ഞാൻ പറഞ്ഞില്ലായിരുന്നു രണ്ട് നെർവ് സെൽ ഉണ്ട്. ഓക്കെ, 1 minute. രണ്ട് നെർവ് സെൽ ഉണ്ട്. ആ രണ്ട് നെർവ് സെല്ലിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി സ്പേസ് കാണും. ആ സ്പേസിനെ എന്തുവാണ്? സൈനാപ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സൈനാപ്സിൽ എന്തോ ഏത് ആക്ടിവിറ്റിയാണ് ഈ സൈനാപ്സിൽ നടക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ദാറ്റ് സൈനാപ്സിൽ നമ്മുടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ആണ് ഇവിടെ. ഈ നെർവ് സെൽ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഈ ഗ്യാപ്പിൽ വന്ന് ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് കെമിക്കൽ റിയാക്ഷനും കൊണ്ട് എന്തിൽ മാറും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലോട്ട് മാറും. എന്നിട്ട് അത് നെക്സ്റ്റ് നെർവ് സെല്ലിൽ പോകും, റൈറ്റ്? ദാറ്റ് ഇസ് വാട്ട് ഐ ടോൾഡ് യു. സോ യു ഹാവ് ടു റൈറ്റ് ദാറ്റ്. ഓക്കെ, സോ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ട്രാൻസ്ഫർ ഇൻ ടു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഓക്കെ, then our next question is, which part of brain maintains posture and ഈക്വിലിബ്രിയം ഓഫ് ദ ബോഡി? ഓക്കെ, ഞാനിപ്പോൾ പറഞ്ഞായിരുന്നു. സോ ക്വസ്റ്റ്യൻ ഈസ്, നമ്മുടെ ബോഡിയിലെ നമ്മുടെ ബ്രെയിനിലെ ഏത് പാർട്ടാണ് നമ്മുടെ പോസ്റ്റർ ആൻഡ് ഈക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത്? സോ ഞാൻ പറഞ്ഞായിരുന്നു ഇറ്റ് ഇസ് സെറിബ്രം. ഓക്കെ, നെക്സ്റ്റ് ഇസ്, ഹൗ ഡു വി ഡിറ്റക്ട് ദ സ്മെൽ ഓഫ് എൻ അഗർബത്തി ഇൻസെൻസ് സ്റ്റിക്ക്? നമ്മൾ അഗർബത്തിൻ്റെ സ്മെൽ എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത്? സോ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ദാറ്റ് നമ്മുടെ നോസിൽ റിസെപ്റ്റേഴ്സ് പ്രസൻറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ദർ ആർ റിസെപ്റ്റേഴ്സ്, നമ്മുടെ നോസിൽ സ്പെഷ്യൽ റിസെപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസെപ്റ്റേഴ്സ് സ്മെൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ക്യാരി ചെയ്യും നമ്മുടെ ബ്രെയിനിലോട്ട്. എന്നിട്ട് ആ ബ്രെയിനിൽ നിന്ന് നമുക്ക് മെസ്സേജ് കിട്ടും ദാറ്റ് ഇതൊരു അഗർബത്തിയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഇസ്, വാട്ട് ഇസ് ദ റോൾ ഓഫ് ബ്രെയിൻ ഇൻ റിഫ്ലെക്സ് ആക്ഷൻ? റിഫ്ലെക്സ് ആക്ഷനിൽ ബ്രെയിനിൻ്റെ എന്തുവാ പണി? സോ ഇതിൻ്റെ ആൻസർ ഞാൻ നിങ്ങളോട് മെയിൽ പറഞ്ഞായിരുന്നു. യു ഹാവ് ടു കമൻറ്റ് ഡൗൺ. ഓക്കെ, ദിസ് ഈസ് ടു ചെക്ക്, നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാനാണ്. ബട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ദാറ്റ് രണ്ട് മൂന്ന് പ്രാവശ്യം വേണ്ട, ഒരു 2 പ്രാവശ്യം നിങ്ങളിത് റിവൈസ് ചെയ്ത് നല്ലതായിട്ട് നിങ്ങളിത് തറുവാകും. ഈ ചാപ്റ്ററിൽ നിങ്ങൾ ഫുള്ള് മെമ്മറൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഫസ്റ്റ് ടൈം ഇറ്റ്സ് ഓക്കെ. സോ നൗ വി ഗോയിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്. പ്ലാന്റ്സിൻ്റെ കയ്യിൽ നെർവസ് സിസ്റ്റമും ഇല്ല, മസിൽസും ഇല്ല, ബ്രെയിനും ഇല്ല. ഓക്കെ, സോ ഈ പ്ലാന്റ്സ് സ്റ്റിമുലിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ഓക്കെ, സോ പ്ലാന്റ്സിൽ 2 ടൈപ്പിലെ മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ പർപ്പിൾ കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, സെക്കൻഡ് ഞാൻ റെഡ് കൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ,
സോ ഈ രണ്ട് പ്ലാന്റ് മൂവ്മെൻറ്റ്സിനെയും ഞാനിവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ അടുത്ത് എന്തോ ഉള്ളത്, നമ്മുടെ അടുത്തുള്ളതാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ഓക്കെ, ആൻഡ് ദെൻ സെക്കൻഡ് ഇസ് ട്രോപ്പിസം മൂവ്മെൻറ്റ്. ഓക്കെ, സോ ഈ നാസ്റ്റിക് മൂവ്മെൻറ്റ് ഒരു ക്വിക്ക് റെസ്പോൺസ് ആണ് ആൻഡ് ട്രോപ്പിസം മൂവ്മെൻറ്റ് ഒരു ഗ്രോത്ത് റിലേറ്റഡ് റെസ്പോൺസ് ആണ്. സോ നാസ്റ്റിക് മൂവ്മെൻറ്റിൽ ഗ്രോത്ത് ഒന്നും നടക്കുന്നില്ല, ബട്ട് ട്രോപ്പിസം മൂവ്മെൻറ്റിൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മൂവ്മെൻറ്റ്സ് വരുന്നത്. ഓക്കെ, പ്ലാന്റ്സിൽ. ആൻഡ് ദെൻ സെല്ലുലർ ചേഞ്ചസ്, പ്ലാന്റ് ഹോർമോൺസ്. ബിഫോർ ദാറ്റ് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ തൊട്ടാവാടി പ്ലാന്റ്സ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്നറിയത്തില്ല. തൊട്ടാവാടിനെ തൊട്ടാൽ തന്നെ അതെന്താ ഇങ്ങനെ വാടി ഇങ്ങനെ പോകും, റൈറ്റ്? സോ അതിന് ഹിന്ദിയിൽ നമ്മൾ ചുയ് മുയ് എന്നാണ് പറയുന്നത്, ആൻഡ് ഇംഗ്ലീഷിൽ നമ്മൾ ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിന് നമ്മൾ തൊടുമ്പോഴത്തേക്ക് എന്താ അതിങ്ങനെ ചുരുണ്ട് പോകും, റൈറ്റ്? സോ അതെന്തോ ഒരു നാസ്റ്റിക് മൂവ്മെൻറ്റാണ്, ബിക്കോസ് അതൊരു ക്വിക്ക് റെസ്പോൺസ് ആയിരുന്നു. അതിലൊരു ഗ്രോത്തും നടന്നില്ല, പക്ഷേ ആ പ്ലാന്റ് അങ്ങെന്തോ ഇങ്ങനെ ചുരുണ്ട് പോയി, റൈറ്റ്? സോ അതൊരു ക്വിക്ക് റെസ്പോൺസ് ആയിരുന്നു. സോ ദാറ്റ് ഇസ് എ നാസ്റ്റിക് മൂവ്മെൻറ്റ്. ബട്ട് ദെൻ നമ്മളൊരു സീഡ് മണ്ണിൻ്റെ അടിയിൽ ഇട്ട് അത് ഇച്ചിരി നാൾ കഴിയുമ്പോൾ ഇങ്ങനെ പ്ലാന്റ് ആവും, പിന്നെ ട്രീ ആവും. സോ അതെന്തോ ഒരു ട്രോപ്പിസം മൂവ്മെൻറ്റാണ്, ബിക്കോസ് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ട്, ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും, റൈറ്റ്? സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് റിട്ടൻ. ഓക്കെ, സോ ഇവിടെ അതാ കൊടുത്തേക്കുന്നത് നമ്പർ 2 when a seed germinates, the root goes down, the stem comes up into the air. ഓക്കെ, അതാണ് കൊടുത്തേക്കുന്നത്. സ്റ്റെം എയറിലോട്ട് വരും, റൂട്ട് അണ്ടർഗ്രൗണ്ട് ആവും. സോ അതൊക്കെ എന്തോ ഒരു ഗ്രോത്ത് റിലേറ്റഡ് മൂവ്മെൻറ്റാണ്. സോ ഇറ്റ് ഇസ് എ ട്രോപ്പിസം മൂവ്മെൻറ്റ്. ഓക്കെ, സോ മനസ്സിലായോ? നാസ്റ്റിക് മൂവ്മെൻറ്റിൽ ഗ്രോത്ത് ഇല്ല, പക്ഷേ അതൊരു ക്വിക്ക് റെസ്പോൺസ് ആണ്. ട്രോപ്പിസം മൂവ്മെൻറ്റിൽ ഗ്രോത്ത് റിലേറ്റഡ് റെസ്പോൺസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. Now nastic changes ഈ ക്വിക്ക് റെസ്പോൺസ് വരത്തില്ലേ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സെല്ലുലർ ചേഞ്ചസ് ആൻഡ് ഓൾസോ ചേഞ്ചസ് ഇൻ ടർഗർ പ്രഷർ. ടർഗർ പ്രഷർ എന്ന് വെച്ചാൽ വാട്ടർ പ്രഷർ. ഓക്കെ, സോ ഈ നാസ്റ്റിക് ചേഞ്ചസ് വരുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ടർഗർ പ്രഷറിൻ്റെ ചേഞ്ചും കൊണ്ടും സെല്ലുലർ ചേഞ്ചസും കൊണ്ടുപോകാം. ബിക്കോസ് ഈ ചുയ്മൊയ് പ്ലാന്റിലെ നമ്മൾ ഈ തൊട്ടാവാടി പ്ലാന്റിനെ തൊട്ടപ്പോൾ തന്നെ അതിൽ വാട്ടർ ലോസ് ആയി കാണും, അതുകൊണ്ടാണ് അതെന്തോ ഇങ്ങനെ ചുരുണ്ട് പോയത്. സോ ഇറ്റ് ഇസ് വാട്ട്, അതൊരു സെല്ലുലർ ചേഞ്ച് ആണ്, ആൻഡ് ഓൾസോ അതിൻ്റെ വാട്ടർ പ്രഷറിൽ ചേഞ്ചസ് വന്നു, അതുകൊണ്ടാണ് ആ ഒരു മൂവ്മെൻറ്റ് അവിടെ ക്രിയേറ്റ് ആയത്. സോ ദാറ്റ് ഇസ് എ നാസ്റ്റിക് മൂവ്മെൻറ്റ്. ഓക്കെ, അങ്ങനെയാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് വരുന്നത്. നൗ ട്രോപ്പിസം മൂവ്മെൻറ്റിൽ പ്ലാന്റ് ഹോർമോൺസിൻ്റെ റീസണും കൊണ്ടാണ് ഈ ട്രോപ്പിസം മൂവ്മെൻറ്റ് വരുന്നത്. മീൻസ് ഗ്രോത്ത്, നമ്മുടെ ബോഡിയിലും ഹോർമോൺസ് കൂടുമ്പോഴും കുറയുമ്പോഴും ഒക്കെ അല്ലേ നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വരുന്നത്. സോ ലൈക്വൈസ് പ്ലാന്റ്സിലും ഹോർമോൺസ് കൂടുമ്പോഴും കുറയുമ്പോഴുമാണ് സർട്ടൻ ഗ്രോത്ത് റിലേറ്റഡ് ചേഞ്ചസ് വിച്ച് ഇസ് ട്രോപ്പിസം മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നത്. നൗ ഈ ട്രോപ്പിസം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം? ഡയറക്ഷണൽ ഗ്രോത്ത്. ഓക്കെ, ഡയറക്ഷണൽ ഗ്രോത്ത് മീൻസ് ഒരു ഡയറക്ഷനിലാണ് ആ ഒരു ഗ്രോത്ത് നടക്കുന്നത്. ഓക്കെ, അതാണ് ട്രോപ്പിസം വേർഡിൻ്റെ മീനിങ്, ഡയറക്ഷണൽ ഗ്രോത്ത്. ഓക്കെ, സോ ഈ ഡയറക്ഷണൽ ഗ്രോത്ത് വേറെ ടൈപ്സിലുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ തിഗ്മോട്രോപ്പിസം ഉണ്ട്, ഫോട്ടോട്രോപ്പിസം ഉണ്ട്, ജിയോട്രോപ്പിസം ഉണ്ട്, ഹൈഡ്രോട്രോപ്പിസം ഉണ്ട്, കീമോട്രോപ്പിസം ഉണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വരാൻ പോകുന്ന ഈ ചാപ്റ്ററിലുണ്ട്. ബട്ട് ഇപ്പോഴത്തേക്ക് നമുക്കിത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ വരെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. നാസ്റ്റിക് മൂവ്മെൻറ്റ്, രണ്ട് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ഉണ്ട് പ്ലാന്റിൽ. നാസ്റ്റിക് മൂവ്മെൻറ്റ് ആൻഡ് ട്രോപ്പിസം മൂവ്മെൻറ്റ്. നാസ്റ്റിക് മൂവ്മെൻറ്റ് ഗ്രോത്ത് റിലേറ്റഡ് മൂവ്മെൻറ്റ് അല്ല, ബട്ട് ഇറ്റ് ഇസ് എ ക്വിക്ക് റെസ്പോൺസ്, ആൻഡ് ട്രോപ്പിസം മൂവ്മെൻറ്റ് ഒരു ഗ്രോത്ത് റിലേറ്റഡ് റെസ്പോൺസ് ആണ്. നാസ്റ്റിക് മൂവ്മെൻറ്റ് സെല്ലുലർ ചേഞ്ചസും വാട്ടർ പ്രഷറിൻ്റെ ചേഞ്ചസും കൊണ്ടാണ് അക്കറാവുന്നത്, ആൻഡ് ട്രോപ്പിസം മൂവ്മെൻറ്റ് ഹോർമോൺസിൻ്റെ ചേഞ്ചസും കൊണ്ടാണ് അക്കറാവുന്നത്. ട്രോപ്പിസമിൻ്റെ മീനിങ് ആണ് ഡയറക്ഷണൽ ഗ്രോത്ത്. ഓക്കെ, ആൻഡ് ദെൻ ദെർ ആർ സോ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രോപ്പിസം മൂവ്മെൻറ്റ്സ് ലൈക്ക് തിഗ്മോട്രോപ്പിസം, ഫോട്ടോട്രോപ്പിസം ആൻഡ് എക്സെട്ര. അതിനെക്കുറിച്ച് നമ്മൾ ഇൻ ഫോർ ദ ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഓക്കെ, ഫോർ നൗ ദാറ്റ്സ് ഇറ്റ്. So plants show two different types of movement. രണ്ട് types of movement plants കാണിക്കും, dependent on growth and the other one is independent of growth. Okay, so first of all നമ്മൾ independent of growth നെ കുറിച്ച് ആദ്യം പഠിക്കാം, and then we will come to dependent on growth. Okay, സോ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഗ്രോത്ത് ആണെന്ന് വെച്ചാൽ ഇമീഡിയറ്റ് റെസ്പോൺസ് ടു സ്റ്റിമുലസ്. മീൻസ് ഒരു സ്റ്റിമുലസ് പ്ലാന്റിൻ്റെ അടുത്തോട്ട് വന്നു, അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഒരു ക്വിക്ക് റെസ്പോൺസ് ആ പ്ലാന്റ് കൊടുത്തു. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ പിക്ചറിൽ നമുക്ക് കാണാം, ഇതെന്താ ഒരു തൊട്ടാവാടിയാണ്, വിച്ച് മീൻസ് ഇറ്റ് ഇസ് ടച്ച് മീ നോട്ട് പ്ലാന്റ്. ഓക്കെ, ചുയ് മോയ് ഹിന്ദിയിൽ പറയുന്നതാണ്. സോ ഈ പ്ലാന്റിൽ ഇപ്പം ഇതിങ്ങനെ നിവർന്നിരിക്കുമായിരുന്നു. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തൊരു സ്റ്റിമുലസ് വന്നപ്പോഴത്തേക്ക് എന്തോ ഇതിങ്ങനെ വാടിപ്പോയി. ഓക്കെ, സോ ദിസ് വാസ് എ ക്വിക്ക് റെസ്പോൺസ്, റൈറ്റ്? യാ, സോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. So here, since no growth is involved, the plant must actually move its leaves in response to touch. Okay, how does the plant detect the touch now? നമുക്ക് ഇനിയും പഠിക്കാൻ വേണ്ടി എന്തുവാന്ന് വെച്ചാൽ ഈ പ്ലാന്റിന് എങ്ങനെ മനസ്സിലാവുന്നു ദാറ്റ് ഇതിൻ്റെ അടുത്തോ ഇതിനെയോ ആരോ ടച്ച് ചെയ്തെന്ന്, ആൻഡ് ഹൗ ഡു ദ ലീവ്സ് മൂവ് ഇൻ റെസ്പോൺസ്. പിന്നെ ഈ ലീവ്സ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, സോ അതെങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഡിറ്റക്ട് ചെയ്യുന്നത്? അപ്പം ഇവിടെ കൊടുത്തേക്കുന്നത്, ദ പ്ലാന്റ്സ് ഓൾസോ യൂസ് ഇലക്ട്രിക്കൽ കെമിക്കൽ മീൻസ് ടു കൺവേ ദിസ് ഇൻഫർമേഷൻ ഫ്രം സെൽ ടു സെൽ. പ്ലാന്റ്സ് എന്താണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ കെമിക്കൽ മീൻസ്. ഓക്കെ, ഇതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയ ഇതൊരു അഡ്വാൻസ് സിലബസിലോട്ട് കൺവേർട്ട് ആവും. ബട്ട് ഇൻ യോർ ടെക്സ്റ്റ് ബുക്ക് ഇലക്ട്രിക്കൽ കെമിക്കൽ വേ എന്നാണ് കൊടുത്തേക്കുന്നത്. ദെൻ യു പ്ലീസ് മെമ്മറൈസ് ഈ ടേം അങ്ങ് മെമ്മറൈസ് ചെയ്തിട്ട് പോയി. ഓക്കെ, എക്സാമിൽ വന്ന് ഇതങ്ങ് എഴുതിയാൽ മതി. ദറ്റ് പ്ലാന്റ്സ് യൂസ് ഇലക്ട്രിക്കൽ കെമിക്കൽ മീൻസ് ടു കൺവേ ഇൻഫർമേഷൻ ഫ്രം സെൽ ടു സെൽ. ലൈക്ക് ഇൻ ആനിമൽസിൽ എന്തുവായിരുന്നു? സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ ഉണ്ടായിരുന്നു, ന്യൂറോൺസ് ഉണ്ടായിരുന്നു, പിന്നെ ഇങ്ങനെ ന്യൂറോൺസ് ടു ന്യൂറോൺസ് ഇത് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു, അങ്ങനെയല്ലായിരുന്നു. ബട്ട് ഈ പ്ലാന്റ്സിൽ അതൊന്നും ഇല്ല. സോ ഇവരുടെ കയ്യിൽ എന്തോ ഉള്ളത് ഇലക്ട്രിക്കൽ കെമിക്കൽ മീൻസ് ആണുള്ളത്. അപ്പോൾ ഇവർ ഇൻഫർമേഷൻ ഒക്കെ ഇലക്ട്രിക്കൽ കെമിക്കൽ മീൻസും കൊണ്ടാണ് ഇങ്ങോട്ടും അങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, മീൻസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? Instead of specialized protein found in animals muscle cell, plant cell change shape by changing the amount of water in them, resulting in swelling or shrinking and therefore in changing shapes. Okay, so animalsil എങ്ങനെയായിരുന്നു? നമ്മുടെ മസിൽസിലൊക്കെ ഇങ്ങനെ ഒരു പ്രോട്ടീൻ പ്രസന്റ് ആയിട്ടുണ്ട്, റൈറ്റ്? ആ പ്രോട്ടീനിലോട്ട് ഈ മെസ്സേജ് ചെല്ലുമ്പോഴത്തേക്ക് എന്തുവാ ആ പ്രോട്ടീൻ ഇതാവും,
അതിൻ്റെ ഷേപ്പും ചേഞ്ച് ആകും ആൻഡ് ദെൻ അത് ഇച്ചിരി കോർഡിനേറ്റ് ആവും റൈറ്റ്. അപ്പോഴാണ് നമ്മുടെ മസിൽസ് മൂവ് ആകുന്നത്. ബട്ട് പ്ലാന്റ്സിൽ ആ പ്രോട്ടീൻ ഒന്നും പ്രസന്റ് അല്ല. അപ്പോൾ അത് എന്തുവാ ചെയ്യുന്നത്, അത് അതിൻ്റെ വാട്ടർ പ്രഷറിനെ ഷ്രിങ്ക് ചെയ്യും. ഓക്കെ, ഷ്രിങ്കും ചെയ്യും, സ്വെൽ ചെയ്യും. സോ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ദാറ്റ് ചേഞ്ചസ് ഇൻ ടർഗർ പ്രഷർ. ടർഗർ പ്രഷർ മീൻസ് വാട്ടർ പ്രഷർ. വാട്ടർ പ്രഷർ കുറഞ്ഞാൽ അത് ഷ്രിങ്ക് ആവും, കൂടിയാൽ അത് സ്വെൽ ആവും റൈറ്റ്. സോ അങ്ങനെയാണ് ഈ പ്ലാന്റ്സ് ഷേപ്സ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആനിമൽസിൽ സ്പെഷ്യലൈസ് പ്രോട്ടീൻസ് ഉണ്ട് മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സിന്. ബട്ട് ദെൻ പ്ലാന്റ്സിൽ ആ പ്രോട്ടീൻസ് ഇല്ല. ദെൻ what do they use? They use water pressure. ഓക്കെ, വാട്ടർ പ്രഷേഴ്സ് ആണ് പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നാസ്റ്റിക് മൂവ്മെൻറ്റ്. ഓക്കെ, ഈ നാസ്റ്റിക് മൂവ്മെൻറ്റിലെ ഇത് NCERT വേർഡ് ബൈ വേർഡ് എഴുതി വെച്ചിട്ടില്ല. ബട്ട് ദെൻ ഇത് എക്സാമിൽ വരാറുണ്ട് ഈ ടേംസ്. ദാറ്റ്സ് വൈ ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട്. സോ നാസ്റ്റിക് മൂവ്മെൻറ്റ് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മൾ ട്രോപ്പിസം മൂവ്മെൻറ്റിലോട്ടാണ് വരുന്നത്. ഓക്കെ, സോ ലെറ്റ് us go to ട്രോപ്പിസം മൂവ്മെൻറ്റ്. സോ ട്രോപ്പിസം മൂവ്മെൻറ്റ് ഞാൻ പറഞ്ഞത് മൂവ്മെൻറ്റ് ഡ്യൂ ടു ഗ്രോത്ത് റിലേറ്റഡ് മൂവ്മെൻറ്റ് ആണ് ട്രോപ്പിസം മൂവ്മെൻറ്റ്. സോ ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ ഈ മൂവ്മെൻറ്റ് ഡ്യൂ ടു ഗ്രോത്ത് മീൻസ് ട്രോപ്പിസം മൂവ്മെൻറ്റ് നമുക്കൊരു എക്സാമ്പിളിൻ്റെ ത്രൂ ആണ് നമ്മളോട് മനസ്സിലാക്കാൻ നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മളിതിൻ്റെ ഹെൽപ്പ് എടുക്കും. സി ഇവിടെ എക്സാമ്പിൾ തന്നിരിക്കുന്നത് ഒരു പീ പ്ലാന്റിൻ്റെ. ഓക്കെ, സം പ്ലാന്റ്സ് ലൈക്ക് പീ പ്ലാന്റ് ക്ലൈംബ് അപ്പ് അതർ പ്ലാന്റ്സ് ഓർ ഫെൻസസ് ബൈ മീൻസ് ഓഫ് ടെൻഡിൽസ്. ഓക്കെ, സോ ഈ പീ പ്ലാന്റ്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാം. അതിനൊരു വേറെ പ്ലാന്റ് കിട്ടുമ്പം അല്ലെങ്കിൽ ഒരു വേറെ സോഴ്സ് കിട്ടുമ്പം ആ സോഴ്സിൻ്റെ യൂസ് ചെയ്തിട്ടാണ് വേറെ ഈ വലിയ വലിയ ടെൻഡിൽസിലോട്ടൊക്കെ ചെല്ലുന്നത് ബൈ മീൻസ് ഓഫ് ടെൻഡിൽസ്. ഓക്കെ, ടെൻഡിൽസിൻ്റെ മീൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇവിടെ എന്തോ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് ഈ ട്രോപ്പിസം മൂവ്മെൻറ്റ് മനസ്സിലാകാൻ. സോ ഇവിടെ പീ പ്ലാന്റിൻ്റെ എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. പീ പ്ലാന്റ് എന്തോ ചെയ്യുന്നതെന്ന് അറിയാം. വേറൊരു അതിന് പ്ലാന്റ് കിട്ടിയാൽ അതർ പ്ലാന്റ് അതിന് കിട്ടിയാലോ അതർ ഏതെങ്കിലും ഒരു സാധനം അതിൻ്റെ ഒരു സപ്പോർട്ടിന് കിട്ടിയാലോ അത് അതിൻ്റെ ടെൻഡിൽസിൻ്റെ ത്രൂ എന്തുവാ ആ പ്ലാന്റിലോട്ട് അങ്ങ് കയറും. ഓക്കെ, കയറി ഇങ്ങനെ മണി പ്ലാന്റ് പോലെ. ഓക്കെ, ഞാനൊരു പിക്ചർ ഇവിടെ പേസ്റ്റ് ചെയ്യാം. അങ്ങനെ അതങ്ങ് കയറും. ഓക്കെ, ദീസ് ടെൻഡിൽസ് ആർ സെൻസിറ്റീവ് ടു ടച്ച്. ഈ ടെൻഡിൽസ് അല്ലേ ഇത് ഒത്തിരി സെൻസിറ്റീവാണ്. ഇതിനെ ടച്ച് ചെയ്താൽ ഇത് ഒത്തിരി സെൻസിറ്റീവാണ്. ഓക്കെ, when they come in contact with any support, the part of the tendril in contact with the object does not grow as rapidly as the part of tendril away from the object. This causes the tendril to circle around the object and thus cling to it. Okay, so ഈ ടെൻഡിൽ എന്തുവാ ഒത്തിരി സെൻസിറ്റീവാണ് റൈറ്റ്. നമുക്കിത് ഡ്രോ ചെയ്ത് നമുക്ക് മനസ്സിലാകും. സോ ഇത് സപ്പോർട്ടർ പ്ലാന്റ് ആണെന്നോർത്ത്, നമ്മുടെ പീ പ്ലാന്റിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇത് പ്ലാന്റ് ആണെന്നോർത്ത്. ഓക്കെ, നൗ നമ്മുടെ പീ പ്ലാന്റ് ഇത് നമ്മുടെ പീ പ്ലാന്റ്. ഓക്കെ, ഈ പീ പ്ലാന്റ് വന്ന് ഇവിടെ എന്തുവാ ഇവിടെ ഈ ടെൻഡിലാണ്. ഓക്കെ, ടെൻഡിൽ ഇവിടെ ടച്ചായി റൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ സ്ഥലമില്ല, ഈ സ്ഥലം ടെൻഡിലിനെ ടച്ച് ചെയ്തിട്ടില്ല. സോ ഈ ടച്ച് ആയ സ്ഥലമില്ല, ഇവിടെ ഗ്രോത്ത് നിന്ന് പോകും. ഓക്കെ, ഗ്രോത്ത് സ്ലോലി ആയിരിക്കും ആകുന്നത്, ബട്ട് നിന്ന് പോയ പോലെ അങ്ങ് ആകും. ഓക്കെ, ആൻഡ് ദെൻ ഈ ഗ്രോത്ത് നടക്കുന്ന ഈ ടച്ച് ആകാത്ത സ്ഥലമില്ല, ഇവിടെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും. സോ ഇതെന്തോ ഇങ്ങനെ സർക്കിൾ ആയിട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നത്. ബിക്കോസ് ടെൻഡിൽ ടച്ച് ആകുന്ന സ്ഥലത്തൊന്നും ഗ്രോത്ത് ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ നോക്കുമ്പം പീ പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ പ്ലാന്റിൻ്റെ സർക്കിൾ ആയിട്ടായിരിക്കും. ഇവിടെ ഒരു പ്ലാന്റ് കാണും, ഇതിൻ്റെ സർക്കിൾ ആയിട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നത്. ബിക്കോസ് ഈ ടെൻഡിൽ എന്തോ സെൻസിറ്റീവ് ടു ടച്ച്. സോ സെൻസിറ്റീവ് ടു ടച്ച് ആണെങ്കിൽ എന്തോ അവിടുത്തെ ഗ്രോത്ത് നിന്ന് പോകും. അതിൻ്റെ എന്തോത്തേലും ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്രോത്ത് നിന്ന് പോകും. ദാറ്റ്സ് വൈ ആണ് ഇതിങ്ങനെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതാണ് എഴുതിയേക്കുന്നത് ദാറ്റ് വെൻ ദേ കം ഇൻ കോൺടാക്ട് വിത്ത് എനി സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ ഒരു സപ്പോർട്ട് ഇല്ലേ ഇതിൻ്റെ കോൺടാക്റ്റിൽ വന്നപ്പം അതുങ്ങളുടെ എന്തുവാ കോൺടാക്ട് വിത്ത് ദ ഒബ്ജക്ട് ഡസ് നോട്ട് ഗ്രോ ആസ് റാപ്പിഡ്ലി ആസ് ദ പാർട്ട് ഓഫ് ദ ടെൻഡിൽ അവേ ഫ്രം ദ ഒബ്ജക്ട്. ഓക്കെ, സോ അതിൻ്റെ ഗ്രോത്ത് നിന്ന് പോകും. അതുകൊണ്ടാണ് ബാക്കി ടെൻഡിൽ ടച്ച് ചെയ്യാത്ത സ്ഥലങ്ങൾ ഇങ്ങനെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും, ഒരു സർക്കിളായിട്ട് ഫോം ആയിട്ടാണ് നിങ്ങൾ ഗ്രോ ചെയ്യുന്നത്. ദാറ്റ്സ് വൈ നിങ്ങൾ എപ്പോഴും നോക്കുമ്പോൾ മണി പ്ലാന്റ്സിലും ഇത് ചാൻസസ് ഉണ്ട് ദാറ്റ് സർക്കിളായിട്ടായിരിക്കും അത് സപ്പോർട്ടിൻ്റെ ചുറ്റിനും ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, now more commonly plants respond to stimuli slowly by growing in a particular direction. Okay, so ആ സപ്പോർട്ടർ എന്തുവാ അതൊരു സ്റ്റിമുലി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇത് അതിനെ ടച്ച് ചെയ്തപ്പോഴും എന്തുവാ ആ ടെൻഡിൽ എന്തുവാ അവിടെ അതിൻ്റെ ഗ്രോത്ത് നിന്ന് പോയി റൈറ്റ്. അത് കഴിഞ്ഞ് അതിനെ ടച്ച് ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ ഗ്രോ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ സർക്കിൾ ഫോം ആകുന്നത്. സോ ഇതെന്തോ ഒരു ഡയറക്ഷണൽ ഗ്രോത്ത് ആയിട്ടാണ് നമ്മൾ കാണുന്നത് റൈറ്റ്. സോ ട്രോപ്പിസമിൻ്റെ മീനിങ് എന്തുവാ ഡയറക്ഷണൽ ഗ്രോത്താണ്. സോ ഗ്രോത്ത് വരുന്ന നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് ഉണ്ട് അതിൽ നമ്മൾ ഗ്രോത്ത് കാണുന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു ട്രോപ്പിസമാണ്. ട്രോപ്പിസം എന്തുവാ എപ്പോഴും ഒരു ഡയറക്ഷണൽ ഗ്രോത്താണ് റൈറ്റ്. സോ ഇത് ഏത് ഡയറക്ഷനിലാണെന്നൊക്കെ നമുക്ക് നോക്കാം. ബട്ട് ഫസ്റ്റ് ഇത് ഏത് ട്രോപ്പിസമാണ്, ഇതാണ് തിഗ്മോട്രോപ്പിസം. ഓക്കെ, ഇതാണ് തിഗ്മോട്രോപ്പിസം വിച്ച് ഇസ് ഗ്രോത്ത് റെസ്പോൺസ് ടു ടച്ച്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഈ ഡയറക്ഷണൽ ഗ്രോത്ത് ആണെന്ന് നിങ്ങൾ ഓർമ്മ വെക്കണം. ഓക്കെ, I hope you understood this line. ഇതിൽ വന്നിരിക്കുന്ന plants respond to stimuli slowly by growing in a particular direction. Because this growth is direction, it appears as if the plant is moving. Got it? ആ സ്റ്റിമുലി ആ പ്ലാന്റിനെ ടച്ച് ചെയ്യുന്ന ആ ഒരു സർഫേസിനെ ടച്ച് ചെയ്യുന്ന ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും ആ പീ പ്ലാന്റ് പിന്നെ ഗ്രോ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ തിഗ്മോട്രോപ്പിസം ബിക്കോസ് ഗ്രോത്ത് റെസ്പോൺസ് ടു ടച്ച്. ഒരു ടച്ച് വന്നു അപ്പോഴത്തേക്ക് ആ ഗ്രോത്തിൽ ഒരു ചേഞ്ച് വന്നു റൈറ്റ്. ഒരു ടച്ച് ആ ടെൻഡിലിൽ വന്നപ്പോഴത്തേക്ക് ആ ഒരു പ്ലാന്റ് സർക്കിൾ ഡയറക്ഷനിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങി. സോ അതെന്തോ ഒരു തിഗ്മോട്രോപ്പിസം. ടച്ച് വന്നപ്പോഴത്തേക്ക് ഒരു ഗ്രോത്തിൽ ചേഞ്ച്. സോ ഗ്രോത്ത് റെസ്പോണ്ട് ടു ടച്ച് റൈറ്റ്. നെക്സ്റ്റ് ഇവിടെ ഒരു ചെറിയ ആക്ടിവിറ്റി ഉണ്ട്, ഇത് ഇത്തിരി ഈസിയാണ്. സോ നിങ്ങളൊരു ഡാർക്ക് റൂമിലോട്ട് ഒരു പ്ലാന്റ് വെക്കണം. അവിടെ വേറെ ഒരു സോഴ്സ് ഓഫ് ലൈറ്റും വേണ്ട. ഓക്കെ, ഒരു ജനലുണ്ടായിരിക്കണം, അവിടുന്ന് സൺലൈറ്റ് മാത്രം കൊടുക്കണം. ഓക്കെ, സോ ഡാർക്ക് റൂം ആയിരിക്കണം, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് മാത്രം. സോ ദിസ് ഇസ് ലൈറ്റ് റൈറ്റ്. സോ ഈ ലൈറ്റ് ഇത് ലൈറ്റാണ്. ആൻഡ് ദെൻ എന്ത് പറ്റുമെന്നറിയാം, ഇച്ചിരി ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ പ്ലാന്റ് എന്താണെന്നറിയാം ഈ ലൈറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് അങ്ങ് ബെൻഡ് ആകും. കണ്ടോ, ഇത് ഇങ്ങോട്ട് അങ്ങ് ബെൻഡ് ആകും. സോ വാട്ട് ഇസ് ദിസ്, ഈ ലൈറ്റ് വന്നപ്പോഴത്തേക്ക് ഒരു ഗ്രോത്തിൽ ചേഞ്ച്, ഈ ഡയറക്ഷനിലോട്ട് അത് ഗ്രോത്ത് ചെയ്യാൻ തുടങ്ങി. പ്ലാന്റ് അല്ലെങ്കിൽ നേരെയാണ് ഗ്രോ ചെയ്യേണ്ടത്, പക്ഷെങ്കിൽ ലൈറ്റ് വന്നപ്പോഴത്തേക്ക് ലൈറ്റിൻ്റെ സോഴ്സിലോട്ട് ആ ഡയറക്ഷനിലോട്ട് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങി. സോ വാട്ട് ഇസ് ദിസ് ഇസ് ഫോട്ടോട്രോപ്പിസം.
ഓക്കെ, ഫോട്ടോട്രോപ്പിസം. ഗോട്ട് ഇറ്റ്? സോ ഈ ലൈറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് ഈ പ്ലാന്റ് ഇങ്ങോട്ടാണ് ചെരിഞ്ഞ് നിൽക്കുന്നത്. സോ ദിസ് ഇസ് വാട്ട് പോസിറ്റീവ്, this is positive phototropism. ഇത് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. ബട്ട് ദെൻ ഈ റൂട്ട് കണ്ടോ, റൂട്ട് എന്തുവാ, ഡയറക്ഷൻ, ഈ ലൈറ്റിൻ്റെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് ഇത് ഗ്രോ ആവുന്നത്. സോ വാട്ട് ഇസ് ദിസ്? ദിസ് ഇസ് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം. ഗോട്ട് ഇറ്റ്? ഇത് നെഗറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്, ലൈറ്റിൻ്റെ ഡയറക്ഷനിലോട്ട് അങ്ങ് ഗ്രോ ആവുന്നത്. അത് പോസിറ്റീവ് ഫോട്ടോട്രോപ്പിസം ആണ്. ഗോട്ട് ഇറ്റ്? സോ ദാറ്റ്സ് ഇറ്റ്. നമുക്കിനി സോ ദിസ് ഇസ് ബിക്കോസ് ഓഫ് ലൈറ്റ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലോട്ട് വരാം. So first of all, light or gravity. Gravity നമുക്ക് പിന്നെ വരാം. ഇപ്പോൾ നമുക്ക് light cover ചെയ്യാം. Okay, so these directional or tropic movements can be either towards the stimulus or away from it. So in two different kinds of phototropic movements, shoots respond by bending towards light while roots respond by bending away from it. So അതാണ് ഞാൻ പറഞ്ഞത്, that ഈ ഷൂട്ട് ഇല്ലേ, നമ്മുടെ ഈ പ്ലാന്റിൻ്റെ അപ്പർ പാർട്ട് നമ്മൾ ഷൂട്ട് എന്നാണ് പറയുന്നത്, ലോവർ പാർട്ട് നമ്മൾ റൂട്ട് എന്നാണ് പറയുന്നത്. സോ ഈ ഷൂട്ട് ലൈറ്റ് മീൻസ് ലൈറ്റ് എന്തോ ഒരു സ്റ്റിമുലി ആണ് അവിടെ, സ്റ്റിമുലിൻ്റെ റെസ്പോണ്ടിലാണ് ഈ പ്ലാന്റ് അങ്ങോട്ട് ഗ്രോ ചെയ്യുന്നത്, ആ സ്റ്റിമുലിൻ്റെ സൈഡിലോട്ട് ഗ്രോ ചെയ്യുന്നത്. സോ ദിസ് ഇസ് വാട്ട്, ആ സൈഡിലോട്ട് ഗ്രോ ചെയ്തു. ആൻഡ് ദെൻ ദിസ് റൂട്ട് അത് അവേ ഫ്രം ദ ലൈറ്റ് ഗ്രോ ചെയ്തു. റൈറ്റ്? സോ അതാണ് എഴുതിയിരിക്കുന്നത്, ഷൂട്ട് ടുവേർഡ്സ് ലൈറ്റ് ബെൻഡ് ചെയ്യും ആൻഡ് റൂട്ട് എന്തുവാ, അവേ ഫ്രം ലൈറ്റ് ബെൻഡ് ചെയ്യും. സോ ഈ ലൈറ്റിൻ്റെ റീസണും കൊണ്ട് വരുന്ന ട്രോപ്പിസം, ഡയറക്ഷണൽ ഗ്രോത്ത്, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, ഫോട്ടോട്രോപ്പിസം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോട്ടോട്രോപ്പിസം നിങ്ങൾ ഓർത്ത് വെക്കാൻ ഞാൻ എല്ലായിടത്തും ഇത് എഴുതി വെക്കുന്നത്. സോ പ്ലീസ് റിമെമ്പർ ഇറ്റ്. നൗ കംസ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിയും ഒരു ടൈപ്പിൽ എന്തോ സ്റ്റിമുലസ് ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഗ്രാവിറ്റീൻ്റെ എഫക്റ്റ് എന്തുവാ പ്ലാന്റ് ഗ്രോത്തിൽ. സോ നൗ വി കൻ സീ ഈ റൂട്ടില്ലേ, ഗ്രാവിറ്റി എന്ന് വെച്ചാൽ എല്ലാം താഴോട്ട് വലിക്കുന്നതാണ് ഗ്രാവിറ്റി. സോ റൂട്ട് എന്തുവാ, ഗ്രാവിറ്റീൻ്റെ സൈഡിലോട്ടാണ് ബെൻഡ് ആകുന്നത്. ആൻഡ് ഈ ഷൂട്ട് കണ്ട്, ഷൂട്ട് ഗ്രാവിറ്റീൻ്റെ അഗെയിൻസ്റ്റ് ആണ് ബെൻഡ് ആകുന്നത്. സോ ഈ റൂട്ട് ഗ്രാവിറ്റീൻ്റെ സൈഡിലോട്ട് ബെൻഡ് ആകുമ്പോൾ നമ്മളിതിനെ പോസിറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയും. ഓക്കെ, ആൻഡ് ദെൻ ഈ ഷൂട്ട് ഗ്രാവിറ്റീൻ്റെ അഗെയിൻസ്റ്റ് മൂവ് ആകുമ്പോൾ നമ്മളിതിനെ നെഗറ്റീവ്ലി ജിയോട്രോപ്പിക് എന്ന് പറയും. ഓക്കെ, സോ ദിസ് ഈസ് നോൺ ആസ് ഈ ഗ്രാവിറ്റീൻ്റെ അക്കോർഡിംഗ് വരുന്ന ഈ ഒരു ട്രോപ്പിസമിനെയാണ് നമ്മൾ ജിയോട്രോപ്പിസം എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് ഇസ് ആർ ഹൈഡ്രോട്രോപ്പിസം. ഹൈഡ്രോട്രോപ്പിസം എന്ന് വെച്ചാൽ നമുക്ക് ഗസ് ചെയ്യാം, വാട്ടറിൻ്റെ അക്കോർഡിംഗിൽ പ്ലാന്റ് മൂവ് ആണ്, മീൻസ് പാർട്സ് മൂവ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇത് മണ്ണാന്നോർത്ത് ഇവിടെ ഒരു പീ പ്ലാന്റ് നമ്മൾ ഗ്രോ ചെയ്തെന്നോർത്ത്. ഓക്കെ, ഇതിൻ്റെ എന്തോ റൂട്ട്സാണ്. ഓക്കെ, ഇതിൻ്റെ റൂട്ട്സാണ്. ആൻഡ് ഇവിടെ ഇച്ചിരി ബൗളിൽ വാട്ടർ വെച്ചെന്നോർത്ത്, ഇതെന്തോ ഇച്ചിരി വാട്ടർ വെച്ചെന്നോർത്ത് ബൗളിൽ. ഓക്കെ, സോ ഇച്ചിരി ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ ഈ റൂട്ട്സിലെ ഈ വാട്ടറിൻ്റെ ഡയറക്ഷനിൽ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, സോ ഇതെന്തോ പോസിറ്റീവ് ഹൈഡ്രോട്രോപ്പിസം. ആൻഡ് ഷൂട്ടിൽ ഒരു എഫക്റ്റും ഇല്ലായിരിക്കും. സോ ഇത് ഹൈഡ്രോട്രോപ്പിസം എന്ന് വെച്ചാൽ ഇതിൻ്റെ വാട്ടറിൻ്റെ സൈഡിലോട്ട് ബെൻഡായിട്ട് പ്ലാന്റ്സ് ആ ഒരു ട്രോപ്പിസം ഡയറക്ഷണൽ ഗ്രോത്ത് കാണിക്കുക. ദെൻ ദാറ്റ് ഇസ് ഹൈഡ്രോട്രോപ്പിസം. ദെൻ കംസ് കീമോട്രോപ്പിസം. സോ കീമോട്രോപ്പിസം ഇസ് ദാറ്റ് നമ്മളിപ്പോൾ ഇവിടെ ഒരു യുണീക്ക് ടൈപ്പ് ഓഫ് കെമിക്കൽ വെച്ചെന്ന് ഓർത്തോ. ഓക്കെ, സോ ഈ പ്ലാന്റിന് വേണ്ടി നല്ലതായിട്ടുള്ള ഒരു കെമിക്കൽ വെച്ചെന്ന് ഓർത്തോ. സോ ഈ റൂട്ട്സ് എന്തോ ഈ കെമിക്കലിൻ്റെ സൈഡിലോട്ട് ബെൻഡ് ആകും. ഓക്കെ, സോ ഇതെന്തോ കെമിക്കലിൻ്റെ റീസണും കൊണ്ട് എന്തോ ഒരു ട്രോപ്പിസം നടന്നു, ഡയറക്ഷണൽ ഗ്രോത്ത് നടന്നു. സോ ഇറ്റ് ഇസ് കീമോട്രോപ്പിസം. ഓക്കെ, കെമിക്കൽ, കീമോട്രോപ്പിസം, ഡയറക്ഷണൽ ഗ്രോത്ത്. സോ കീമോട്രോപ്പിസം, ഹൈഡ്രോ വാട്ടർ ട്രോപ്പിസം, ഡയറക്ഷണൽ ഗ്രോത്ത്, ഹൈഡ്രോട്രോപ്പിസം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത് ചില ടേംസ് ആണ്, ഇത് ഓർത്ത് മെമ്മറൈസ് ചെയ്തോ. ഇറ്റ് ഇസ് വെരി ഈസി. ജസ്റ്റ് നിങ്ങളുടെ ഈ ബുക്കിൽ ഇത് ഒത്തിരി വാസ്റ്റ് ആയിട്ടും എഴുതി, വേണ്ടാത്ത കാര്യങ്ങൾ എഴുതി. സോ നിങ്ങൾക്ക് ഇത് ഇച്ചിരി ഹാർഡായിട്ടും ഒക്കെ തോന്നും. ബട്ട് ഇറ്റ് ഇസ് നോട്ട്. ഒത്തിരി ചെറിയ ചെറിയ ടോപ്പിക്സ് ആണ് ആൻഡ് ഇറ്റ് ഇസ് വെരി വെരി ഈസി. ഒത്തിരി 2 പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ ഇതൊക്കെ നല്ലതായിട്ട് വെള്ളം പോലാകും. ആൻഡ് ദെൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട്, വൺ എക്സാമ്പിൾ ഓഫ് കീമോട്രോപ്പിസമിൻ്റെ ഒരു എക്സാമ്പിളാണ് പോലൻ ട്യൂബ്സിലെ എപ്പോഴും ഒവ്യൂൾസിൻ്റെ സൈഡിലോട്ട് എന്തോ മൂവ് ആകും. ഓക്കെ, സോ ദാറ്റ് ഇസ് അപ്പം ഒവ്യൂൾസിൽ ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് കെമിക്കൽ ഉണ്ട്, അതുകൊണ്ട് ഈ പോലൻ ട്യൂബ്സ് ഒക്കെ എന്തോ ഒവ്യൂൾസിൻ്റെ സൈഡിലോട്ട് അങ്ങ് മൂവ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഗോട്ട് ഇറ്റ്? അത് ഇച്ചിരി വാസ്റ്റ് ആയപ്പോൾ അത് നമ്മുടെ ഒരു ചാപ്റ്ററിൻ്റെ റിപ്രൊഡക്റ്റീവ് പ്രോസസ്സസ് ഓഫ് ലിവിംഗ് ഓർഗാനിസം, അതിൽ നമുക്ക് നല്ലതായിട്ട് പഠിക്കാം. ഓക്കെ, so this is it for plant movement. Okay, that is it. So here one more thing is written, that response to touch. Okay, sensitive plants like ഞാൻ പറഞ്ഞില്ലേ തൊട്ടാവാടിനെ തൊട്ടാൽ തന്നെ അതങ്ങ് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അതങ്ങ് ചുരുണ്ടതിൻ്റെ റെസ്പോൺസ് നമുക്ക് കാണാം. ബട്ട് ദെൻ ഒരു ലൈറ്റിൻ്റെ ഡയറക്ഷനിൽ പ്ലാന്റ് ഗ്രോ ആവുന്നതോ വാട്ടറിൻ്റെ ഡയറക്ഷനിൽ ലൈക്ക് ഹൈഡ്രോട്രോപ്പിസം, കീമോട്രോപ്പിസം, അതൊക്കെ അത്രയ്ക്ക് ക്വിക്ക് അല്ല. ഇറ്റ് ഈസ് ക്വൈറ്റ് സ്ലോ. ഓക്കെ, സോ നമുക്കറിയാം നാസ്റ്റിക് മൂവ്മെൻറ്റ് ഇസ് ക്വിക്ക് ആൻഡ് ട്രോപ്പിസം ഇസ് സ്ലോ. നൗ പ്ലാന്റ്സിൻ്റെ ടോപ്പിക് കഴിഞ്ഞു. ഇനി നമ്മൾ പിന്നെയും ആനിമൽസിൻ്റെ ടോപ്പിക്കിലോട്ട് ജമ്പ് ചെയ്യാൻ പോകാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. സോ നമ്മൾ കണ്ടു പ്ലാന്റ്സിൽ സ്ലോവും ക്വിക്കും മൂവ്മെൻറ്റ്സ് നടക്കാറുണ്ട്. സോ ലൈക്ക് വൈസ് ആനിമൽ ബോഡിയിലും അങ്ങനെ നടക്കാറുണ്ട്. ഹൗ? ലെറ്റ് us see. സോ ഇഫ് നമുക്കിപ്പോൾ ക്വിക്ക്ലി ഒരു റെസ്പോൺസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസില്ലേ, അതിനും ഇൻഫർമേഷൻ നമ്മുടെ ബോഡിയിൽ അത്രയ്ക്ക് സ്പീഡിലായിരിക്കണം സ്പ്രെഡ് ആകേണ്ടത്. റൈറ്റ്? അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഒത്തിരി സ്പീഡിലാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ബട്ട് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഇല്ലേ, ഇതിന് 2 ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അല്ലെങ്കിൽ 2 ലിമിറ്റേഷൻസ് ഉണ്ട്. 2 ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്? ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ദാറ്റ് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലേ, ഇതിന് എല്ലാ സെൽസ് വരെയും എത്താൻ പറ്റത്തില്ല. ഓക്കെ, ഇറ്റ് വിൽ ഓൺലി റീച്ച്, ഇത് ആ സെൽസ് വരെ എത്തത്തുള്ളൂ വിച്ച് ആർ കണക്റ്റഡ് വിത്ത് നെർവസ് ടിഷ്യൂൻ്റെ കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള സെൽസിൻ്റെ അടുത്ത് വരെ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പോകത്തുള്ളൂ. ഓക്കെ, സോ ഇവിടെ അതാണ് എഴുതിയേക്കുന്നത്, ദാറ്റ് നോട്ട് ഈച്ച് ആൻഡ് എവറി സെൽ ഇൻ ദി ആനിമൽ ബോഡി, എല്ലാ സെൽസ് വരെ ഇതിന് എത്താൻ പറ്റത്തില്ല. ബട്ട് നെർവസ് ടിഷ്യൂയിലോട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സെൽസിലോട്ടും ഇത് എത്തും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ്. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ്
And second disadvantage is that it cannot, in another words, cells cannot continually create and transmit electrical impulses. Okay, for example, നമ്മൾ ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ വിട്ടെന്ന് ഓർത്ത് അതിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയെന്ന് ഓർത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറെ ഇൻഫർമേഷൻ വിട്ടാൽ അത് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കൂടെ ട്രാവൽ ചെയ്യത്തില്ല. സോ അതിന് ഇച്ചിരി സമയം കൊടുക്കണം, ലൈക്ക് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം കൊടുക്കണം. സോ ദിസ് ഇസ് ദ സെക്കൻഡ് disadvantage is that cells cannot continually create and transmit electrical impulses. Electrical impulses continuously അവർക്ക് ക്രിയേറ്റും ചെയ്യാൻ പറ്റത്തില്ല, ട്രാൻസ്ഫറും ചെയ്യാൻ പറ്റത്തില്ല. So that is the second disadvantage. Got it? So these are the two disadvantages of nervous system. ഇതായിരുന്നു nervous systemന്റെ two disadvantages. Now ഈ ഡിസഡ്വാൻറ്റേജിനെ അഡ്വാൻറ്റേജിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഹ്യൂമൻ ബോഡി ഓർ ആനിമൽ ബോഡി ഒരു വേറെ സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. ആ സിസ്റ്റമിന്റെ പേരാണ് ഹോർമോണൽ സിസ്റ്റം. ഗോട്ട് ഇറ്റ്? ഹോർമോണൽ സിസ്റ്റം. ഇതെന്താ യൂസ് ചെയ്യുന്ന ഹോർമോണൽ സിസ്റ്റം. ആ സിസ്റ്റമിനെ കുറിച്ച് ഫർദർ ഇൻ ദ ചാപ്റ്റർ നമ്മൾ പഠിക്കും. So it is also written here, it is thus no wonder that most multicellular organisms use another means of communication between cells, namely chemical communication. Okay? സോ ഈ ഹോർമോണൽ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഈ ഹോർമോൺസ് ഇൻ ആനിമൽസിൻ്റെ ഈ ഒരു ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി നേരം കഴിയുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. ഓക്കെ നമ്മൾ ആനിമലിൻ്റെ ബോഡിയിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷനെ കുറിച്ച് പഠിച്ചു. സോ ഇൻ ദിസ് നമ്മൾ എന്തോ നെർവസ് സിസ്റ്റം യൂസ് ചെയ്യും. നെർവസ് സിസ്റ്റമിൽ എന്തോ രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ നമ്മൾ എന്തോ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഹോർമോണൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. സോ രണ്ട് ഡിസഡ്വാൻറ്റേജസ് എന്തോ ആയിരുന്നില്ലേ, ദാറ്റ് എല്ലാ സെല്ല് വരെ ഇത് എത്തത്തില്ല. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജസ് ദാറ്റ് ഒരു ഇൻഫർമേഷൻ എത്തിക്കഴിഞ്ഞിട്ട് ഇത്തിരി സമയം കൊടുക്കണം അതിന് റീസെറ്റ് ആകാൻ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നൗ കമ്മിങ് ടു പ്ലാന്റ്സിൻ്റെ ബോഡി. ഓക്കെ, സോ ഇത് രണ്ടും ഫസ്റ്റ് ഒരു കാര്യം വിട്ടുപോയി. ഇത് രണ്ടും ഈ നെർവസ് സിസ്റ്റവും ഹോർമോണൽ സിസ്റ്റവും രണ്ടും കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ ആനിമൽ ബോഡിയിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ്റെ വർക്ക് നടക്കുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു പ്ലാന്റ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ഇപ്പോൾ അത് പ്ലാന്റ് ആയാലും ആനിമൽ ആയാലും പ്ലാന്റ് ആയാലും ഈ ഹോർമോൺസ് ഇല്ലേ അവരുടെ ബോഡിയിൽ സ്ലോലി ആണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദിസ് വിൽ ബി സ്ലോവർ ഓഫ് കോഴ്സ്. ഓക്കെ, രണ്ടിലും ഇത് സ്ലോവർ ആയിരിക്കും. ഓക്കെ, നൗ സെക്കൻഡ് ഫീച്ചർ അഡ്വാൻറ്റേജ് ഓഫ് ഹോർമോൺസ് ഇൻ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഞാൻ പറയാം. സോ ഈ ഹോർമോണൽ സിസ്റ്റം ഇല്ലേ അതിന് നമ്മൾ കെമിക്കൽ സിസ്റ്റം എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ഈ കെമിക്കൽ സിസ്റ്റം വരുമ്പം ഇത് ഈ നമ്മുടെ നെർവസ് സിസ്റ്റമിൽ എന്തായിരുന്നു ഈ ഇൻഫർമേഷൻ എല്ലാ സെൽസ് വരെയും എത്തത്തില്ലായിരുന്നു. അതല്ലായിരുന്നു നമ്മുടെ പ്രശ്നം. ബട്ട് ഹോർമോണൽ സിസ്റ്റമിൽ ഈ ഇൻഫർമേഷൻ എല്ലാ സെൽസ് വരെ എത്തും. അതിപ്പോൾ നെർവസ് സിസ്റ്റമും നെർവസ് സെൽസും കൊണ്ട് കണക്റ്റഡ് ആണോ അല്ലയോ അതൊന്നും മാറ്റർ അല്ല. ഹോർമോണൽ സിസ്റ്റമിൽ എല്ലാ സെൽസ് വരെയും ഇൻഫർമേഷൻ എത്തും. സോ ദിസ് ഈസ് ദ സെക്കൻഡ് അഡ്വാൻറ്റേജ്. ഓക്കെ, now third advantage is that നമുക്കൊരു great deal of diversity കാണാം. Okay, hormones used by multicellular organism for control and coordination show a great deal of diversity. നമുക്ക് ഈ ഹോർമോണൽ സിസ്റ്റമിൽ ഒത്തിരി ഡൈവേഴ്സിറ്റി കാണാം, ഡിഫറൻസസ് കാണാം. ഓക്കെ, എല്ലാം ഒരേപോലെ അല്ല, ഒത്തിരി ഡിഫറൻസസ് നമുക്ക് കാണാം. ഗോട്ട് ഇറ്റ്? സോ ഇതായി അഡ്വാൻറ്റേജ്. ഇപ്പം നമ്മളിവിടെ സ്പെസിഫിക്കലി പ്ലാന്റ് ഹോർമോൺസിനെ കുറിച്ചാണ് പറയുന്നത്. സോ പ്ലാന്റ് ഹോർമോൺസ് എന്തുവാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ ഇവിടെ എഴുതാം. So, plant hormones are natural chemical messengers. ഇതെന്തോ natural chemical messengers are that help to coordinate growth and development and respond to stimuli. So, ഇവിടെ രണ്ട് വർക്ക് ഉണ്ട് which is done by plant hormones. Plant hormones എന്തോ chemical messengers are. അവിടെ രണ്ട് വർക്ക് ഉണ്ട്. ഫസ്റ്റ് is help ചെയ്യുക അവർ കോർഡിനേറ്റ് ഗ്രോത്ത് ആൻഡ് ഗ്രോത്തും ഡെവലപ്മെൻറ്റിലും അവർ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് എന്തുവാ അവർ സ്റ്റിമുലിക്ക് റെസ്പോണ്ട് കൊടുക്കും. ഓക്കെ, ഇവരുടെ വർക്ക് എന്തുവാ ഗ്രോത്തും ഡെവലപ്മെൻറ്റിലും ഹെൽപ്പ് ചെയ്യുക പ്ലാന്റ് ഹോർമോൺസിൻ്റെ വർക്ക്. ആൻഡ് ദെൻ സ്റ്റിമുലി എന്തെങ്കിലും വരുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് കൊടുക്കുക. അതാണ് പ്ലാന്റ് ഹോർമോൺസിൻ്റെ വർക്ക്. ഗോട്ട് ഇറ്റ്? യാ. സോ ഇതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഡിഫറെൻറ്റ് പ്ലാന്റ് ഹോർമോൺസ് ഹെൽപ്പ് ടു കോർഡിനേറ്റ് ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആൻഡ് റെസ്പോൺസ് ടു ദി എൻവയൺമെന്റ്. ദ സിന്തസൈസ് പ്ലേസസ് അവേ ഫ്രം വെർ ദി ആക്ട് ആൻഡ് സിംപ്ലി ഡിഫ്യൂസ് ടു ദി ഏരിയ ഓഫ് ആക്ഷൻ. സോ ഈ ഹോർമോൺസ് പ്ലാന്റിൽ ഏതെങ്കിലും പാർട്ടിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ആ ഹോർമോൺ എവിടെ നീഡഡ് അങ്ങോട്ട് ആ ഹോർമോൺ അങ്ങ് ട്രാവൽ ചെയ്യും പ്ലാന്റ് ബോഡിയിൽ. ഗോട്ട് ഇറ്റ്? നൗ ഇതിൽ നിന്ന് അത്രയ്ക്ക് ക്വസ്റ്റൻസ് വരാൻ ചാൻസസ് ഉണ്ട്. പക്ഷേ ഈ സിമ്പിൾ ക്വസ്റ്റൻസ് ആയിരിക്കും, ലൈക്ക് ഹോർമോൺസിൻ്റെ ഫീച്ചേഴ്സ് വരാം. സോ യു ക്യാൻ സേ ദാറ്റ് ഇത് ഇച്ചിരി സ്ലോവർ ആണ്. ഓക്കെ, ഹോർമോൺ സ്ലോവർ ആണ്. ഓക്കെ, എല്ലാ സെൽസ് വരെയും എത്തും. തേർഡ് ഇസ് ദാറ്റ് ഒത്തിരി നമുക്ക് ഡൈവേഴ്സിറ്റി കാണാം. ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഡെഫിനേഷൻ പ്ലാന്റ് ഹോർമോൺസിൻ്റെ ഡെഫിനേഷൻ വരാൻ ചാൻസസ് ഉണ്ട്. സോ ഇതും അങ്ങ് ലേൺ ചെയ്തോ. ദാറ്റ് ഇസ് ഇറ്റ്. ഇത്രയേ വരത്തുള്ളൂ. നമുക്ക് ഇനി ഒരു ഇച്ചിരി ഹോർമോൺസിൻ്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. സോ ഇവിടെ 4 മെയിൻ ഹോർമോൺസിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് ഇസ് ഓക്സിൻ, സെക്കൻഡ് ഇസ് ഗിബെറലിൻസ്, ആൻഡ് തേർഡ് ഇസ് സൈറ്റോകൈനിൻസ്, ആൻഡ് ദെൻ ഇസ് ആബ്സിസിക് ആസിഡ്. ഓക്കെ, നൗ ലെറ്റ് us see ഓക്സിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു പ്ലാന്റ് ഉണ്ടെന്ന് ഓർത്തോ. അപ്പം ആ പ്ലാന്റിൻ്റെ ഒരു സൈഡിൽ മാത്രം ലൈറ്റ് അടിക്കുന്നുണ്ടെന്ന് ഓർത്തോ. സോ ആ പ്ലാന്റ് എന്താ നമുക്കറിയാം, ആ പ്ലാന്റ് എപ്പോഴും ആ ലൈറ്റിൻ്റെ സൈഡിലോട്ട് അങ്ങ് ബെൻഡ് ആകും. അതെന്താ അങ്ങനെ ബെൻഡ് ആകുന്നത്? ലെറ്റ് us check. ബിക്കോസ് ആദ്യം ഓക്സിൻ ആണ് അതിൻ്റെ റെസ്പോൺസിബിൾ ഹോർമോൺ. ഓക്കെ, ഓക്സിൻ പ്ലാന്റിൻ്റെ ഷൂട്ട് യാനി വിച്ച് മീൻസ് അപ്പർ പാർട്ടിലാണ് പ്ലാന്റിൻ്റെ ഓക്സിൻ പ്രസൻറ്റ് ആയിട്ടിരിക്കുന്നത്, ഓക്സിൻ്റെ സെൽസ്. ഓക്കെ, സോ എന്ത് പറ്റും, ലൈറ്റ് അടിക്കുന്ന സ്ഥലമില്ലേ അവിടെ ആയിരിക്കും ഓക്സിൻ പ്രസൻറ്റ്. അപ്പോൾ ഈ ഓക്സിൻ ലൈറ്റ് അടിക്കാത്ത ഈ പാർട്ടിലെ ഷാഡോ ഉള്ള പാർട്ട് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പം ഷാഡോ ഉള്ള പാർട്ടിൽ ആ ഓക്സിൻ്റെ സെൽസ് നീളം വെച്ച് കഴിയുമ്പം ഈ ഓക്സിൻ ഉള്ള സ്ഥലത്തെ സെൽസ് മാത്രം ഗ്രോ ചെയ്യും. യെസ്, റൈറ്റ്. സോ ഈ ഓക്സിൻ ഉള്ള സ്ഥലത്തെ സെൽസ് ഗ്രോ ചെയ്യുമ്പം ഇത് ഇങ്ങോട്ടങ്ങ് ബെൻഡാകും. റൈറ്റ്, ഇങ്ങോട്ടങ്ങ് ബെൻഡാകും. എന്നിട്ട് ഈ സൈഡിലെ ലൈറ്റിലുള്ള ആ പാർട്ടും അങ്ങ് ഇങ്ങോട്ട് ബെൻഡാകും. റൈറ്റ്, സോ ഇങ്ങനെയാണ് ഓക്സിൻ വർക്ക് ചെയ്യുന്നത്.
let me tell you in another words. When growing plants detect light, plant light detect ചെയ്തു, a hormone called auxin. Auxin എന്ന് പറഞ്ഞൊരു ഹോർമോൺ സിന്തസൈസ്ഡ് അറ്റ് ദ ഷൂട്ട് ടിപ്പ്. ഓക്കെ, മേളിലത്തെ പാർട്ട് ഷൂട്ട് ടിപ്പിൽ ഡിറ്റക്ട് ആവുന്ന ഓക്സിൻ ഹോർമോൺ എന്തുവാണ് ചെയ്യുന്നത്? ഹെൽപ്സ് ദ സെൽസ് ടു ഗ്രോ ലോങ്കർ. ഓക്കെ, ലൈറ്റ് ഡിറ്റക്ട് ചെയ്തു. ഓക്കെ, സോ ഷൂട്ടിൽ ഓക്സിൻ്റെ സെൽസ് നീളം വെക്കാൻ തുടങ്ങും. വെൻ ലൈറ്റ് ഇസ് കമ്മിങ് ഫ്രം വൺ സൈഡ് ഓഫ് ദ പ്ലാന്റ്, ഓക്സിൻ ഡിഫ്യൂസസ് ടുവേർഡ് ദ ഷെയ്ഡി സൈഡ് ഓഫ് ദ ഷൂട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ദാറ്റ് ലൈറ്റ് ഒരു സൈഡിൽ നിന്ന് മാത്രം ലൈറ്റ് വരുമ്പം ഓക്സിൻ എന്താ വേറെ സൈഡിലോട്ട് ഷിഫ്റ്റ് ആകും. ഓക്കെ, ലൈറ്റ് ഇല്ലാത്ത സൈഡിലോട്ട് ഷിഫ്റ്റ് ആകും. ദിസ് കൺസെൻട്രേഷൻ ഓഫ് ഓക്സിൻ സ്റ്റിമുലേറ്റ്സ് ദ സെൽസ് ടു ഗ്രോ ലോങ്കർ ഓൺ ദ സൈഡ് ഓഫ് ഷൂട്ട് വിച്ച് ഇസ് അവേ ഫ്രം ലൈറ്റ്. എന്നിട്ട് എല്ലാ ഓക്സിൻ്റെ സെൽസും ഇവിടെ വരും, ഹോർമോൺസും ഇവിടെ വന്ന് ഷെയ്ഡുള്ള പാർട്ടി വന്നിരിക്കുമ്പോൾ ഈ സെൽസ് അങ്ങ് ഗ്രോ ആകും. ഗ്രോ ആയി കഴിഞ്ഞിട്ട് എന്തോ അങ്ങോട്ട് അങ്ങ് ബെൻഡ് ആകും, റൈറ്റ്, അവേ ഫ്രം ലൈറ്റ്. ദാസ് ദ പ്ലാന്റ് അപ്പിയേഴ്സ് ടു ബെൻഡ് ടുവേർഡ്സ് ലൈറ്റ്. അതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ദാറ്റ് ഈ പ്ലാന്റ് എന്തുവാ ലൈറ്റ് ഉള്ള സ്ഥലത്തോട്ട് അങ്ങ് ബെൻഡായി നിൽക്കുവാണ്. ഗോട്ട് ഇറ്റ്? വൺസ് അഗൈൻ let us read it once again, then you will understand. Okay, so what happens when growing plant detects light? Light detect ചെയ്തു, growing plant ആണ്, അത് ലൈറ്റിനെ ഡിറ്റക്ട് ചെയ്തു. ഒരു ഹോർമോൺ ഉണ്ട്, അതിൻ്റെ പേരാണ് ഓക്സിൻ, സിന്തസൈസ് അറ്റ് ദ ഷൂട്ട് ടിപ്പ്, ഹെൽപ്സ് ദ സെൽസ് ടു ഗ്രോ ലോങ്കർ. ഓക്കെ, വെൻ ലൈറ്റ് ഇസ് കമ്മിങ് ഫ്രം വൺ സൈഡ് ഓഫ് ദ പ്ലാന്റ്, ഒരു സൈഡിൽ നിന്ന് മാത്രമാണ് ലൈറ്റ് വരുന്നത്, ഓക്സിൻ ഡിഫ്യൂസസ് ടുവേഴ്സ് ദ ഷെയ്ഡി സൈഡ്. ഷെയ്ഡി സൈഡിലോട്ട് ഓക്സിൻ അങ്ങ് മാറും. ഓക്കെ, ദിസ് കൺസെൻട്രേഷൻ ഓഫ് ഓക്സിൻ, ഒരു സൈഡിൽ മാത്രം ഓക്സിജൻ വരുമ്പോൾ അവിടെ അങ്ങ് കൺസെൻട്രേഷൻ ആവും ഓക്സിൻ്റെ, റൈറ്റ്. ഓക്സിൻ്റെ കൺസെൻട്രേഷൻ കൂടുമ്പോൾ അത് സെൽസ് എന്തുവാ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഗ്രോ ലോങ്കർ, സെൽസ് സ്റ്റാർട്ട് ടു ഗ്രോ ലോങ്കർ ഓൺ ദ സൈഡ് ഓഫ് ഷൂട്ട് വിച്ച് ഇസ് അവേ ഫ്രം ലൈറ്റ്. അപ്പോൾ ഇവിടെ സെൽസ് ഗ്രോ ചെയ്യാൻ തുടങ്ങി, അത് അങ്ങോട്ട് ബെൻഡ് ആകും, റൈറ്റ്. അപ്പോൾ ഈ പാർട്ട് എന്തുവാ, ഈ പാർട്ടും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് ബെൻഡ് ആകും ലൈറ്റിൻ്റെ സൈഡിലോട്ട്. സോ അതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് ലൈറ്റിൻ്റെ സൈഡിലോട്ട് പ്ലാന്റ് ബെൻഡ് ആകുക. സോ ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ഓക്സിൻ. ഗോട്ട് ഇറ്റ്? ലൈക്ക് ഗിബറലിൻസ്. ഓക്കെ, ഗിബറലിൻസ് എന്താ ചെയ്യുന്നത്? ഓക്സിനെ പോലെ തന്നെ ഇത് സ്റ്റെമ്മിനെ ഗ്രോ ആകാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സ്റ്റെം നമ്മുടെ സ്റ്റെം അതിനെ ഗ്രോ ആകാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട്? നെക്സ്റ്റ് ഇസ് സൈറ്റോകൈനൻസ്. സൈറ്റോകൈനൻസ് എന്താ ചെയ്യുന്നത്? പ്രൊമോട്ട് സെൽ ഡിവിഷൻ. സെൽസിനെ ഡിവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇറ്റ് ഇസ് നാച്ചുറൽ ദെൻ ദാറ്റ് ദേ ആർ പ്രസന്റ് ഇൻ ഗ്രേറ്റർ കൺസെൻട്രേഷൻ ഇൻ ഏരിയാസ് ഓഫ് റാപ്പിഡ് സെൽ ഡിവിഷൻ സച്ച് എസ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ്. ഓക്കെ, ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സിൽ പ്രസന്റ് ആയിട്ടിരിക്കുന്ന സൈറ്റോകൈനൻസിനെക്കാളും ഇത് ഇച്ചിരി നാച്ചുറൽ ആണ്. ഓക്കെ, ആൻഡ് ദെൻ കംസ് വാട്ട്? ആബ്സിസിക് ആസിഡ്. ആബ്സിസിക് ആസിഡും ഒരു ഹോർമോൺ ആണ്, ഈസ് വൺ എക്സാമ്പിൾ ഓഫ് എ ഹോർമോൺ വിച്ച് ഇൻഹിബിറ്റ്സ് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ആബ്സിസിക് ആസിഡ്. ഇറ്റ് എഫക്ട്സ് ഇൻക്ലൂഡ് വിൽട്ടിംഗ് ഓഫ് ലീവ്സ്. ഓക്കെ, വിൽട്ടിംഗ് ഓഫ് ലീവ്സ് ഞാൻ അത് നിങ്ങളുടെ ഒരു പിക്ചർ ഞാനിവിടെ പേസ്റ്റ് ചെയ്തേക്കാം. സോ അതും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് ഓഫ് ആബ്സിസിക് ആസിഡ്സ്. ഓക്കെ, സോ ഇതിൻ്റെ ഫംഗ്ഷൻ, ഈ ഹോർമോൺസ് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻസ് നിങ്ങൾ നല്ലപോലെ അങ്ങ് മെമ്മറൈസ് ചെയ്തു. ഓക്കെ, സോ ഇൻഹിബിറ്റ് ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്തുവാ? ഇൻഹിബിറ്റ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യുക, ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യുക, ഗ്രോത്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല. സോ ആബ്സിസിക് ആസിഡ് ഗ്രോത്ത് സ്റ്റോപ്പ് ചെയ്യും. ഇൻഹിബിറ്റ് എന്ന് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യുക അല്ല. ഓക്കെ, ഇൻഹിബിറ്റ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പണി സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, സോ ഗ്രോത്തിനെ ആരാ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇത് ഹോർമോൺ ആബ്സിസിക് ആസിഡ് ആണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഓക്കെ, സൈറ്റോകൈനൻസ് എന്തുവാ? സെൽ ഡിവിഷനെ ഹെൽപ്പ് ചെയ്യും. ഗിബറലിൻസ് എന്തുവാണ് ചെയ്യുന്നത്? ഗ്രോത്ത്, സ്റ്റെമ്മിൻ്റെ ഗ്രോത്തിൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓക്സിൻ എന്തുവാന്ന് ഞാൻ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തു. So finally our last topic is hormones in animal. Okay, this is very easy but ഒത്തിരി questions ഇതിന് വരാറുണ്ട്. So let's get into it. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് പോയിന്റ് ഇതാ ദാറ്റ് ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ്. ഓക്കെ, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഒരു നല്ല കാര്യമായിരുന്നു, അതിൻ്റെ ത്രൂ ആയിരുന്നു നമ്മുടെ ബോഡിയിൽ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ആകുന്നത്. ബട്ട് അതിൻ്റെ രണ്ട് ഡ്രോബാക്സ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് അത് എല്ലാ സെൽസ് വരെയും ഇൻഫർമേഷൻ എത്താറില്ലായിരുന്നു. നെർവ് സെൽസും കൊണ്ട് കണക്റ്റഡ് ആയിട്ടുള്ള സെൽസ് വരെ അത് ഇൻഫർമേഷൻ എത്തിക്കത്തുള്ളായിരുന്നു. ആൻഡ് ഓൾസോ ഒരു ഇൻഫർമേഷൻ കഴിയുമ്പോൾ അടുത്ത ഇൻഫർമേഷൻ കയറാൻ വേണ്ടി ഇച്ചിരി സമയം കൊടുക്കുന്നതിന് റീസെറ്റ് ചെയ്യാൻ, റൈറ്റ്. സോ അതിനെ ആ ഡ്രോബാക്കിനെ ശരിയാക്കാൻ വേണ്ടി നമ്മൾ ഏത് സിസ്റ്റമാണ് എടുത്തത്? കെമിക്കൽ സിഗ്നൽ സിസ്റ്റം. ഓക്കെ, വിച്ച് ഇസ് ഹോർമോണൽ സിസ്റ്റം. ആ ഹോർമോണൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. സോ ഈ ഹോർമോണൽ സിസ്റ്റമിനെ നമ്മൾ കെമിക്കൽ സിസ്റ്റം സിഗ്നൽസ് എന്നും പറയാറുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ഇതാ ദാറ്റ് ഇത് എല്ലാ സെൽസും, ബോഡിയിലെ എല്ലാ സെൽസും വരെ എത്തും. ആൻഡ് ഓൾസോ ഇത് വൈഡ് റേഞ്ചിങ് ചേഞ്ചസും, എത്ര നമുക്ക് ചേഞ്ചസ് വേണം അത്രയും നമുക്ക് പ്രൊവൈഡും ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ ഹോർമോൺസ് അല്ലേ, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഹോർമോൺസും അത് ആരാ റിലീസ് ചെയ്യുന്നതെന്ന് അറിയാം? അതിനെ റിലീസ് ചെയ്യുന്നതാണ് ഈ എൻഡോക്രൈൻ സിസ്റ്റം. ഓക്കെ, ദിസ് എൻഡോക്രൈൻ സിസ്റ്റം, ഈ എൻഡോക്രൈൻ സിസ്റ്റമാണ് ഈ ഹോർമോൺസിനെ എല്ലാം റിലീസ് ചെയ്യുന്നത്. ഇത് നല്ലതായിട്ട് മനസ്സിലാക്കാൻ ഇവിടെ നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് മെയിൽ ബോഡി, ദിസ് ഇസ് ഫീമെയിൽ ബോഡി. ഇവിടെ നമുക്ക് ഒത്തിരി ഗ്ലാൻസ് കാണാം. പിനിയൽ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ് ആൻഡ് അഡ്രീനൽ ഗ്ലാൻഡ്സ്, ഓൾ ദീസ് ഗ്ലാൻഡ്സ്, റൈറ്റ്. സോ ഈ കാണുന്ന ഗ്ലാൻസിൻ്റെ എല്ലാം വർക്ക് എന്തുവാന്ന് അറിയാം? ഈ ഗ്ലാൻസ് ഒക്കെ എന്തോ ഹോർമോൺസ് റിലീസ് ചെയ്യും. ഓക്കെ, ഹോർമോൺസ് റിലീസ്. ഈ ഗ്ലാൻസിൻ്റെ വർക്ക് എന്തുവാ? ഹോർമോൺസ് റിലീസ് ചെയ്യുക, അതാണ് ഗ്ലാൻസിൻ്റെ വർക്ക്. ആൻഡ് ഈ ഹോർമോൺസ് എങ്ങോട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്? ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡിലോട്ടാണ് ഇവർ ഇത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഗ്ലാൻസിങ് ഹോർമോൺ റിലീസ് ആകുക, അത് ബ്ലഡിലെത്തുക, ട്രാൻസ്ഫർ ആകുക, ഈ ഹോൾ സിസ്റ്റമിനെ എന്തുവാ നമ്മൾ പറയുന്നത്? അതിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഈ എൻഡോക്രൈൻ സിസ്റ്റമിൽ തന്നെ നമുക്ക് അഡ്വാൻറ്റേജ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റം നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസും വരെയും ഹോർമോൺസിനെ എത്തിക്കും. ഓക്കെ, സോ ഇവിടെ ചില ഹോർമോൺസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് അഡ്രിനലിൻ. സോ അഡ്രിനലിനെ കുറിച്ച് നമുക്ക് വായിക്കാം. സോ ഈ അഡ്രിനലിൻ ഒരു ഗ്ലാൻഡ് ആണ് ഇതിനെ റിലീസ് ചെയ്യുന്നത്. ആ ഗ്ലാൻഡിൻ്റെ പേരാണ് അഡ്രിനൽ ഗ്ലാൻഡ്. ഓക്കെ, ഈ പേരിൽ തന്നെയുണ്ട് അഡ്രിനൽ ഗ്ലാൻഡ് ആണ് ഇതിനെ റിലീസ് ചെയ്യുന്നത്. ഈ പിക്ചറിൽ നമുക്ക് നോക്കാം അഡ്രിനലിൻ ഗ്ലാൻഡ് എവിടെയാണ്. ഓക്കെ, സോ ഹിയർ വി കൻ സി അഡ്രിനൽ ഗ്ലാൻഡ്, റൈറ്റ്. ഇവിടെ മെയിലും ഫീമെയിലും ഉണ്ട് അഡ്രിനൽ ഗ്ലാൻഡ്. ഓക്കെ, സോ ഇൻ എക്സാംസ് നിങ്ങളോട് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് പറയും, ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇവിടെ ഏതൊക്കെ ഗ്ലാൻഡ് അത് ലൊക്കേറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻ എടുത്ത്. സോ യു ഹാവ് ടു ഇത് ലൊക്കേറ്റ് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദാറ്റ്സ് വൈ ഞാനിത് കാണിച്ചത് അതുകൊണ്ടാണ്. സോ ഈ അഡ്രിനലിൻ്റെ വർക്ക് എന്തുവാന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊരു സ്ക്വിറലിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. സോ ലെറ്റ് us see.
സോ ഇവിടെ ഒരു സ്ക്വിറൽ ഉണ്ട്. ആ സ്ക്വിറൽ എന്തുവാ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. സോ ആ ഒരു സിറ്റുവേഷനിൽ അതിനെ ആ സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാം, അല്ലെങ്കിൽ അതിന് അവിടെ നിന്ന് ഓടിയും പോകാം. ഓക്കെ, ഈ സിറ്റുവേഷൻസിൽ ഏത് ഹോർമോണാണ് വർക്ക് ചെയ്യുന്നത്? അഡ്രിനലിൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഇങ്ങനെയാണ് ഇതിന്റെ കൂടെ റിലേറ്റഡ് ആണ് അഡ്രിനലിന്റെ വർക്ക്. സോ ലെറ്റ് us see. അഡ്രിനലിൻ is secreted directly into the blood. നമുക്കറിയാം എൻഡോക്രൈൻ സിസ്റ്റമിൽ എന്തായാലും നമ്മുടെ ബ്ലഡിൽ ഫുൾ അത് സെക്രീറ്റ് ആവും. സോ അഡ്രിനലിനും എന്താ നമ്മുടെ ബ്ലഡിൽ ഫുൾ അത് റിലീസ് ആകാറുണ്ട്. ഓക്കെ, ആൻഡ് ക്യാരി ടു ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി. എന്നിട്ട് ബ്ലഡിന്റെ ത്രൂ അത് വേറെ നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിലും അത് ക്യാരി ആകാറുണ്ട്. സോ ഈ ഒരു അഡ്രിനലിൻ ഇല്ലേ, ഇതിന്റെ ടാർഗറ്റ് ആരാന്നറിയാം? ഇതിന്റെ ടാർഗറ്റ് ആണ് ഹാർട്ട്. ഓക്കെ, നമ്മുടെ ഹാർട്ടാണ് ഇതിന്റെ ടാർഗറ്റ്. ഹാർട്ടിലാണ് ഇത് കൂടുതലും ചെന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു അഡ്രിനലിൻ ഹോർമോൺ നമ്മുടെ ഹാർട്ടിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ട് എന്താ ബീറ്റ്സ് ഫാസ്റ്റർ. ഓക്കെ, പെട്ടെന്ന് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങും, നമ്മുടെ പമ്പ് ആകാൻ തുടങ്ങും നമ്മുടെ ഹാർട്ട്. ഓക്കെ, സോ ഈ ഹാർട്ട് പെട്ടെന്ന് ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ബോഡിയിലും നമ്മുടെ മസിൽസിലും എക്സ്ട്രാ ഓക്സിജൻ സപ്ലൈ സ്റ്റാർട്ട് ആകും. ഓക്കെ, ബ്ലഡ് ഒത്തിരി പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങും നമ്മുടെ ബോഡിയിൽ. ആൻഡ് ദെൻ ബ്ലഡിൽ എന്തോ ഉള്ളത് ഓക്സിജൻ. സോ ഓക്സിജൻ നമ്മുടെ മസിൽസിൽ ഫാസ്റ്റർ ആയിട്ട് ഒത്തിരി ആയിട്ട് സപ്ലൈ ആകാൻ തുടങ്ങും. സോ ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പം നമ്മുടെ ഫുള്ള് ഓക്സിജൻ സപ്ലൈയും ബ്ലഡ് സപ്ലൈയും എങ്ങോട്ടായിരിക്കും? നമ്മുടെ മസിൽസിലോട്ടായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിലും നമ്മുടെ സ്കിന്നിലും ഓക്സിജൻ സപ്ലൈ ആ സമയത്തും ബ്ലഡ് സപ്ലൈ ആ സമയത്തും ഇച്ചിരി കുറവായിരിക്കും, ലെസർ ആയിരിക്കും. ബിക്കോസ് സ്കിന്നും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമും ആ ഒരു മൂമെന്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം സ്ക്വിറലിന്. സോ അതെന്തുവാ ഫുള്ള് അതിൻ്റെ സ്ട്രെങ്തും എല്ലാം നമുക്ക് അതെവിടെ ഫോക്കസ് ചെയ്യേണ്ടത്? മസിൽസിലാണ് അതിന് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റമിലും സ്കിന്നിലും പോകേണ്ട ബ്ലഡ് ഇപ്പോൾ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? സ്കെലറ്റൽ മസിൽസിലോട്ടാണ് പോകുന്നത്. സ്കെലറ്റൽ മസിൽസ് എങ്ങനത്തെ മസിൽസാണ്? നമ്മുടെ ബോൺസിന്റെ വെളിയിലൊക്കെ ഉള്ള മസിൽസ് ഇല്ലേ, അതിനാണ് നമ്മൾ സ്കെലറ്റൽ മസിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സ്കെലറ്റൽ മസിൽസ് നമ്മൾ ഓടാനും ഇരിക്കാനും പെട്ടെന്ന് അതിനേക്കാനും അതിലൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ആ ഡൈജസ്റ്റീവ് സിസ്റ്റമിലും സ്കിന്നിലും പോകേണ്ട ബ്ലഡ് അവിടെ കുറഞ്ഞിട്ട് നമുക്കിപ്പം എമർജൻസി സിറ്റുവേഷനിൽ എങ്ങോട്ടാണ് പോകുന്നത്? സ്കെലറ്റൽ മസിൽസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, സോ അത് കഴിയുമ്പം നമ്മുടെ ബ്രീതിങ് റേറ്റില്ല, നമ്മളിപ്പോൾ ഓടുവാന്നോട്ടോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പേടി വന്നോട്ടോ, അപ്പോൾ നമ്മുടെ ശ്വാസം എന്താ പെട്ടെന്ന് എടുക്കാൻ തുടങ്ങും. സോ ദാറ്റ് നമ്മുടെ ബോഡിക്കകത്ത് പെട്ടെന്ന് നല്ല എമൗണ്ടിൽ ഓക്സിജൻ പോകണം. ആൻഡ് ഓൾസോ ഓക്സിജൻ പോകുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് കിട്ടും. റൈറ്റ്, അതിന് വേണ്ടി. സോ ഇത് ഷോർട്ടായിട്ട് ഞാൻ നല്ലതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റേ. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടി, റൈറ്റ്. ആൻഡ് ദെൻ ഹാർട്ട് ബീറ്റ് കൂടിയപ്പോൾ നമ്മുടെ ബ്ലഡ് എന്തുവാ ബ്ലഡിലെ സപ്ലൈയും കൂടി. എന്നിട്ട് ബ്ലഡ് സപ്ലൈ കൂടിയപ്പം ഓക്സിജൻ കൂടി, റൈറ്റ്. ആൻഡ് ദെൻ ഓക്സിജൻ കൂടിയപ്പോൾ നമ്മുടെ ബ്രീതിങ് റേറ്റും കൂടി. ഓക്സിജൻ കൂട്ടാൻ നമ്മൾ ബ്രീതിങ് റേറ്റും കൂട്ടും, റൈറ്റ്. ഇനി അത് നമ്മൾ എന്താണ് കണ്ടത്? നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിലും ആൻഡ് ദെൻ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമിലും ആൻഡ് ദെൻ നമ്മുടെ സ്കിന്നിലും രണ്ട് സ്ഥലങ്ങളിൽ എന്താ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞിട്ട് ഈ ബ്ലഡ് സപ്ലൈ എങ്ങോട്ടാണ് പോയത്? നമ്മുടെ സ്കെലറ്റൽ മസിൽസിലോട്ടാണ് ഇത് പോയത്. ഗോട്ട് ഇറ്റ്? സോ ഇത് ഞാൻ ഇത്രയും നല്ലതായിട്ട് ഇതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ബിക്കോസ് ഇതിൽ നിന്ന് ക്വസ്റ്റൻസ് വരാറുണ്ട്. ഈ അഡ്രിനലിൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇത് നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? അങ്ങനത്തെ ക്വസ്റ്റൻസ് വരാറുണ്ട്. ദാറ്റ്സ് വൈ യു ഹാവ് ടു മെമ്മറൈസ് ദിസ് തിങ് വിച്ച് ഐ ഹാവ് റോട്ട് ഹിയർ. ഓക്കെ, and then all these responses together enable the animal body to be ready to deal with the situation. So ഇത്രയും കാര്യങ്ങൾ നടന്ന് കഴിയുമ്പോഴാണ് ആനിമൽ ബോഡിയോ നമ്മുടെ ബോഡിയോ എല്ലാം റെഡി ആകുന്നത് ആ ഒരു സിറ്റുവേഷൻ, ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നിന്ന് പോപ്പ് അപ്പ് ചെയ്യാനും അതിൽ നിന്ന് ഇറങ്ങാനും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അത്ര എഴുതിയിട്ടുള്ളത്. സോ ഇവിടെ വരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. Now let's go. സോ നൗ ഈ കാണിച്ചേക്കുന്ന എല്ലാ ഗ്ലാൻസും അല്ലേ, ഫോർ എക്സാമ്പിൾ 1, 2, 3, 4, 5, 6 ആൻഡ് ദെൻ 7. ഓക്കെ, ഈ എല്ലാ ഗ്ലാൻസും ഏതെങ്കിലുമൊക്കെ ഹോർമോൺസ് റിലീസ് ചെയ്യും, റൈറ്റ്. അപ്പം ഒരു ഹോർമോൺ, അപ്പം ഈ 7 ഗ്ലാൻസ് ഏതൊക്കെ ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കണം. സോ ഫോർ ദാറ്റ് ലെറ്റ് us start. ഓക്കെ, സോ ഇതിന് ഫസ്റ്റ് വൺ അഡ്രിനൽ ഗ്ലാൻഡ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി വായിച്ചായിരുന്നു. അഡ്രിനൽ ഗ്ലാൻഡ് എന്താണ് റിലീസ് ചെയ്യുന്നത്? അഡ്രിനാലിൻ. ഇതിൻ്റെ ഫംഗ്ഷൻസും നമ്മൾ വായിച്ചായിരുന്നു. സോ ഇതിൻ്റെ ഫംഗ്ഷൻ എഴുതാൻ വന്നാൽ യു വിൽ റൈറ്റ് ദാറ്റ് ഇറ്റ് പ്രിപ്പയർസ് ദ ബോഡി ഫോർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഈ രണ്ട് സിറ്റുവേഷൻസിൽ ഇത് നമ്മുടെ ബോഡിനെ പ്രിപ്പയർ ചെയ്യും. ഫൈറ്റ് എന്ന് വെച്ചാൽ മത്സരിച്ച് നിൽക്കുക അതിനോട്, പ്രശ്നത്തിനോട്. ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഓടിപ്പോകുക. ഓക്കെ, സോ നൗ ലെറ്റ് us go into thyroid gland. thyroid gland ഏത് ഹോർമോണാണ് റിലീസ് ചെയ്യുന്നത്? തൈറോക്സിൻ. ഓക്കെ, തൈറോക്സിൻ സെയിം ഇത് തൈറോയിഡിൻ്റെ കൂടെ റൈൻ ചെയ്യുന്നുണ്ട് തൈറോക്സിൻ. സോ അതാണ് റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ വർക്ക് നമുക്കിനി നോക്കാം. സോ തൈറോക്സിൻ ഹോർമോൺ എന്താ ചെയ്യുന്നത്? റെഗുലേറ്റ്സ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ് metabolism in the body, so to provide the best balance for growth. So ഈ മെറ്റബോളിസമിനെ തൈറോക്സിൻ ഹോർമോൺ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, ബാലൻസ് ചെയ്യും. സോ വാട്ട് ഇസ് മെറ്റബോളിസം? സോ നമുക്കറിയാം ദാറ്റ് നമ്മുടെ ഹ്യൂമൻ ബോഡി മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് സെൽസും കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്, റൈറ്റ്. സോ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിക്കകത്ത് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ലാർജ് മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് സ്മോൾ മോളിക്യൂൾസിലോട്ട് കൺവേർട്ട് ആവും, റൈറ്റ്. അത് കഴിഞ്ഞിട്ട് ഈ സ്മോൾ മോളിക്യൂൾസ് എല്ലാം കൂടെ കൂടി ഒരു ലാർജ് മോളിക്യൂൾ ഉണ്ടാകും. അതൊക്കെ നമുക്കറിയാം. സോ ദിസ് ഹോൾ പ്രോസസ് ഇല്ലേ, ഈ ഹോൾ പ്രോസസ്സ് നടന്നാലേ നമ്മുടെ ബോഡി എന്തോ ബാലൻസ് ആയിട്ട് ഗ്രോ ആകത്തുള്ളൂ. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. ആൻഡ് ഈ മെറ്റബോളിസമിനെ ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? തൈറോക്സിൻ ഹോർമോണാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ തന്നെ തൈറോക്സിൻ ഹോർമോണിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ്
ഫസ്റ്റ് ഇസ് ദാറ്റ് നമ്മുടെ ബോഡിയിൽ അയഡിൻ അല്ല, അയഡിൻ ഒത്തിരി നെസസറി. അയഡിൻ ഇസ് നെസസറി ഫോർ ദ തൈറോയ്ഡ് ഗ്ലാൻഡ് ടു മേക്ക് തൈറോക്സിൻ ഹോർമോൺ. അയഡിൻ നമ്മുടെ ബോഡിയിൽ ഇല്ലെങ്കിൽ തൈറോക്സിൻ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കാണത്തില്ല. ഓക്കെ, ആൻഡ് തൈറോയ്ഡ് ഗ്ലാൻഡ്സ് തൈറോക്സിൻ ഹോർമോൺ അവർക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒത്തിരി അഡ്വർടൈസ്മെന്റ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട് ദാറ്റ് നമുക്ക് ഉപ്പ് കഴിക്കുമ്പോൾ അതിൽ അയഡിൻ വേണം. ഓക്കെ, സോ അതുകൊണ്ട് അയഡിൻ ഈസ് നെസസറി ഫോർ തൈറോക്സിൻ ഹോർമോൺ. ഫസ്റ്റ് ഇസ് ദാറ്റ്. സെക്കൻഡ്ലി ഇഫ് നമ്മുടെ സോ ഇഫ് നമ്മുടെ ശരീരത്തിൽ അയഡീൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് ഓർത്തോ, അയഡീൻ ഇല്ലെന്ന് ഓർത്തോ, അപ്പോൾ എന്ത് പറ്റുന്നറിയാം, നമ്മുടെ ഈ തൊണ്ടയില്ലേ അതങ്ങ് വീർക്കാൻ തുടങ്ങും. ആ ഒരു ഡിസീസിനാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഗോയിറ്റർ നമുക്ക് പിടിക്കും. സോ വി ക്യാൻ സീ ദാറ്റ് തൈറോയ്ഡ് ഗ്ലാൻഡ് എവിടെ, ഈ നെക്കിൻ്റെ പാട്ടിലല്ലേ, അപ്പോൾ ഈ നെക്ക് എന്തുവാ അങ്ങ് വീർക്കാൻ തുടങ്ങും, ബിക്കോസ് അവിടെ തൈറോക്സിൻ ഹോർമോൺ റിലീസ് ആകുന്നില്ല. ഓക്കെ, സോ അത് കഴിയുമ്പം തൈറോയിഡിൻ്റെ ഗുളികയൊക്കെ കഴിക്കാൻ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ നമ്മുടെ തൊണ്ട വീർക്കാൻ തുടങ്ങിയ. ഓക്കെ, സോ അയഡീൻ ഇസ് നെസസറി ഫോർ തൈറോക്സിൻ ഹോർമോൺ ടു റിലീസ്. ഗോട്ട് ഇറ്റ്? ആൻഡ് ഇഫ് അയഡിൻ നമ്മുടെ ബോഡിയിലില്ല ദെൻ തൈറോക്സിൻ ഹോർമോൺ റിലീസ് ആകത്തില്ല, ആൻഡ് ഓൾസോ നമ്മുടെ നെക്ക് എന്തുവാ വീർക്കാൻ തുടങ്ങും. ഗോട്ട് ഇറ്റ്? ആൻഡ് ഗോയിറ്റർ ഡിസീസ് ആകും നമുക്ക്. നെക്സ്റ്റ് ഇസ് ആർ ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ ആരാണ് റിലീസ് ചെയ്യുന്നത്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാണ് തപ്പിക്കുക? ദിസ് വൺ, ഇത് കണ്ടോ, ഇതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഗോട്ട് ഇറ്റ്? നൗ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്തോ ഗ്രോത്ത് ഹോർമോണിനെയാണ് സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗ്രോത്ത് ഹോർമോണിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ ഗ്രോത്ത് ഹോർമോൺ, ഓക്കെ, ഈ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ ബോഡിയിൽ റിലീസ് ആയില്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ബോഡി ഗ്രോ ചെയ്യത്തില്ല. ഇൻ അതർ വേർഡ്സ് നമ്മൾ അത്രയ്ക്ക് നീളം വെക്കത്തില്ല, നമ്മൾ ടോൾ ആകത്തില്ല. ആൻഡ് ദെൻ വാട്ട് വിൽ ഹാപ്പൻ? നമ്മൾ ഡ്വാർഫിസം ഡിസീസ് നമുക്ക് പിടിക്കും. വിച്ച് മീൻസ് ദാറ്റ് നമ്മളിങ്ങനെ കുഞ്ഞു മനുഷ്യരില്ലേ, അവർക്കൊക്കെ ഈ ഡിസീസ്, അവരുടെ ബോഡിയിൽ ഗ്രോത്ത് ഹോർമോൺ നല്ലപോലെ ഡെവലപ്പ് ആയിട്ടില്ല, അതുകൊണ്ടാണ് അവർക്ക് ഡിസീസസ് ഒക്കെ പിടിക്കുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഗ്രോത്ത് ഹോർമോൺ റെഗുലേറ്റ്സ് വാട്ട്? ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. ഓക്കെ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പേരും കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ദാറ്റ് ടെസ്റ്റോസ്റ്റെറോൺ ആൻഡ് എസ്ട്രോജൻ. ടെസ്റ്റോസ്റ്റെറോൺ മെയിൽസിലാണ്, എസ്ട്രോജൻ ആരില സെക്രീറ്റ് ആകുന്നത്? ഫീമെയിൽസിലാണ് സെക്രീറ്റ് ആകുന്നത്. ഗോട്ട് ഇറ്റ്? ഓൾസോ എക്സാമിൽ ക്വസ്റ്റൻ ചോദിക്കാൻ ചാൻസസ് ഉണ്ട് ദാറ്റ് ഏത് ഗ്ലാൻഡിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്? എന്തുവാ മാസ്റ്റർ ഗ്ലാൻഡ്? മാസ്റ്റർ ഗ്ലാൻഡിനെ ഏത് ഗ്ലാൻഡിനെയാണ് പറയുന്നത്? ദെൻ യു വിൽ ആൻസർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെയാണ് മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്നത്, ബിക്കോസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ദാറ്റ് എവിടെ ഏത് അമൗണ്ടിൽ എൻഡോക്രൈൻ സിസ്റ്റം വർക്ക് ചെയ്യണം, അതൊക്കെ ആരാണ് നോക്കുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് ദ മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റം. ഗോട്ട് ഇറ്റ്? Now this testosterone and estrogen. Testosterone males release ആവും, estrogen females release ആവും. So testosterone males എന്തുവാ റിലീസ് ചെയ്യുന്നത്? ടെസ്റ്റിസ് ആണ് ടെസ്റ്റോസ്റ്റെറോൺ റിലീസ് ചെയ്യുന്നത്. പേരും കൊണ്ട് നമുക്ക് മനസ്സിലാവും, ടെസ്റ്റിസ്, ടെസ്റ്റോസ്റ്റെറോൺ. ആൻഡ് റിപ്രൊഡക്ഷൻ ചാപ്റ്ററിൽ ഇച്ചിരി കൂടെ വാസ്റ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ആൻഡ് ദെൻ ഓവേരിയിൽ എന്തുവാ? ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റ് ആണത്, പാർട്ടാണത്. സോ ഓവേരീസിൽ എസ്ട്രോജൻ റിലീസ് ആകും. ഗോട്ട് ഇറ്റ്? എസ്ട്രോജൻസ് ഇൻ ഓവേരി, ടെസ്റ്റോസ്റ്റെറോൺ ആൻഡ് ടെസ്റ്റിസ്. ഓക്കെ, സോ ഇതിൻ്റെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് ദെൻ സ്റ്റിൽ ഐ ടെൽ യു, പ്യൂബർട്ടി ഇല്ല, പ്യൂബർട്ടിൻ്റെ ടൈമിലാണ് ഈ ഹോർമോൺസിൻ്റെ വർക്ക് തുടങ്ങുന്നത്. ഓക്കെ, പ്യൂബർട്ടി മീൻസ് 10 to 12 ഇയേഴ്സിൽ നമുക്ക് പ്യൂബർട്ടി കാണാം. സോ 10 to 12 ഇയേഴ്സ് ആകുമ്പോൾ മെയിൽസ് ആൻഡ് ഫീമെയിൽ അവരുടെ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. സോ ആ ചേഞ്ചസിനെ കുറിച്ച് നമുക്ക് ഇവിടെ ഓക്കെ, സോ ചേഞ്ചസിൻ്റെ ഒരു ടേബിൾ ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തേക്കാം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ആൾ. So some changes are that നിങ്ങളുടെ വോയിസ് ചേഞ്ച് ആകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ ഡെവലപ്മെന്റ് ഓഫ് മെയിൽ സെക്സ് ഓർഗൻസ്, ആൻഡ് ദെൻ ഹെയർസ് ആൻഡ് പ്യൂബിക് ഏരിയാസ്. ഓക്കെ, ആൻഡ് ദെൻ എക്സെട്ര. ഇങ്ങനത്തെ ചില ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ടേബിൾ പേസ്റ്റ് ചെയ്തേക്കാം, അതിലുള്ള ഫംഗ്ഷൻസും ഗ്ലാൻഡ്സും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ആൾ. നിങ്ങൾക്ക് അത് മെമ്മറൈസ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് ഈസി, യു ആൾ ഹാവ് ടു മെമ്മറൈസ് ഇറ്റ്. ആൻഡ് സോ ലാസ്റ്റ് നമ്മുടെ ഏതാണെന്നറിയോ? പാൻക്രിയാറ്റിക് ഗ്ലാൻഡ് ആണ് ലെഫ്റ്റ്. ഓക്കെ, അപ്പോൾ പാൻക്രിയാസ് എന്തുവാ സെക്രീറ്റ് ചെയ്യുന്നത്? ഇൻസുലിൻ ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ വർക്കാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലില്ലേ, നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ ലെവൽ ഇത് റെഗുലേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, സോ ഇഫ് ഈ ബ്ലഡ് ഷുഗർ ലെവലില്ലേ അല്ലെങ്കിൽ ഇൻസുലിനില്ലേ പ്രോപ്പർ എമൗണ്ടിൽ റിലീസ് ആയില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇറ്റ് ഇസ് ദാറ്റ് ഈ ഷുഗർ ലെവലില്ലേ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ ഇൻസുലിൻ നല്ല പ്രോപ്പർ എമൗണ്ടിൽ റിലീസ് ആയില്ലെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള ഷുഗർ ലെവൽ ഒത്തിരി അങ്ങ് ഇൻക്രീസ് ആവും. അപ്പോൾ ബ്ലഡിൽ അത് ഇൻക്രീസ് ആയതിന് പറ്റും ഒത്തിരി ഹാംഫുൾ എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ വരും. ഫോർ എക്സാമ്പിൾ നമ്മുടെ കണ്ണ്, നമുക്ക് കാഴ്ച കുറയാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഹാംഫുൾ എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ വരും. സോ പാൻക്രിയാസ് എന്തുവാണ് റിലീസ് ചെയ്യുന്നത്? ഇൻസുലിൻ ആണ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഇൻസുലിൻ എന്തുവാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ബ്ലഡിൽ ഷുഗർ ലെവൽസ് ആണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഇൻസുലിൻ നല്ല പ്രോപ്പർ എമൗണ്ടിൽ റിലീസ് ആയില്ലെങ്കിൽ എന്താ പറ്റുന്നത്? നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽസ് ഇൻക്രീസ് ആയിട്ട് അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് നമ്മുടെ ബോഡിയിൽ വരും. ഓക്കെ, സോ ഇതിനാണ് നമ്മുടെ ഷുഗർ ലെവൽസ് ഇൻക്രീസ് ആവും, ഇൻസുലിൻ പ്രോപ്പർ എമൗണ്ടിൽ സിക്രീറ്റ് ആകത്തില്ല, ദെൻ അപ്പോഴാണ് നമുക്ക് ഡയബറ്റീസ്, ഷുഗർ പിടിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. സോ ഹിയർ അപ്പം നമ്മുടെ ബോഡിയിൽ ഈ ഹോർമോൺസ് റിലീസ് ആകുന്ന ടൈമിങ്ങും എമൗണ്ടും എത്ര എമൗണ്ടിൽ അത് റിലീസ് ആകണം അതൊക്കെ എന്തുവാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതെങ്ങനെ റെഗുലേറ്റ് മെയിൻറ്റെയിനും ആകുന്നത്? ഇറ്റ് ഇസ് ബൈ ഫീഡ്ബാക്ക് മെത്തേഡ്. ഓക്കെ, ഫീഡ്ബാക്ക് മെക്കാനിസം അതെന്താണെന്ന് നമുക്ക് വായിക്കാം. For example, ഇവിടെ കൊടുത്തിട്ടുണ്ട്, if the sugar level in blood rises, okay, they are detected by the cells of pancreas which respond by producing more insulin. As the blood sugar level falls, insulin secretion is reduced. For example, നമ്മുടെ ബ്ലഡിൽ ഷുഗർ ലെവൽ ഇല്ലേ അത് കൂടിയെന്ന് ഓർത്തോ, അപ്പം പാൻക്രിയാസിലുള്ള സെൽസ് എന്തുവാ അതിനെ ഡിറ്റക്ട് ചെയ്യും, അത് അവർക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് അവർ അറിഞ്ഞു കഴിയുമ്പോൾ എന്തുവാ ഇച്ചിരൂടെ ഇൻസുലിൻ അവർ പ്രൊഡ്യൂസ് ചെയ്യും, സോ ദാറ്റ് നമ്മുടെ ഷുഗർ ലെവൽ എന്താ ബാലൻസ് ആയിട്ടിരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഷുഗർ ലെവൽ നമ്മുടെ ബ്ലഡിൽ ബാലൻസ് ആയി കഴിയുമ്പം ഇൻസുലിൻ പ്രൊഡക്ഷൻ എന്തുവാ കുറയും. ഓക്കെ, സോ ഷുഗർ ലെവൽ കൂടുമ്പം പാൻക്രിയാസിൻ്റെ സെൽസിന് അത് മനസ്സിലായി കഴിയുമ്പോൾ പാൻക്രിയാസ് സെൽസ് എന്തുവാ
ലാർജ് അമൗണ്ടിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും. സോ ദാറ്റ് ഷുഗർ ലെവൽ ബാലൻസ് ആകാൻ. അതായത് ഒരു പ്രാവശ്യം ഷുഗർ ലെവൽ ബാലൻസ് ആയി കഴിയുമ്പോൾ പിന്നെ അത് നോർമൽ അമൗണ്ടിൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. സോ ഇതിനാണ് പറയുന്നത് നമ്മൾ ഫീഡ്ബാക്ക് മെത്തേഡ്, ഫീഡ്ബാക്ക് മെക്കാനിസം. അങ്ങനെ തന്നെ എല്ലാ ഗ്ലാൻസിലും സെൽസിനും ഇത് അറിയാം. ഓക്കെ, എന്തെങ്കിലും അവർ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ കൂടുകയോ കുറവോ ചെയ്യുമ്പോൾ അത് അവർക്കറിയാം. ആൻഡ് ദെൻ അത് അവർ ആ ഒരു മെത്തേഡിൽ അത് അതിൻ്റെ ആ ഹോർമോൺ റിലീസ് കൂട്ടും കുറയ്ക്കും ചെയ്യും. ഗോട്ട് ഇറ്റ്? Channel just a few days ago. So if you guys liked it, then please do not forget to like, share and subscribe to my channel. That will be a motivation for me to bring up more videos. And that's it for today's video. Thank you so much. Study well.